ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടായിരിക്കും ക്ലാസ്സുകളൊക്കെ എടുക്കുക. പറയുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ടീച്ചർ പറയൂ. അപ്പൊ പറയുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യുക. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുക. അത് മാത്രമല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏത് ടോപ്പിക്കാണ് ടീച്ചറെ? മൈക്രോ എക്കണോമിക്സിൽ 5 ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മൈക്രോ ഇന്നത്തോടുകൂടി നമ്മൾ സെറ്റ് ആക്കാണ്. അപ്പോ ഇന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും പഠിച്ചു കഴിയാത്തുണ്ടെങ്കിൽ നാളെ പകലേക്ക് ഇരുന്ന് പഠിച്ച് സെറ്റ് ആക്കാം. ഒരു ഉച്ച വരെയൊക്കെ ടൈം എടുത്ത് സെറ്റ് ആക്കാം. നാളെ വൈകിട്ട് നമ്മൾ മാക്രോ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി മാക്രോ നിങ്ങൾ എന്ത് ചെയ്യുക, നാളെ നമ്മുടെ ക്ലാസ്സിന് ശേഷം പഠിച്ചു തുടങ്ങുക. പിന്നെ മറ്റന്നാൾ ഉച്ച വരെ സമയമുണ്ട് മാക്രോ പഠിക്കാനായിട്ട്. അത് മതി. പഠിക്കുന്നതുകൊണ്ട് പഠിക്കാൻ അധികം സമയം വേണ്ടി വരില്ല അവർക്ക് അല്ലേ? അതെ, ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, ഇതായിട്ട് എടുത്താൽ മതി. നിങ്ങൾ ജസ്റ്റ് വായിച്ച് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്തൊക്കെ പഠിക്കല്ലോ കേട്ടോ. അപ്പൊ നമ്മൾ ഇതും പേടിക്കണം, കാരണം ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് ആണ് +2 എക്കണോമിക്സ്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് ഈ സബ്ജക്റ്റിന് കൊടുക്കണം. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഏറ്റവും ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഈസി ആയിട്ട് വരാം, ചിലപ്പോൾ ടഫ് ആയിട്ടും വരാം. ഓക്കെ, നമുക്ക് ആദ്യം ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോയാലോ? ഓക്കെ മക്കളെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ ഇക്കണോമിക്സ് ആണ്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലെ. നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടേബിൾ തന്നെ പഠിക്കാം അല്ലെ. അപ്പൊ ഇതിന് എങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ ചിലപ്പോ ഇത് കൂടുതൽ വൺ വേർഡ് ആയിരിക്കും നമ്മൾ ചോദിക്കുക. നമുക്ക് ഏതാണ് എക്കണോമിക്സിന്റെ പേര്, അവരുടെ ബുക്കിന്റെ പേര്, അതൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. ചിലപ്പോ മാച്ച് ദ ഫോളോയിങ്ങിലും വരാം. ഓക്കെ, ഉറപ്പൊന്നുമില്ല, ഇതുവരെ ഈ എടുത്ത കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ എന്നാലും എന്ത് ചെയ്യാം, എല്ലാം പഠിച്ചാൽ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ആരാണ്, നമ്മുടെ ആഡം സ്മിത്ത് ആണ് അല്ലെ. അപ്പൊ അതിനു മുമ്പായിട്ട് ഹൂ ഈസ് എ ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്, അത് പഠിച്ചു വെക്കണം അല്ലെ. മോഡേൺ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാരാ? മോഡേൺ എക്കണോമിക്സിന്റെ ഫാദർ ആരാണ് അറിയാമെങ്കിൽ കൈവശം കാണിച്ചേ. ഹൂ ഈസ് എ ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്? മോഡേൺ എക്കണോമിക്സിന്റെ ഫാദർ എല്ലാവർക്കും അറിയാലോ ടീച്ചറെ. അത് ഒരാളെ വിളിച്ചേ സാറേ, ഒരാളെ വിളിച്ച് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് പറയാൻ നമുക്ക് ആരെ വിളിക്കാം? അഭിനന്ദേ പറടാ. ആഡം സ്മിത്ത്, വെരി ഗുഡ്. ആഡം സ്മിത്ത് ഈസ് എ ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്. പക്ഷെ മാക്രോ ഇക്കണോമിക്സിന്റെ ഫാദർ ചോദിക്കുകയാണെങ്കിൽ ആഡം സ്മിത്ത് അല്ല കേട്ടോ, അത് പഠിച്ചു വെക്കുക. മാക്രോ ഇക്കണോമിക്സിന്റെ ഫാദർ അറിയാലോ എല്ലാവർക്കും? ഫാദർ ഓഫ് മാക്രോ ഇക്കണോമിക്സ് അറിയാലോ? കൈവശം കാണിച്ചേ. അറിയാവോ? എന്നാലും ചോദിച്ചേക്കാലോ. ഫാദർ ഓഫ് മാക്രോ ആരോട് ചോദിക്കാം, ആരെ വിളിക്കാം നമുക്ക്? ആരാണ്? പറഞ്ഞല്ലോ, ഫൈസ. ഹൂ ഈസ് എ ഫാദർ ഓഫ് മാക്രോ ഇക്കണോമിക്സ് ഡാ? ജയം കെയ്ൻസ്, KEY ആണ് കേട്ടോ, കെയ്ൻസ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇവിടേക്ക് പോകാം. ആഡം സ്മിത്തിന്റെ ഡെഫിനിഷനെ നമ്മൾ എന്താണ് അറിയപ്പെടുക ടീച്ചറെ? വെൽത്ത് ഡെഫിനിഷൻ എന്നാണ് പറയാം. യെസ്, ആഡം സ്മിത്ത് എഴുതിയ ബുക്കിന്റെ പേര് എന്താണ്? An Inquiry into the Nature and Causes of Wealth of Nations. Published in 1776. മക്കളെ ഓർത്ത് വെക്കുക, ആഡം സ്മിത്തിന്റെ ഡെഫിനിഷൻ വെൽത്ത് ഡെഫിനിഷൻ ആണ്. ബുക്കിന്റെ പേര് എൻക്വയറി ഇൻടു ദി നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. പബ്ലിഷ്ഡ് ഇൻ 1776. രണ്ടാമത് എക്കണോമിസ്റ്റ് ആണ് ആര്? ആൽഫ്രഡ് മാർഷൽ. അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ വെൽഫെയർ ഡെഫിനിഷൻ. ബുക്കിന്റെ പേര് എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. പബ്ലിഷ് ചെയ്തത് 1890 1890ലാണ്. നെക്സ്റ്റ് വന്ന എക്കണോമിസ്റ്റ് ആണ് ലയണൽ റോബിൻസ് ആണ്. അദ്ദേഹത്തിന്റെ ഡെഫിനിഷന്റെ പേര് സ്കാർസിറ്റി ഡെഫിനിഷൻ എന്നാണ്. യെസ്, ബുക്കിന്റെ പേര് എന്താണ്? An essay on the nature and significance of economics. പബ്ലിഷ്ഡ് ഇൻ 1932 ആണ്. നെക്സ്റ്റ് ലാസ്റ്റ് വന്ന എക്കണോമിസ്റ്റ് ആണ് പോൾ എ സാമുവൽസൺ. അദ്ദേഹത്തിന്റെ ഡെഫിനിഷന് പറയുന്ന പേര് ഗ്രോത്ത് ഡെഫിനിഷൻ എന്നാണ്. അവസാനം എഴുതിയ ബുക്ക് ഏതാണ്? നമ്മുടെ എക്കണോമിക്സ് എന്നാണ്. പബ്ലിഷ് ചെയ്ത് 1964. മക്കളെ ഇയർ നോക്കുക, ആദ്യം ഓരോ കാലഘട്ടങ്ങളിലായിട്ട് പഠിക്കുക. 1776, 1890, 1932, 1964 കേട്ടോ. ഈ 32, 64 പഠിക്കാൻ എളുപ്പമാണ്, ഡബിൾ എടുത്താൽ മതി അല്ലേ. യെസ്, 32ന്റെ ഡബിൾ ആണ് 64. ഓക്കെ ആണെങ്കിൽ കാണിച്ച എല്ലാവരും സെറ്റ് അല്ലേ? അപ്പൊ എക്കണോമിസ്റ്റിന്റെ പേര് പഠിക്കുക, ഡെഫിനിഷന്റെ പേര് പഠിക്കുക, ബുക്കിന്റെ പേര് പഠിക്കുക, ഇയർ പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കോസസ് ഓഫ് എക്കണോമിക് പ്രോബ്ലം അല്ലെ. നമ്മുടെ ഇക്കോണമിയിൽ പ്രോബ്ലംസ് വരാനായിട്ടുള്ള കാരണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതിന് ചിലപ്പോൾ ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാം. അപ്പൊ ഏതൊക്കെയാണ് എക്കണോമിക് പ്രോബ്ലംസിന്റെ കോസസ് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത്? ആദ്യം നിങ്ങൾ എഴുതേണ്ടത് എന്താ? നമ്മൾ മനുഷ്യരുടെ ആവശ്യങ്ങൾ അല്ലെ, അത് അൺലിമിറ്റഡ് ആണ്, അനന്തമാണ്. ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. അതാണ് ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആണ്. അപ്പൊ നമുക്ക് എന്ത് വേണം? ഹ്യൂമന്റെ വാണ്ട്സ് നിറവേറ്റാൻ വേണ്ടി റിസോഴ്സുകൾ വേണം അല്ലെ. പക്ഷേ റിസോഴ്സുകൾ എന്ന് പറഞ്ഞാൽ പരിമിതമാണ് അല്ലെ, ലിമിറ്റഡ് ആണ്. അപ്പൊ റിസോഴ്സസ് ആർ ലിമിറ്റഡ്. അതായത് മനുഷ്യന്റെ ആവശ്യം
അനന്തമാണ്, പക്ഷെ അതിന് വേണ്ട വിഭവങ്ങൾ എന്താണ്, പരിമിതമാണ്. അല്ലെങ്കിൽ അത് നമുക്ക് എന്ത് വിളിക്കാം, സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് എന്ന് പറയാം. യെസ്. അപ്പൊ മൂന്നാമത്തെ പോയിന്റോ, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ വിഭവങ്ങൾക്കെല്ലാം തന്നെ എന്താണ് കുറെ ഉപയോഗങ്ങൾ ഉണ്ട് അല്ലെ, ഓൾട്ടർനേറ്റീവ് യൂസ് ഉണ്ട്. അപ്പൊ ഏതിനു വേണ്ടി ഉപയോഗിക്കുന്നുള്ളത് എന്താണ്, അതൊരു പ്രശ്നമാണ് അല്ലെ. സോ റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ് ആണ് മൂന്നാമത്തെ കോസ് എന്ന് പറയുന്നത്. നാലാമത്തെ കോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ വാൻസ് ആർ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞു അല്ലെ. മനുഷ്യന്റെ ആവശ്യം അനന്തമാണ്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ആവശ്യം എന്താണ്, +2 ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുക എന്നുള്ളതാണ് അല്ലെ. പക്ഷെ ആ ആവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ ആ ആവശ്യത്തോടു കൂടി നമ്മുടെ അവിടെ അവസാനിക്കും, വാൻസ് അവസാനിക്കും ഇല്ല, അടുത്ത ആവശ്യം വരും. അങ്ങനെ ഒരുപാട് നമുക്ക് എന്തുണ്ട്, വാൻസ് ഉണ്ട്. പക്ഷേ ഓൾ വാൻസ് ആർ നോട്ട് ഈക്വലി ഇമ്പോർട്ടന്റ്. എല്ലാ ആവശ്യങ്ങളും ഒരേപോലെ പ്രാധാന്യമുള്ളവയല്ല. ക്ലിയർ ആണെങ്കിൽ കൈവശം കാണിച്ച എല്ലാവരും ക്ലിയർ ആണോ? ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ആണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വരുവാണെങ്കിൽ 4 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഇത് എഴുതുമ്പോൾ 4 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം ഒരു ഇൻട്രോ എഴുതാം. അതായത് ഇതുപോലെ എഴുതാം, ദ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി ആർ സമ്മറൈസ്ഡ് ഇൻ ദ ഫോം ഓഫ് 3 ക്വസ്റ്റ്യൻസ് അല്ലെ. അതായത് ഒരു ഇക്കോണമിയിലെ പ്രോബ്ലംസ് എല്ലാം കൂടി നമ്മൾ സമ്മറൈസ് ചെയ്ത് ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് ഒതുക്കിയേക്കണം അല്ലെ. ഏതൊക്കെയാ 3 ക്വസ്റ്റ്യൻസ്? ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, വാട്ട് പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റി, എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യനോ, മൂന്നാമത്തത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നുള്ളതാണ്, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. മക്കൾ അപ്പൊ ഈ ഒരു ഇന്റർവ്യൂ എഴുതിയിട്ട് വേണം നിങ്ങൾ ഓരോന്നും ഹെഡിങ് തിരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. നമ്മുടെ ഫസ്റ്റ് ഹെഡിങ് എന്താണ്, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി, എന്ത് ഉൽപ്പാദിപ്പിക്കണം, അത് എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം. നമുക്ക് നോക്കാം അതിൽ നമുക്ക് എന്ത് എക്സ്പ്ലനേഷൻ എഴുതാൻ നോക്കാം. യെസ്, എന്താണ്, the economy must decide what combination of goods and services are to be produced and in what quantity. ഒരു ഇക്കോണമി മസ്റ്റ് ആയിട്ട് മുൻകൂട്ടി എന്ത് ചെയ്യണം, തീരുമാനിക്കണം. എന്ത്, ഏത് കോമ്പിനേഷനിലുള്ള സാധനങ്ങളും സേവനങ്ങളുമാണോ ഉൽപ്പാദിപ്പിക്കേണ്ടത്, അത് എത്ര അളവിലാണ്, അതാണ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റി. ക്ലിയർ ആണെങ്കിൽ കൈവശം കാണിച്ച എല്ലാവരും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെങ്കിൽ കൈവശം കാണിച്ച എല്ലാവരും. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഹൗ ടു പ്രൊഡ്യൂസ് അല്ലേ, എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നല്ലേ. അപ്പൊ ഇവിടെ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം വെക്കുന്നത്, ഏത് ടെക്നോളജി ഉപയോഗിക്കണം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് 2 ടെക്നോളജി ആണുള്ളത്, ലേബർ ഇന്റൻസീവ് ടെക്നിക്കും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജിയുമാണ്. ഇപ്പൊ ലേബർ ഇന്റൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ, കൂടുതൽ ലേബർ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണോ, അല്ല, കൂടുതൽ ലേബറും ക്യാപിറ്റൽ കുറവ് ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജിയാണ്. എന്നാൽ ക്യാപിറ്റൽ ഇന്റൻസീവോ, കൂടുതൽ ക്യാപിറ്റലും കുറച്ച് മാത്രം ലേബർ ഉപയോഗിച്ചിട്ടുള്ളതാണ്. സോ ഈ ടെക്നോളജിയിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ഹൗ ടു പ്രൊഡ്യൂസ് എന്ന ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഹൗ ടു പ്രൊഡ്യൂസ് പഠിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ്, ടെക്നോളജി അല്ലെ, സെലക്ഷൻ ഓഫ് ടെക്നോളജി ഏത് സെൻട്രൽ പ്രോബ്ലവുമായി ബന്ധപ്പെട്ടതാണ്. ചോയ്സ് ഓഫ് ടെക്നിക് ഈസ് റിലേറ്റഡ് ടു ഡാഷ് സെൻട്രൽ പ്രോബ്ലം. ചോയ്സ് ഓഫ് ടെക്നിക് ഏത് സെൻട്രൽ പ്രോബ്ലവുമായി ബന്ധപ്പെട്ടതാണ്, ഹൗ ടു പ്രൊഡ്യൂസ്. മനസ്സിലായി, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. അപ്പൊ ഉൽപ്പാദിപ്പിക്കുന്ന 2 രീതികളുണ്ട്, ലേബർ ഇന്റൻസീവ്, ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റൽ ഇന്റൻസീവ്. നന്നായിട്ട് പഠിച്ചു വെക്കുക. അത് പേരിൽ തന്നെ ഉണ്ടല്ലോ, ലേബർ ഇന്റൻസീവ് എന്ന് പറയുമ്പോൾ എന്ത് കൂടുതൽ, ലേബർ കൂടുതൽ, കുറവ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഇന്റൻസീവ് എന്ന് പറയുമ്പോഴോ മോർ ക്യാപിറ്റൽ ലെസ് ലേബർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നുള്ളത്. നമ്മളിപ്പോ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞല്ലോ, അതിനെ ആർക്കൊക്കെ വിതരണം ചെയ്യും, ആർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊരു 1 മാർക്കിൽ നോക്കാം മക്കളെ. ഡിസ്ട്രിബ്യൂഷൻ ഈസ് റിലേറ്റഡ് ടു ഡാഷ് സെൻട്രൽ പ്രോബ്ലം. ഡിസ്ട്രിബ്യൂഷൻ, വിതരണം എന്ന് പറയുന്നത് ഏത് സെൻട്രൽ പ്രോബ്ലവുമായി ബന്ധപ്പെട്ടതാണ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. മക്കളെ അപ്പൊ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോകണം. ബട്ട് അപ്പൊ വാട്ട് ടു പ്രൊഡ്യൂസ് നമുക്ക് എന്ത് പറയാം, വാട്ട് ടു പ്രൊഡ്യൂസ് പറഞ്ഞാൽ വാട്ട് കോമ്പിനേഷൻ ആണ്. മനസ്സിലായോ, ഇവിടെയാണെങ്കിലോ ചോയ്സ് ഓഫ് ടെക്നിക് ആണ്, ഇതാണെങ്കിലോ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ ഓർത്ത് വെക്കുക, ഇതിന് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാം. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ കൈവശം കാണിച്ച എല്ലാവരും. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി സെറ്റ് ആണ്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന ടോപ്പിക് കൂടി പഠിക്കാം. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് അറിയാം, ഒരു പ്രൊഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതൊക്കെ ഫാക്ടേഴ്സ് വേണം ടീച്ചറെ, ലാൻഡ് വേണം, ലേബർ വേണം, പിന്നെ ക്യാപിറ്റൽ, ദെൻ ഓർഗനൈസേഷൻ. അപ്പൊ ഇതിന് കൊടുക്കുന്ന റിവാർഡ്, പ്രതിഫലമാണ് എന്ത്, റിവാർഡ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാം. അപ്പൊ ലാൻഡിന് നമ്മൾ എന്താ റിവാർഡ് കൊടുക്കുക, ഭൂമിക്ക് നമ്മൾ എന്താ കൊടുക്കുക, റെന്റ് കൊടുക്കും അല്ലെ, റെന്റ് ആണ് കൊടുക്കുക. ലേബറിനാണെങ്കിലോ, ലേബറിന് വേജ് കൊടുക്കും. ക്യാപിറ്റലിനാണെങ്കിൽ അതിന്റെ പലിശ അല്ലെ, ഇൻട്രസ്റ്റ് കൊടുക്കും. ഓർഗനൈസേഷന് പ്രോഫിറ്റ്. അപ്പൊ മക്കളെ ഫാക്ടറും പഠിക്കുക, അതിന്റെ റിവാർഡും പഠിക്കുക. ചിലപ്പോൾ അത് ഫില്ല് ചെയ്യാനൊക്കെ ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. അപ്പൊ ഓക്കെ ആണെങ്കിൽ കൈശി കാണിച്ച എല്ലാവരും ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ സെറ്റ് ആണെങ്കിൽ. നെക്സ്റ്റ് ആണ് നമ്മുടെ PPC,
PPC എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം പഠിച്ചു വെക്കുക. അത് വരയ്ക്കാനും പഠിച്ചു വെക്കുക. എന്താണ് PPC എന്ന് പറഞ്ഞാൽ? ഞാൻ പറയണ the collection of all possible combination of goods and services that can be produced from a given level of resources and a given level of technology is known as the production possibility set. അതായത് മക്കളെ, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സുകളും നമ്മുടെ കയ്യിലുള്ള ടെക്നോളജിയും ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ കോമ്പിനേഷന്റെ കളക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയാം. മനസ്സിലായോ? ഇപ്പൊ എനിക്ക് 1 ഏക്കർ ലാൻഡ് ഉണ്ട്, പിന്നെ കുറെ മെഷീനറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഉപയോഗിച്ച് എനിക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെ സെറ്റിനെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയാം. ഈ സെറ്റ് നമ്മൾ എന്ത് ചെയ്യും? ഗ്രാഫ് വരച്ച് നമ്മൾ മാർക്ക് ചെയ്ത് ഇങ്ങനെ വരയ്ക്കും അല്ലെ? ആ കർവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയാം. അപ്പൊ ആദ്യം PPS എന്താന്ന് എഴുതുക, എന്നിട്ട് സെന്റൻസ് ആക്കി എഴുതുക ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ഈസ് നോൺ ആസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ക്ലിയർ ആണെങ്കിൽ കാണിച്ചേ. അപ്പൊ നമ്മൾ PPS വെച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഗ്രാഫാണ് PPC അഥവാ PPF. എന്താ F എന്ന് പറഞ്ഞാൽ? ഫ്രോണ്ടിയർ, അതിര് എന്നാണ് അർത്ഥം. അതിര് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ കാണിച്ച എല്ലാവരും. ഡൗട്ട് ഉണ്ടോ മക്കൾ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ലക്ഷ്മി ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. PPC പഠിക്കുമ്പോൾ എന്തായാലും നമ്മൾ MOC പഠിക്കണം, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പഠിക്കണം അല്ലെ? മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കുക അല്ലെ, എങ്ങനെ കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾക്ക് പിന്നെ തിയറി എളുപ്പമായിട്ട് പറയാം. മക്കളെ, നമുക്ക് 2 ഗുഡുകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് എന്താണ്? വീറ്റ് ആണ്, ഒന്ന് ക്ലോത്ത് ആണ്. ഇതിന് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളോട് തന്നെ ഇമാജിനറി ആയിട്ട് ഒരു ടേബിൾ വരച്ചിട്ട് PPC വരയ്ക്കാൻ പറയും ചിലപ്പോൾ എക്സാമിന്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും അറിയും, വെറുതെ ഓടിപ്പോയിട്ട് വെറുതെ ഫിഗർ കൊടുക്കലല്ല, 2 ഗുഡ് ഉണ്ടായിരിക്കണം അല്ലെ? ഗുഡ് 1 എന്നും ഗുഡ് 2 എന്നും കൊടുത്തു. മക്കളെ, ഗുഡ് 1 ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ വേറെ ഡിക്രീസ് ചെയ്യുന്ന അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ എളുപ്പമായിട്ട് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ എഴുതാം അല്ലെ? അതായത് ഒരു വാല്യൂ അല്ല, ഡിക്രീസ് ചെയ്യുന്ന രീതിയിൽ എഴുതാം. ആദ്യം നമ്മൾ 100 കൊടുത്തു, നെക്സ്റ്റ് 90 കൊടുത്തു, 70 കൊടുത്തു, 40 കൊടുത്തു, 10 കൊടുത്തു, 0 കൊടുത്തു. മനസ്സിലായോ? നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ കാണാൻ പഠിച്ചോ, 10 9 7 4 1 0 അങ്ങനെ വേണമെങ്കിൽ പഠിച്ചോ അല്ലെ? കുറച്ച് എളുപ്പമായിരിക്കും, കാരണം മാർക്ക് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. മനസ്സിലായോ മക്കളെ? അതായത് ഒന്ന് ഡിക്രീസ് ചെയ്യുന്ന രീതിയിൽ എഴുതാം, പക്ഷെ ലാസ്റ്റ് വാല്യൂ എന്തായിരിക്കണം? അത് 0 ആയിരിക്കണം, 0 ആയിരിക്കണം. മക്കളെ, നിങ്ങളൊരു ടേബിൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറഞ്ഞ് എവിടേക്ക് എത്തണം? 0യിലേക്ക് എത്തണം. രണ്ടാമത്തെ കൂട്ട് എവിടെ സ്റ്റാർട്ട് ചെയ്യണം? അത് 0 സ്റ്റാർട്ട് ചെയ്യണം. അത് ശ്രദ്ധിക്കണം. അങ്ങനെ 0 സ്റ്റാർട്ട് ചെയ്താൽ അത് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലായിരിക്കും കേട്ടോ. അപ്പൊ 0 2.5 5 7.5 8.5 അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, 10 വേണമെങ്കിൽ കൊടുക്കാം. ക്ലിയർ ആണ് കാണിച്ച എല്ലാവരും? അപ്പൊ ഒരു കുട്ടി നമ്മൾ എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യുന്ന രീതിയിൽ എവിടെ അവസാനിക്കണം? 0 അവസാനിക്കണം. മറ്റൊരു കുട്ടി എവിടെ സ്റ്റാർട്ട് ചെയ്യണം? 0 സ്റ്റാർട്ട് ചെയ്ത് അത് കൂടുന്ന രീതിയിൽ. മക്കളെ, സെറ്റ് അല്ലേ? ടേബിൾ ഉണ്ടാക്കാൻ ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വാല്യൂ കൊടുക്കാം. ഇത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടുപിടിക്കാൻ അറിയോ? മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യുന്നത് അല്ലെ? ഡിക്രീസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം എടുക്കുക അല്ലെ? ഡിക്രീസ് ചെയ്യുന്ന ശ്രദ്ധിക്കടാ അഭിജിത്ത് KS വീറ്റ് ആണ് ക്ലോത്ത് ആണ് ടീച്ചറെ? വീറ്റ് ആണ് കുറയുന്നത് അല്ലെ? 100 പിന്നെ 90 അങ്ങനെ പോവാ. വീറ്റ് ആണ് വീറ്റ് നമ്മള് 100 എന്നുള്ളത് 90. മക്കളെ, ഫസ്റ്റ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും? നില്ലായിരിക്കും. ഫസ്റ്റ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും ടീച്ചറെ? നില്ലായിരിക്കും. രണ്ടാമത് നമ്മൾ കണ്ടുപിടിക്കും വെയിറ്റ് കുറയുന്ന ഡിഫറൻസ് ആദ്യം എടുക്കാം. അപ്പൊ വെയിറ്റ് 100ൽ നിന്ന് 90 ആയില്ലേ? അപ്പൊ എത്ര ഡിഫറൻസ് വന്നേക്കണേ? 10 ആണ് ഡിഫറൻസ്. 10 ആണ്. ഇപ്പുറത്താണെങ്കിലോ 0 എന്നുള്ളത് എന്തായി മാറി? അത് 25 മാറി. 25 മാറി. അപ്പൊ അവിടുത്തെ ഡിഫറൻസ് എത്രയാ? 25. അപ്പൊ നമുക്ക് 10 ആണ് ആദ്യം കുറയുന്നത്, അതിന് നമ്മൾ 25 വെച്ച് ഡിവൈഡ് ചെയ്യാം. മകളെ, കുറയുന്നത് വേണം ആദ്യം മുകളിൽ എഴുതാൻ അല്ലെ? അപ്പൊ കുറയുന്ന ഡിഫറൻസ് വേണം മുകളിൽ എഴുതാൻ. അപ്പൊ ഇപ്പൊ 2 കോളം തരികയാണെങ്കിൽ ചിലപ്പോ കുറയുന്ന രണ്ടാമത്തെ കോളത്തിലാവാം. മനസ്സിലായോ? അപ്പൊ കുറയുന്നതിന് ഡിഫറൻസ് എപ്പോഴും നിങ്ങൾ എന്തായിട്ട് എഴുതണം? ന്യൂമറേറ്റർ ആയിട്ട് എഴുതണം. ക്ലിയർ ആണെങ്കിൽ ഈസി കാണിച്ചെല്ലാവരും? സെറ്റ് അല്ലേ? അപ്പൊ ഇവിടെ കുറയുന്ന വീറ്റ് അല്ലേ ടീച്ചറെ? 100ൽ നിന്ന് 90 ആയില്ലേ? അപ്പൊ എത്ര ഡിഫറൻസ്? 10. ഇവിടെ ക്ലോത്ത് ആണെങ്കിൽ 0 എന്നുള്ളത് 25. അപ്പൊ എത്ര ചേഞ്ച്? 25. അപ്പൊ 10/25 0.4 എന്ന് കിട്ടും. പിന്നെ റേഷ്യോയിലാണ് ഇതെങ്കിൽ 10:25 ചെയ്യാം. അടുത്തത് 90 എന്നുള്ളത് 70 ആയി. അപ്പൊ എത്ര ചേഞ്ച്? 90 എന്നുള്ളത് 70 ആണ്. 25 എന്നുള്ളത് 50 ആയി. അപ്പൊ എത്ര ചേഞ്ച്? 25. അപ്പൊ 20/25 അപ്പൊ 0.8. അടുത്ത 70 എന്നുള്ളത് 40 ആയി. അപ്പൊ എത്ര വരണേ? 30. 50 എന്നുള്ളത് 75 25 അല്ലെ? 30/25 1.2. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാണാനായിട്ട് മനസ്സിലായെങ്കിലും ഒന്ന് കൈവശം കാണിച്ച എല്ലാവരും? മനസ്സിലായോ? അതൊരു ഇക്വേഷൻ വ്യക്തമായിട്ട് ഡെൽറ്റ ലോസ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ
ഡെൽറ്റ ഡെൽറ്റ ഗെയിൻ. ഗെയിൻ ഓഫ് ലോസ് എന്ന് പറഞ്ഞാൽ കുറയാൻ നടത്താം. കുറയുമ്പോഴല്ലേ നമുക്ക് ലോസ് ഉണ്ടാവാം. അപ്പൊ കുറയുന്നതിന് ഡിഫറൻസിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? കൂടുന്നതിന് ഡിഫറൻസ് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താ നോക്കിയാലോ? പറഞ്ഞ എന്താണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അഡീഷണൽ യൂണിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി, ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഗുഡിന്റെ ഒരു യൂണിറ്റ് അവിടെ സാക്രിഫൈസ് ചെയ്യപ്പെടുവാണ്. അതിനെയാണ് നമ്മൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. യെസ്, വളരെ സിമ്പിൾ ആണ് മക്കളെ. ഇപ്പൊ ടീച്ചർ പറഞ്ഞു ഒരു അഡീഷണൽ ഗുഡ്. അപ്പൊ ഇവിടെ അഡീഷണൽ ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്ലോത്ത് ആണ് അല്ലെ? ക്ലോത്ത് ആണ് ഇവിടെ കൂടി വരുന്നത്. അപ്പൊ ക്ലോത്ത് ഒരു എക്സ്ട്രാ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നമ്മൾ എത്രത്തോളം സാക്രിഫൈസ് ചെയ്യുന്നു അതിന്റെ അളവിനെയാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. ക്ലിയർ ആണെങ്കിൽ ഒന്ന് എനർജറ്റിക് ആയിട്ട് കഴിച്ച് കാണിച്ച് എല്ലാവരും ഷാറായിട്ട് കഴിച്ച് കാണിച്ചേ. യെസ് മക്കളെ, ഇവിടെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇവിടെ കൂടി വരികയാണ് കുറഞ്ഞു വരികയാണ് ടീച്ചറെ? ഇവിടെ കൂടി വരുവാണ്. മക്കളെ, ഈ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നോക്കിക്കൊണ്ട് നമുക്ക് PPCയുടെ ഷേപ്പ് പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലെ? എങ്ങനെയാ നമുക്ക് നോക്കിയാലോ? മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇവിടെ കൂടി വരും. ആദ്യം 0.4 ആയിരുന്നു, 0.8 ആയി, പിന്നെ 1.2 ആയി, 3 ആയി, 5 ആയി, അങ്ങനെ കൂടി വരാം. അപ്പൊ ഇതിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും വരിക? PPC നമ്മൾ ഇത് വെച്ച് ഒരു PPC കർവ് വരച്ചാൽ അത് ഏത് ഷേപ്പിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാമോ? അറിയോ ആർക്കെങ്കിലും? അറിയാം, കുറെ പേർക്കൊക്കെ അറിയാം. ശ്രീലക്ഷ്മി അവിടെ വായ നടക്കുന്നുണ്ട്. ഇനി ആരാണ്? മേഖല പറയാം. മേഖല എന്താ ആൻസർ? ഇതെന്തൊരു സാധനം? ചോദ്യം മനസ്സിലായോ? സ്ലോപ്പല്ല ചോദിച്ചത്. എടാ നമ്മുടെ PPCയുടെ കർവ് വരയ്ക്കില്ലടാ. കർവ് വരയ്ക്കുമ്പോ അത് ഏത് ഷേപ്പിലായിരിക്കുന്നു? കോൺകേവ്. തട്ടിവിട്ടത് വെറുതെ. നമുക്ക് നോക്കാം. ടേബിൾ ഓക്കെ, ഇവിടെ നോക്കാം മക്കളെ. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കൂടുകയാണെങ്കിൽ അതിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? കോൺകേവ് ആയിരിക്കും. ഡിക്രീസ് ചെയ്യാണെങ്കിലോ? കോൺവെക്സ് ആയിരിക്കും. കോൺസ്റ്റന്റ് ആണെങ്കിലോ? സ്ട്രെയിറ്റ് ആയിരിക്കും. ക്ലിയർ ആണെങ്കിൽ കാണിച്ചേ. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മൾ വളരെ നല്ല രീതിയിലാണ് നമ്മൾ റിസോഴ്സുകളെ യൂട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ അത് എപ്പോഴും കോൺകേവ് ഷേപ്പിലായിരിക്കും. നല്ല ഒരു PPC കർവ് എപ്പോഴും കോൺകേവ് ഷേപ്പ് കേട്ടോ. അപ്പൊ നോർമലി നിങ്ങൾക്ക് ഒരു PPC ഷേപ്പ് കോൺകേവിൽ തന്നിട്ട് അതിൽ 3 പോയിന്റുകളൊക്കെ ചിലപ്പോൾ മാർക്ക് ചെയ്യാൻ വരാം. അതാണ് നമ്മൾ അടുത്ത ടോപ്പിക് പഠിക്കാൻ പോണേ കേട്ടോ. PPC വരയ്ക്കാൻ എല്ലാവർക്കും അറിയാമോ? ഉണ്ടോ? ക്വസ്റ്റ്യൻ ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. സാറേ കാണിച്ചോളൂ. പിന്നെ സാറേ ഈ PPC കർവിന്റെ സ്ലോപ്പ് ആണ് MOC എന്നും കൂടി ഒന്ന്. ഓക്കെ മക്കളെ, സ്ലോപ്പ് ഈസ് ഈക്വൽ ടു, അതായത് PPCയുടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇത് എന്തിന് ഈക്വൽ ആണ്? MOC ഈക്വൽ ആണ്. അപ്പൊ ഡെൽറ്റ ലോസ് ഓഫ് ഔട്ട്പുട്ട്, ആ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഡെൽറ്റ ഗെയിൻ ഓഫ് ഔട്ട്പുട്ട് കേട്ടോ. ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. അപ്പോ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ PPCയുടെ ആണ് ഇത്. PPCയുടെ സ്ലോപ്പ് കേട്ടോ. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അത് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാണാൻ ഇക്വേഷൻ അറിയാലോ? ഡെൽറ്റ ലോസ് ഡിവൈഡ് ബൈ ഡെൽറ്റ ഗെയിൻ. ലോസ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ ഗെയിൻ ഓഫ് ഔട്ട്പുട്ട് ആണ് കേട്ടോ. ഇനി നമുക്കൊരു PPC കർവ് തരികയാണ് മക്കളെ. ഇവിടെ നിങ്ങൾക്ക് ഈ 3 PPC കർവ് എന്നിട്ട് ഇവിടെ 3 പോയിന്റ് ചോദിക്കാം. ഇത് വേറെ രീതിയിൽ വരാട്ടോ മക്കളെ. ഇങ്ങനെയും വരാം, ഇങ്ങനെ വരാം. പക്ഷെ ഇത് ഒരിക്കലും PPC അല്ല കേട്ടോ. ഇങ്ങനെ 3 പോയിന്റ് വരുന്നത് PPC അല്ല. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. കോൺകേവ് ഷേപ്പിൽ വരുമ്പോഴാണ് നമുക്ക് എന്തായിട്ട് PPC കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതെന്താ സാധനം? ഇത് ഇൻഡിഫറൻസ് കർവ് ആണ്. തെറ്റിച്ച് കളയരുത് കേട്ടോ മക്കളെ. ഇവിടെ 3 പോയിന്റ് പഠിക്കാനായിട്ട് ഇവിടെ 3 പോയിന്റ് പഠിക്കാം. ഇൻഡിഫറൻസ് കർവ് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാം. പക്ഷെ രണ്ടും തമ്മിൽ മിക്സ് ആയി പോകരുത്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കഴിച്ച് കാണിച്ച എല്ലാവരും. യെസ്, അപ്പൊ PPC ആണെങ്കിൽ നമുക്കൊരു 3 പോയിന്റ് ഉണ്ടാവും. അതുള്ളിൽ ഇവിടെ ഗുഡ് 1 എന്നുണ്ടാവും, ഇവിടെ ഗുഡ് 2 എന്നുണ്ടാവും കേട്ടോ. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നമുക്ക് 3 പോയിന്റ് ഉണ്ട് മക്കളെ. 3 പോയിന്റില് നമ്മൾ ABC എന്ന് പറയുന്നില്ല. നമ്മൾ എന്താ പറയുന്നത്? ഉള്ളിലുള്ള പോയിന്റ്, PPCയിലുള്ള പോയിന്റ്, പുറത്തുള്ള പോയിന്റ്. കാരണം എന്താ അറിയോ? ചിലപ്പോ ചിലപ്പോ ഇവിടെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ തരാം. ഇവര് കാണാതെ പഠിക്കുക. A=efficient അങ്ങനെ പഠിക്കരുത്. മനസ്സിലായോ? ഇങ്ങനെ പഠിക്കുക. ഉള്ളിലുള്ള പോയിന്റ്, PPCയിലുള്ള പോയിന്റ്, പുറത്തുള്ള പോയിന്റ്. യെസ് മക്കളെ, PPCയിലുള്ള പോയിന്റ് ആദ്യം പറയാം അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ നല്ല രീതിയിൽ റിസോഴ്സുകൾ ഉപയോഗിച്ചാൽ നമുക്ക് കോൺകേവ് ഷേപ്പിൽ PPC കിട്ടുന്നു പറഞ്ഞു അല്ലെ? അപ്പൊ PPCയിലുള്ള പോയിന്റ് എന്തായിരിക്കും ടീച്ചറെ? PPCയിലുള്ള പോയിന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വിഭവങ്ങളും പൂർണ്ണമായി യൂസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഉൽപാദനത്തിന് സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ അതിനെ എന്ത് വിളിക്കും? ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അല്ലെങ്കിൽ എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് ആ ഒരു പോയിന്റ് കാണിക്കുക. അവിടെ ഫുള്ളർ എംപ്ലോയ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ റിസോഴ്സിന് പകരം എംപ്ലോയ്മെന്റ് എന്നും അണ്ടർ യൂട്ടിലൈസ് അങ്ങനെയും വരാം കേട്ടോ. അപ്പൊ ഫുൾ എംപ്ലോയ്മെന്റ് കണ്ടാൽ മോളെ പൈസ അവിടെ ശ്രദ്ധിക്കണ അല്ലെങ്കിൽ ഇറങ്ങിപ്പോ മക്കളെ. അപ്പൊ A എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? PPCയിലുള്ള പോയിന്റ് അല്ലേ? PPCയിലുള്ള പോയിന്റ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അഥവാ എഫിഷ്യന്റ്, കാര്യക്ഷമമായിട്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ ഫുൾ എംപ്ലോയ്മെന്റ് അല്ലെ? അത് ഓർത്ത് വെക്കുക.
അപ്പൊ PPC ഉള്ളിലോട്ട് പോയാലോ, ഇതിനെ കുറഞ്ഞ് വരികയാണെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? റിസോഴ്സുകൾ നമ്മൾ എന്ത് ചെയ്തില്ല, ഫുൾ ആയിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എഫിഷ്യന്റ് എന്ന് പറയാൻ പറ്റുമോ ടീച്ചറെ? ഇല്ല. അപ്പൊ അതിനെ എന്ത് വിളിക്കാം? ഇൻഎഫിഷ്യന്റ് അല്ലെങ്കിൽ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് അങ്ങനെ പറയാം. ക്ലിയർ ആണെങ്കിൽ കൈശി കാണിച്ച എല്ലാവരും വളരെ വ്യക്തമായി ടീച്ചർ പറഞ്ഞു, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സുകളിൽ നല്ല രീതിയിൽ ഫുൾ കപ്പാസിറ്റി ഉപയോഗിച്ചാൽ ഇങ്ങനെ കിട്ടും PPC അല്ലെ. അപ്പൊ PPC ഇതിൽ പുറത്തേക്ക് പോവില്ല ഒരിക്കലും. ഇനി PPC പുറത്തോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കയ്യിലുള്ള റിസോഴ്സിൽ എന്ത് വേണം? വിഭവങ്ങള് ഗ്രോത്ത് ഉണ്ടാവും. അതായത് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് മാത്രം പോരാ, ഇനി വേറെ റിസോഴ്സ് കൂടി കൊണ്ടുവന്നാലേ PPC പുറത്തോട്ട് പോകുള്ളൂ. അപ്പൊ റിസോഴ്സുകളിൽ വളർച്ച ഉണ്ടെങ്കിൽ മാത്രമേ PPC എന്താവുള്ളൂ, റൈറ്റിലോട്ട് പോകുള്ളൂ. ക്ലിയർ ആണ് ജയിച്ച് കാണിച്ച എല്ലാവരും? സെറ്റ് അല്ലേ? അപ്പൊ 3 പോയിന്റ് ഏതൊക്കെയാ? PPCയുടെ അകത്തുള്ള പോയിന്റ് ഏതാ കാതറിന്? PPCയുടെ അകത്തുള്ള പോയിന്റ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നൂടാ കാതറിൻ? PPCയുടെ അകത്തുള്ള പോയിന്റ് അണ്ടർ യൂട്ടിലൈസേഷൻ. PPCയിലുള്ള പോയിന്റോ? യെസ്, വെരി ഗുഡ്. അപ്പൊ പുറത്തുള്ള പോയിന്റോടാ? വെരി ഗുഡ്. വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഈ ടോപ്പിക് കഴിഞ്ഞു. ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എക്സാമിന്, ചിലപ്പോ ചോദിക്കാം അല്ലെ. നെക്സ്റ്റ് ടോപ്പിക് ആണ് മക്കളെ, ഉറപ്പായിട്ട് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഷുവർ ക്വസ്റ്റ്യൻ, ഇതിന് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരും. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോ. ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ വരും ഇല്ലേ? നമ്മുടെ ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസിനെ നമുക്ക് 3 ആയിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്യാം അല്ലെ. എക്കണോമിക്കിനെ നമുക്ക് 3 ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് 3 ആദ്യം പറയാം നമുക്ക്? ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ് എക്കോണമി ഉണ്ട്, അത് നമ്മൾ സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്ന് വിളിക്കും. പിന്നെ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി അഥവാ മാർക്കറ്റ് ഇക്കോണമി, പിന്നെ മിക്സഡ് ഇക്കോണമി. സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അറിയാം അത് എന്താണ്? ഗവൺമെന്റ് അല്ലെ, പബ്ലിക് സെക്ടർ ആണ് അവിടെ ഉണ്ടായിരിക്കും അല്ലെ, ഗവൺമെന്റ് ആയിരിക്കും. ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മുതലാളിത്തമാണ് അല്ലെ. അപ്പൊ മുതലാളിത്തം എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ആയിരിക്കും അവിടെ? അല്ല, പ്രൈവറ്റ് ആയിരിക്കും അല്ലെ. മകളെ ഇത് രണ്ടും പഠിച്ചാൽ മതി, പിന്നെ ഇത് ഓർമ്മ വരിയിൽ കിട്ടും. ഇത് രണ്ടും മിക്സ് ആക്കിയത് മകളെ. എക്സാമിന് എപ്പോഴും ഇത് 3 ചോദിക്കാറില്ല, 2 ചോദിക്കാറുള്ളൂ. 3 ചോദിച്ചാൽ ഇത് രണ്ട് മിക്സ്. അപ്പൊ പബ്ലിക് ഉണ്ട് ഇവിടെ, പ്രൈവറ്റ് ഉണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കണം, ഇത് 1 വേർഡിന് ചോദിക്കട്ടോ. ഈ സെക്കൻഡ് ഡിഫറൻസ് 1 മാർക്കിന് ചോദിക്കാറുണ്ട്. സോഷ്യലിസ്റ്റ് ഇക്കോണമിയില് നമ്മുടെ പ്രോബ്ലംസ് ഇല്ലേ, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഹൂം ടു പ്രൊഡ്യൂസ് ഒക്കെ ഇല്ലേ, ആ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്നത് ത്രൂ എന്ത് വഴിയാണ്? ഒരു പ്ലാനിംഗ് അതോറിറ്റി ഉണ്ടായിരിക്കും. യെസ് മകളെ, പ്ലാനിംഗ് അതോറിറ്റി. മാറിപ്പോവരുത്, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാം. പ്ലാനിംഗ് അതോറിറ്റി വഴിയാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. പക്ഷെ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിലാണെങ്കിലോ അവിടെ പ്രൈസ് മെക്കാനിസം ആണ് വർക്ക് ചെയ്യുന്നത്. പ്രൈസ് മെക്കാനിസത്തിലൂടെയാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. വാട്ട് ഈസ് പ്രൈസ് മെക്കാനിസം? ആർക്കെങ്കിലും പ്രൈസ് മെക്കാനിസം എന്താണെന്ന് അറിയാമോ? പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കെങ്കിലും അറിയോ? പ്രൈസ് മെക്കാനിസത്തിലൂടെയാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ഓർ മാർക്കറ്റ് ഇക്കോണമിയിൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. എന്താണ് ശ്രീലക്ഷ്മി പ്രൈസ് മെക്കാനിസം? On the base of demand. Very good, മിടുക്കി. അറിയാലല്ലോ. ഫുൾ പഠിച്ചിരിക്കാൻ തോന്നുന്നു. പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് പ്രൈസ് ഓൺ ദ ബേസിസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും ഫലമായിട്ട് പ്രൈസ് നിർണ്ണയിക്കുന്ന രീതിയാണ് പ്രൈസ് മെക്കാനിസം. ക്ലിയർ ആണോ? ക്ലിയർ ആണ് ജയിച്ച് കാണിച്ച എല്ലാവരും? സെറ്റല്ലടാ വൈഷ്ണവേ? ഇത് നമ്മുടെ മിക്സഡ് ഇക്കോണമിയിൽ അപ്പൊ എന്തുണ്ടാവും ടീച്ചറെ? മിക്സഡ് ഇക്കോണമിയിൽ അപ്പൊ 2 പേരും ഉണ്ടല്ലേ, അപ്പൊ അതുകൊണ്ട് പ്ലാനിംഗ് അതോറിറ്റി ഉണ്ടാവും, അവിടെ പ്രൈസ് മെക്കാനിസം ഉണ്ടാവും. അടുത്ത മക്കളെ, ഇവിടെ ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ അവിടെ മെയിൻ ലക്ഷ്യം എന്താണ്? സോഷ്യൽ വെൽഫെയർ, സാമൂഹ്യ ക്ഷേമമാണ് അല്ലെ. അതായത് സൊസൈറ്റിനെ എങ്ങനെയെങ്കിലും വെൽഫെയറിലേക്ക് എത്തിക്കുക എന്നാണ് ഗവൺമെന്റ് ആയതുകൊണ്ട് അവിടെ മെയിൻ ലക്ഷ്യം അതാണ് അല്ലെ. പക്ഷെ ഇവിടെ പ്രൈവറ്റിലെ സ്വകാര്യ വ്യക്തികളല്ലേ, അപ്പൊ അവർക്ക് എന്തായിരിക്കും മെയിൻ? അവർക്ക് ലാഭം ഉണ്ടാക്കലായിരിക്കും, പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും. അപ്പൊ മിക്സഡിലാണെങ്കിലോ? മിക്സഡിലാണെങ്കിൽ 2 ഉണ്ടാവും. ഗവൺമെന്റ് ഒരു സൈഡിൽ കൂടി വെൽഫെയർ നോക്കും, മറ്റു സൈഡിൽ കൂടി പ്രൈവറ്റുകാരെന്താ പ്രോഫിറ്റ് ഉണ്ടാവും. സിമ്പിൾ ആണ് മക്കളെ. ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കുക. മിക്സഡ് ഇക്കോണമി, ഇന്ത്യ പാകിസ്ഥാൻ ഒക്കെ മിക്സഡ് ഇക്കോണമി ആണ് കേട്ടോ. അപ്പൊ ഒന്ന് എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചു വെക്കുക എല്ലാവരും കേട്ടോ. അപ്പൊ അടുത്തതിലേക്ക് പോയാലോ? നെക്സ്റ്റ് ടോപ്പിക് ആണ് പോസിറ്റീവ് ഇക്കണോമിക്സ് ആൻഡ് നോർമേറ്റീവ് ഇക്കണോമിക്സ്. അപ്പൊ പോസിറ്റീവ് ഇക്കണോമിക്സ് നമുക്ക് സിമ്പിൾ പഠിക്കാം, 2 പോയിന്റ് പഠിക്കാനുള്ളൂ അല്ലെ. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പ്ലെയിൻ ദ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് അല്ലെ. ഒരു ക്വസ്റ്റ്യൻ എന്താണ് എന്ന് അനലൈസ് ചെയ്യുന്നതാണ് പോസിറ്റീവ് ഇക്കണോമിക്സ്. അപ്പൊ എന്ത് നോർമേറ്റീവ് ഇക്കണോമിക്സ്? നോർമേറ്റീവ് എന്ന് പറയുമ്പോൾ വാട്ട് ഓട്ട് ടു ബി ആണ്, എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ എന്താണ്, എന്തായിരിക്കണം.
അടുത്ത ഇവിടെ വാല്യൂ ജഡ്ജ്മെന്റ് നമുക്ക് മുൻകൂട്ടി എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അത് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. വാല്യൂ ജഡ്ജ്മെന്റ് അവിടെ ഇല്ല. ഇവിടെയാണെങ്കിലോ ഇവിടെ വാല്യൂ ജഡ്ജ്മെന്റ് പോസിബിൾ ആണ്. എന്തായിരിക്കണം എന്ന് പറഞ്ഞില്ല, അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം അത് എങ്ങനെയാകണം എന്ന്. അപ്പൊ നമുക്ക് മുൻകൂട്ടി എന്ത് ചെയ്യാൻ വേണ്ടി ജഡ്ജ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? ഇത് ചിലപ്പോൾ എക്സാമ്പിൾ വന്നിട്ട് ചിലപ്പോൾ പോസിറ്റീവ് ആണ് നോർമേറ്റീവ് ആണ് എഴുതാൻ വരാം കേട്ടോ. ജസ്റ്റ് എനിക്ക് തോന്നുന്നു ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബുക്കിൽ മറ്റേ വിജയകുമാറിന്റെ ബുക്കിൽ എന്തോ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് വായിച്ചു വിട്ടോളൂ നിങ്ങളത്. അപ്പൊ പോസിറ്റീവ് നോർമേറ്റീവ് ക്ലിയർ ആണെങ്കിൽ കാണിച്ച എല്ലാവരും മക്കളെ. ഇതിനകത്ത് മൈക്രോയും മാക്രോ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? മാക്രോയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പഠിക്കാം കേട്ടോ. ഗ്രൂപ്പ് ചെയ്യാനൊക്കെ ചോദിക്കും, മൈക്രോ ആണോ മാക്രോ ആണോ, മൈക്രോ എക്കണോമിക്സ് ഓൾസോ നോൺ ആസ് പ്രൈസ്, ഇതൊക്കെ പഠിക്കാനുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞില്ലേ ടീച്ചറെ? കഴിഞ്ഞു. ഇനി ഇതിനകത്ത് നമ്മുടെ PPC വരയ്ക്കണ ക്വസ്റ്റ്യൻ ഇതിനാണ് ഇട്ടേക്കണേ, അത് ലാസ്റ്റ് ആണ് ഇട്ടേക്കണേ. ഇത് കഴിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. എവിടെ ഇട്ടിട്ടുണ്ട്? ഇല്ല ഇല്ല, ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ? സാറെ കാണിച്ചോളൂ. ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് മക്കളെ. ഈ ക്വസ്റ്റ്യൻസിൽ ഉറപ്പായിട്ട് പഠിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ടോപ്പിക് ഇപ്പൊ നമ്മൾ പഠിച്ചു പോയ സെൻട്രൽ പ്രോബ്ലംസ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ PPC, പിന്നെ അതുപോലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, പിന്നെ ഫീച്ചേഴ്സ് ഓഫ് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, മാർക്കറ്റ് ഇക്കോണമി. മകളെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ കോസസ് നോക്കി വെച്ചോളൂ. ഇത് റിപ്പീറ്റഡ് ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞ ടീച്ചർ. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. കോസസ് കൂടി നോക്കി. ഇതിന്റെ അർത്ഥം ബാക്കിയുള്ളതൊന്നും പഠിക്കേണ്ടെന്നല്ല കേട്ടോ. ഇത് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കണം ടോപ്പിക്സ്. ഓക്കെ, നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? മക്കളെ ഈ ചാപ്റ്ററിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോ കാണിക്കുന്നത്. റൈറ്റ് ഇനി ടു ഫീച്ചേഴ്സ് ഓഫ് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി. നമുക്ക് ഒരാളെ വിളിച്ചാലോ? സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയുടെ ഏതെങ്കിലും രണ്ട് സവിശേഷതകൾ എന്ന് പറഞ്ഞാലും സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയുടെ ഏതെങ്കിലും ടു ഫീച്ചേഴ്സ് പറഞ്ഞ മോനെ പറയടാ. നീ അവിടെ വർത്താനം പറഞ്ഞിട്ട് അടുത്ത അർജുൻ. പോയിക്കോ, നീ പൊക്ക പറഞ്ഞ അർജുന്. വെരി ഗുഡ്. ഒരെണ്ണം പറഞ്ഞ രണ്ടെണ്ണം ചോദിച്ചാൽ രണ്ടെണ്ണം മാത്രം എഴുതിയാ പോരാ, മൂന്നെണ്ണം എഴുതിക്കോ. ഒരെണ്ണം തെറ്റിയാലും മാർക്ക് കിട്ടല്ലോ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റൻ അത് തന്നെയാണ് അല്ലെ. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സെൻട്രലി പ്ലാൻ ഇക്കോണമി, മാർക്കറ്റ് ഇക്കോണമി. ഇപ്പോൾ അർജുൻ പറഞ്ഞു സെൻട്രലി പ്ലാൻ ഇക്കോണമിയിൽ പബ്ലിക് ആണ്, അപ്പൊ മാർക്കറ്റിലോ? മാർക്കറ്റിൽ അപ്പൊ പ്രൈവറ്റ് ആയിരിക്കും. ഇവിടെ പ്ലാനിംഗ് അതോറിറ്റി ആണെങ്കിൽ അപ്പുറത്ത് പ്രൈസ് മെക്കാനിസം. ഇവിടെ പബ്ലിക് സോഷ്യൽ വെൽഫെയർ ആണെങ്കിൽ അപ്പുറത്ത് പ്രോഫിറ്റ് മോട്ടീവ്. ഇത്രയല്ല മക്കളെ. നെക്സ്റ്റ്, വാട്ട് ആർ ദി ബേസിക് പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി? യെസ്, ഇക്കോണമിയുടെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്? നമുക്ക് ആരെ വിളിക്കാം? ആൻസിറ്റ. വാട്ട് ആർ ദി ബേസിക് പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി? ഒരു ഷാറില്ലല്ലേ? എക്സാം എഴുതി വന്ന് തളർന്നിരിക്കാന്ന്. കൊറേ എഴുതിന്റെ സെക്കൻഡ് ലാംഗ്വേജ് അല്ലേ, കൊറേ വലിച്ചു വരെ ഇടാനുണ്ടാവല്ലേ. ഓക്കെ, അതാണ് ആദ്യം കേറിയിട്ട് ഇറങ്ങി പോയിട്ട് രണ്ടാമത് കയറിയത് അല്ലേ? ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് കിട്ടിയുള്ള ബേസിക് പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പോകാം. അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചോ? Draw the outline of a production possibility frontier and mark the following situation. കണ്ടോ, ഫുള്ളർ യൂട്ടിലൈസേഷൻ ഉണ്ട്, അണ്ടർ യൂട്ടിലൈസേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങളോട് പറഞ്ഞേക്കണേ ഒരു PPCയുടെ ഔട്ട്ലൈൻ വരയ്ക്കാനല്ലേ പറഞ്ഞ ടീച്ചറെ? ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരച്ചാൽ മതി. ഇങ്ങനെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് ഇവിടെ വേണമെങ്കിൽ ഗുഡ് എക്സ് എന്നോ ഗുഡ് വൺ എന്നോ വേണമെങ്കിൽ കൊടുക്കാം. ഗുഡ് വൺ, ഇവിടെ ഗുഡ് ടു. ഇവിടെ പറയുന്നുണ്ട് ഏതൊക്കെയാണ് മാർക്ക് ചെയ്യാൻ പറഞ്ഞേക്കണേ? ഒന്ന് ഫുള്ളർ യൂട്ടിലൈസേഷൻ ആണ്, പിന്നെ അണ്ടർ യൂട്ടിലൈസേഷൻ. ഫുള്ളർ യൂട്ടിലൈസേഷൻ എവിടെ വരിക? PPCയിൽ വരുന്നത്. അതുപോലെ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എഴുതി ഇവിടെ ആരോ ഇട്ടിട്ട് എഴുതാട്ടോ. ഇത് ഫുള്ളർ യൂട്ടിലൈസേഷൻ, ഇത് അണ്ടർ യൂട്ടിലൈസേഷൻ. നിങ്ങളുടെ ആരോ മാർക്ക് ഇട്ടിട്ട് അണ്ടർ യൂട്ടിലൈസേഷൻ. ക്ലിയർ ആണെങ്കിൽ ഈസി കാണിച്ചെല്ലാവരും സെറ്റ് ആണെങ്കിൽ അത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ? അടുത്ത PPC വരയ്ക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട് മക്കളെ. അപ്പൊ PPC വരയ്ക്കാൻ ചോദിക്കാൻ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എക്സ്പ്ലെയിൻ ദ എക്കണോമിക് പ്രോബ്ലം ഓഫ് എ സൊസൈറ്റി. അപ്പൊ നമുക്ക് അറിയില്ല എക്കണോമിക് പ്രോബ്ലം എന്താണെന്ന് അറിയാം. ഡ്രോ ദ PPC കർവ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഗിവൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത് അല്ലേ. തന്നിട്ടുള്ള ഷെഡ്യൂൾ ഉപയോഗിച്ച് ടേബിൾ ഉപയോഗിച്ച് എന്ത് വരയ്ക്കണം? PPC വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ PPC വരയ്ക്കണമെങ്കിൽ 2 ആക്സിസ് നേരത്തെ വരച്ച പോലെ തന്നെ ചെയ്യാം അല്ലെ. X ആക്സിസ്, Y ആക്സിസ് വരയ്ക്കണ്ട. ഓക്കെ, രണ്ട് ഗുഡ് ഉണ്ട്, വീറ്റ് ഉണ്ട്, മെഷീൻ. അപ്പൊ വീറ്റ് നമുക്ക് അടിയിൽ മാർക്ക് ചെയ്യാം, എക്സിൽ മാർക്ക് ചെയ്യാം. 0 to 5 വരെ ടീച്ചറെ. 0 ഉണ്ട്, 1 2 3 4
5. ഇനി മെഷീനിൽ എത്ര 15 വരെയാണ്. നമുക്ക് 3, 6, 9 കൊടുക്കാനുള്ള സ്പേസ് ഉണ്ടോ അവിടെ? അപ്പൊ അങ്ങനെ കൊടുക്കാം. 3, 6, 9, 12, 15. മക്കളെ ആദ്യത്തെ PPS പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എത്രയാ? 0യിൽ 15 മാർക്ക് ചെയ്യണം അല്ലെ? അപ്പൊ വീട്ടിൽ 0 എടുക്കണം, മെഷീനിൽ 15 എടുക്കണം. അപ്പൊ ഇവിടെ വരും കേട്ടോ. ഓക്കെ അല്ലെ? അടുത്തത് വീട്ടിൽ 1 എടുക്കുക, മെഷീനിൽ 14 എടുക്കുക. 14 നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ട് ഒരു ഏകദേശം മെഷർ ചെയ്യാം കേട്ടോ. അടുത്ത 2ഉം 12ഉം 2ഉം 12ഉം. അടുത്ത 3ഉം 9ഉം. അടുത്ത 4ഉം 5ഉം. അടുത്ത 5 ആൻഡ് 0. എക്സിൽ 5 അത് 0. ഇനി ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വരച്ചാൽ മതി മക്കളെ. അപ്പൊ നമുക്കൊരു PPC കർവ് കിട്ടും. മക്കളെ PPC കർവ് ക്ലിയർ ആണ്? കൈസി കാണിച്ച എല്ലാവരും. വേണമെങ്കിൽ നമുക്കിവിടെ ABCD കൊടുക്കാം കേട്ടോ. ഇത് A കൊടുക്കാം, ഇത് BC അങ്ങനെ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ഈ പോയിന്റ്സിന് വേണമെങ്കിൽ പേര് കൊടുക്കാം. മക്കളെ സെറ്റ് ആണ്? കൈസി കാണിച്ച എനർജറ്റിക് ആയിട്ട് നോക്കട്ടെ. ഉഷാറായിട്ട് കൈസി കാണിച്ച്. PPC വരയ്ക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എല്ലാവരും വരച്ച് പഠിക്കുക. വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ഇമാജിനറി ആയിട്ട് ഒരു ടേബിൾ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു ടേബിൾ വരച്ചിട്ട് PPC വരയ്ക്കാം കേട്ടോ. അതും വരാറുണ്ട് എക്സാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ വളരെ ഭംഗിയായി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോയാലോ? സെക്കൻഡ് ചാപ്റ്റർ ഏറ്റവും വലിയൊരു ചാപ്റ്റർ ആണ് അല്ലെ? മൈക്രോയിൽ സെക്കൻഡ് ചാപ്റ്ററും മാക്രോയിൽ സെക്കൻഡ് ചാപ്റ്റർ എന്താണ്? വലിയ ചാപ്റ്റർ. വെയിറ്റേജ് കൂടുതൽ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിന് വരും മക്കളെ. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാൻ നിൽക്കേണ്ട ഈ ചാപ്റ്റർ, കാരണം അത്രയും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. യെസ്, നമുക്ക് ആദ്യം ഇതിലെ യൂട്ടിലിറ്റി ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. വാട്ട് ഈസ് യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യന് നമുക്ക് കുറെ ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ? സോ ആ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തു തരാം, നിറവേറ്റാനുള്ള ഒരു വസ്തുവിന്റെ കഴിവിനെയാണ്, പവറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? യൂട്ടിലിറ്റി എന്ന് വിളിക്കുക. അത് മെഷർ ചെയ്യുന്നത് യൂട്ടിൽസ് എന്ന് പറയുന്ന മെഷർമെന്റിൽ. അപ്പൊ നമുക്ക് ഒരു ചായ കുടിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തി അല്ലെ, അതാണ് യൂട്ടിലിറ്റി. അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു മെഷർമെന്റിൽ നമ്മൾ യൂട്ടിൽസിലാണ് പറയാ കേട്ടോ. അപ്പൊ അതിന് യൂട്ടിലിറ്റി അളക്കാനായിട്ട് നമുക്ക് 2 രീതികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് 2 അപ്രോച്ചുകൾ? ഒന്ന് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആണ്, മറ്റേത് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആണ്. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ നമ്മൾ യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്നത് നമ്പറിലായിരിക്കും. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, അങ്ങനെ നമ്മൾ നമ്പറിലാണ് യൂട്ടിലിറ്റി അളക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആരാണ്? ആൽഫ്രഡ് മാർഷൽ. അപ്പൊ എന്താണ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്? ഓർഡിനൽ യൂട്ടിലിറ്റി പറയുന്നത് എന്താ? യൂട്ടിലിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, നമ്പർ രൂപത്തിൽ അളക്കാൻ സാധിക്കില്ല. പകരം എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? റാങ്ക് ചെയ്യാനേ പറ്റുള്ളൂ. നമ്മളുടെ മുൻഗണന, പ്രിഫറൻസ് ഉപയോഗിച്ചിട്ട് റാങ്ക് ചെയ്യാനേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. സെക്കൻഡ് റാങ്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ? യെസ്, അതിനെയാണ് നമ്മൾ ഓർഡിനൽ എന്ന് പറയാ. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാരാണ്? J.R. Hicks. J.R. Hicks ആണ് കേട്ടോ മക്കളെ, ഓർത്ത് വെക്കുക. കാർഡിനൽ കൊണ്ടുവന്ന ആരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. ഓർഡിനൽ കൊണ്ടുവന്ന ആളാണ്? J.R. Hicks ആണ്. ക്ലിയർ ആണ്? കാണിച്ച എല്ലാവരും. ഇത് നമ്പർ, ഇതാണ് റാങ്ക് കേട്ടോ. അടുത്ത നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി ഉണ്ട്, മാർജിനൽ യൂട്ടിലിറ്റി ഉണ്ട്. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ എന്താണെന്ന് അറിയാം സംഭവം? അതായത് നമ്മളിപ്പോ ഒരു 5 ആപ്പിൾ കഴിച്ചു അല്ലെ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ആപ്പിൾ കഴിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തി ഉണ്ട്, സെക്കൻഡ് ആപ്പിൾ കഴിക്കുമ്പോണ്ട്, തേർഡ് ആപ്പിൾ കഴിക്കുമ്പോ, അങ്ങനെ ഈ 5 ആപ്പിളിലും കൂടി മൊത്തം കിട്ടിയ സാറ്റിസ്ഫാക്ഷനെയാണ് എന്ത് പറയാ? ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയാം. ക്ലിയർ ആണ്? കാണിച്ച മക്കളെ, മൊത്തമായി നമുക്ക് കഴിക്കില്ലേ, കൺസ്യൂം ചെയ്യില്ലേ? അപ്പൊ ഒരു കൺസ്യൂമറിന് കിട്ടുന്ന മൊത്തം സാറ്റിസ്ഫാക്ഷൻ ആണ് ടോട്ടൽ യൂട്ടിലിറ്റി. നോക്കി, ഇറ്റ് ഈസ് എ ടോട്ടൽ എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ derived from consuming a given quantity of that commodity. മനസ്സിലായോ? നമുക്ക് തന്നിട്ടുള്ള ക്വാണ്ടിറ്റിയുടെ അളവ്, എത്രത്തോളം അളവിലാണോ നമുക്ക് കമ്മോഡിറ്റി തന്നിട്ടുള്ളത്, അത് എല്ലാതും കൂടി കഴിച്ച് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷന്റെ ആകെ തുകയാണ് എന്ത്? ടോട്ടൽ യൂട്ടിലിറ്റി. TU എന്ന് പറയാറുണ്ട് അല്ലെ? അപ്പൊ എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അവിടെ എന്താ കൺസ്യൂം ചെയ്തിട്ടുണ്ട് ഒരു കമോഡിറ്റി, അതിന്റെ ഒപ്പം എക്സ്ട്രാ ഒരു അഡീഷണൽ ആയിട്ട് നമ്മൾ 1 യൂണിറ്റും കൂടി നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് എന്താ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ മാറ്റം ഉണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കുക. സിമ്പിൾ ആയിട്ട് വരുന്നത് ആപ്പിളിന്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ? അതാണ് ഫസ്റ്റ് ആപ്പിൾ പറഞ്ഞു, സെക്കൻഡ് ആപ്പിൾ പറഞ്ഞു, തേർഡ് ആപ്പിൾ. ഫസ്റ്റ് ആപ്പിളിൽ നിന്നും എനിക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ 10 ആണെന്ന് കരുതാം. ഓക്കെ അല്ലേ മക്കളെ? ഒന്നാമത്തെ ആപ്പിൾ കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയ സംതൃപ്തി എത്രയാ? 10 ആണ്. രണ്ടാമത് കഴിച്ചപ്പോൾ എനിക്ക് 8 കിട്ടിയുള്ളൂ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു എക്സ്ട്രാ യൂണിറ്റ്, അതായത് ഒന്നാമത്തെ ആപ്പിൾ കഴിച്ചപ്പോൾ എനിക്ക് 10 അല്ലേ കിട്ടിയത്, രണ്ടാമത്തെ എക്സ്ട്രാ യൂണിറ്റ് ആപ്പിൾ കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയാ. ക്ലിയർ ആണ്? കാണിച്ച എല്ലാവരും.
അപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റി എങ്ങനെ കാണാം? ഈ 10 അതുപോലെ തന്നെ എഴുതാം. എന്നിട്ട് ഈ 10നോടൊപ്പം എന്ത് കൂട്ടണം? 18 കൂട്ടണം. ഓക്കെ അല്ലെ? ഇനിയിപ്പോ 7 ആണെങ്കിലോ 18 + 7 25. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി ആണ് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ അത് ടീച്ചർ പറഞ്ഞത് TU തന്നാൽ MU കാണാൻ എന്ത് ചെയ്താൽ ഡിഫറൻസ് എടുത്താൽ മതി. മനസ്സിലായോ? അപ്പൊ ആദ്യത്തെ നമ്മൾ 10 തന്നെ എഴുതാം. പിന്നെ 10 18 ആയില്ലേ മൊത്തം സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ MU എങ്ങനെ കാണാം? 18 - 10 എഴുതാൽ മതി. അപ്പൊ MU കിട്ടും. ക്ലിയർ ആണ് കൈശി കാണിച്ച മക്കളെ? ഈ മാർജിനൽ യൂട്ടിലിറ്റി കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലെ? മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു TUN - 1 അങ്ങനെ ഒരു ഇക്വേഷൻ അത് പഠിക്കാനായിട്ട് ചിലപ്പോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകും. അങ്ങനെ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. ആരെങ്കിലും അറിയോ ഇക്വേഷൻ? മാർജിനൽ യൂട്ടിലിറ്റി MU ഈസ് ഈക്വൽ ടു TU. ആർക്കെങ്കിലും അറിയില്ല? ഹാൻഡ് റൈസ് ചെയ്തേ. വിദ്യ അറിയോ? വിദ്യ ആലോചിച്ചെടുക്കാണ് അവിടെ നിന്ന് പറഞ്ഞിട്ട്. എവിടെ വിദ്യ അറിയോ? ഇല്ല, അറിയില്ല. ആർക്ക്? ഏഞ്ചലിന് അറിയാന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഏഞ്ചലെ പറയടാ. ഏഞ്ചലെ MU ഈസ് ഈക്വൽ ടു എന്താ ഒരു ഇക്വേഷൻ? ഏഞ്ചൽ റേഞ്ച് പോയി. കൗശികേ MU ഈസ് ഈക്വൽ ടു എന്താടാ? TU TUN - 1 അങ്ങനെയല്ലേ? പൈസക്ക് എല്ലാം അറിയാം ടീച്ചറെ. പൈസ പറയാന്ന ഇതാണോ -TUN - 1 ഇങ്ങനെയാണോ മകളെ? ഇത് പഠിച്ചു വെച്ചോട്ടാ. ചിലപ്പോ നിങ്ങൾ ബോധക്കെടുക്കുന്നത് കാണുമ്പോ എനിക്ക് എങ്ങനെ കാണണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ സിമ്പിൾ ആയിട്ട്. പക്ഷെ ഈ ഒരു ഇക്വേഷൻ പഠിച്ചോ എങ്ങനെ മാച്ച് ദ ഫോളോയിങ് വരുമൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാലോ. അപ്പൊ ഓർത്ത് വെക്കുക, MU കാണാനായിട്ട് TUN - TUN - 1. ക്ലിയർ ആണെങ്കിൽ കൈശി കാണിച്ച എല്ലാവരും സെറ്റ് ആണെങ്കിൽ എനർജറ്റിക് ആയിട്ട് കൈശി കാണിച്ച് നോക്കട്ടെ. അവന്റെ എനർജി ഒക്കെ പോയി തോന്നുന്നു. മകളൊന്നും എല്ലാവരും എഴുതിട്ട് ഓൾ സ്റ്റാൻഡ് ഇപ്പൊ എനർജി എടുത്തരാം. മക്കളെ ഒരു ടേബിളിൽ TU അവരുടെ 30 45 ആയില്ലേ? അപ്പൊ ഫസ്റ്റ് MU നില്ലായിരിക്കും. 30 45 ആയപ്പോ എത്ര ചേഞ്ച്? 15 ആണ് ചേഞ്ച്. അപ്പൊ അതാണ് രണ്ടാമത്തെ MU. അടുത്ത 45 55 ആയി. അപ്പൊ എത്ര ചേഞ്ച്? അപ്പൊ 10 ആണ് ചേഞ്ച്. അതാണ് നമ്മളുടെ മൂന്നാമത്തെ MU ആയിട്ട് എഴുതാം. മോളെ പൈസ ഇരുന്നോടാ. 55 48 ആയി. അപ്പൊ എത്ര ചേഞ്ച്? കുറയാ ചെയ്തത് അല്ലേ? അപ്പൊ നമ്മള് -7 കിട്ടും. അതുപോലെ 48 40 ആയി കുറഞ്ഞു. അപ്പൊ 40 48 കുറച്ചാൽ -8. ക്ലിയർ അല്ലേ? ഇതിന്റെ ഫിഗർ ശ്രദ്ധിക്കാൻ മക്കളെ. നമ്മള് TP ഒക്കെ വരയ്ക്കുന്ന പോലെ തന്നെയാണ്. TP ഒക്കെ വരയ്ക്കുന്ന പോലെ MU ഇങ്ങനെ ടോപ്പിലോട്ട് പോയിട്ട് എന്താ കുറയും. മാർജിനൽ ആണെങ്കിലോ ഇങ്ങനെ കുറയും. ഇതാവുമ്പോ കണ്ടില്ലേ? നമ്മള് TP MD പഠിക്കുന്ന പോലെ തന്നെ വരച്ചാൽ മതി. വേറെ ഒന്നുമില്ല. ക്ലിയർ ആണെങ്കിൽ കൈശി കാണിച്ച എല്ലാവരും ക്ലിയർ ആണോ? അതെ മക്കളെ, ഇതിനകത്ത് ഒരു ലോ പഠിക്കാനുണ്ട്. ഒരു ലോ ഉണ്ട് പഠിക്കാൻ. സിമ്പിൾ ലോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ലോ ആണ്. ഇപ്പൊ ആപ്പിളിന്റെ കാര്യം പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഓറഞ്ച് പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ സ്ട്രോബെറി പറഞ്ഞോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് സാധനം കഴിച്ചാലും നമുക്കറിയാം അത് ഇന്നുണ്ട് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ? അതായത് ഫസ്റ്റ് കഴിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തി ഒരിക്കലും സെക്കൻഡ് കഴിക്കുമ്പോൾ കിട്ടില്ല. തേർഡ് കഴിക്കുമ്പോഴോ ഒട്ടും കിട്ടില്ല. അങ്ങനെ കുറഞ്ഞു വരും. അത് എന്ത് സാധനമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് സാധനമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ ഇവിടെയും പറയുന്നത് എന്താണ്? ഈ ലോ ചോദിക്കാറുണ്ട് എക്സാമിന്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. When a consumer consumes more and more units of same commodity, his or her level of satisfaction goes on decreasing. കണ്ടോ? അതായത് ഒരു കൺസ്യൂമർ എന്ത് ചെയ്യാണ്? കൂടുതൽ ഒരേ സാധനം കഴിക്കുമ്പോൾ, കൺസ്യൂം ചെയ്യുമ്പോൾ അവളുടെ അല്ലെങ്കിൽ അവന്റെ സാറ്റിസ്ഫാക്ഷൻ എന്താവും? കുറഞ്ഞു തുടങ്ങും. കുറഞ്ഞു വരും. ഈ ലോയിനെ പറയുന്ന, ഈ നിയമത്തെ പറയുന്ന പേരാണ് ലോ ഓഫ് ഡിമിനിഷിംഗ്. അതായത് ഡിമിനിഷിംഗ് ഡിക്രീസ് ആവാം. മാർജിനൽ യൂട്ടിലിറ്റി. ക്ലിയർ ആണ് കൈശി കാണിച്ച മക്കളെ? എനർജറ്റിക് ആയിട്ട് കൈശി കാണിച്ച ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനിറ്റി ക്ലിയർ ആണോ? ഒന്ന് കൈശി കാണിച്ച്. ഒരേ സാധനം തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ സംതൃപ്തി കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പൊ നമ്മുടെ ആദ്യത്തെ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക് കഴിഞ്ഞു. സിമ്പിൾ ആണ്. യൂട്ടിലിറ്റിയിൽ എന്താന്ന് പഠിക്കുക? കാർഡിനൽ ഓർഡിനൽ പഠിക്കുക, TU പഠിക്കുക, MU പഠിക്കുക, ലോ പഠിക്കുക. ഇത്രയുള്ളൂ. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ബഡ്ജറ്റിന്റെ സെക്ഷനിലേക്ക് പോവാം അല്ലെ? ബഡ്ജറ്റിന്റെ സെക്ഷൻ നമ്മൾ ആദ്യം കൺസംഷൻ ബണ്ടിൽ. ഓക്കെ, എന്താണ്? ഇല്ല, കൺസംഷൻ ബണ്ടിൽ എന്താണ്? കൺസംഷൻ ബണ്ടിൽ എന്ന് പറഞ്ഞ ടീച്ചറെ? കൺസംഷൻ ബണ്ടിൽ എന്ന് പറയുമ്പോൾ ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ച് എന്താ വാങ്ങാൻ സാധിക്കുന്ന രണ്ട് ഗുഡ്സിന്റെ അളവുകളെ കാണിക്കുന്ന അളവുകളുടെ കോമ്പിനേഷൻ ആണ്. അതിനെയാണ് കൺസംഷൻ ബണ്ടിൽ എന്ന് വിളിക്കുക. മനസ്സിലായില്ലേ മക്കളെ? നമ്മളിപ്പോ ഏതൊരു രണ്ട് സാധനം വാങ്ങിയാലും അതിന്റെ അളവില്ലേ, അതാണ് കൺസംഷൻ ബണ്ടിൽ, വേറെ ഒന്നുമില്ല. അടുത്താണ് കൺസ്യൂമർ ബഡ്ജറ്റ് ആണ് അല്ലെ?
കൺസ്യൂമർ ബഡ്ജറ്റ് ഓർ മണി എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. ഇതൊരു കപ്പ് കേക്ക് ഇരുന്നോണ്ടിരിക്കുന്നത് അനാമിക ഈ തീറ്റയുടെ കാര്യം പറയുന്നത് ഓർമ്മ വന്നിരുന്നു. ഓക്കെ, കൺസ്യൂമർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു കടയിൽ പോയിട്ട് പൈസ കൊണ്ടുപോലും സാധനങ്ങൾ മേടിക്കാനായിട്ട്, അങ്ങനെ ഒരു കൺസ്യൂമറുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സ് വാങ്ങാനായിട്ട്, ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങാനായിട്ട് ഒരു കൺസ്യൂമറിന്റെ അവൈലബിൾ ആയിട്ടുള്ള ഇൻകത്തിനെയാണ്, വരുമാനത്തിനെ, മണീനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൺസ്യൂമർ ബഡ്ജറ്റ് എന്ന് വിളിക്കുക. മക്കളെ തെറ്റിപ്പോകരുത്. ഇത് ഏതെങ്കിലും രണ്ട് സാധനങ്ങളുടെ അളവാണ്, ഇത് കൺസ്യൂമറുടെ കയ്യിലുള്ള ഇൻകം ആണ്. അപ്പൊ ബഡ്ജറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് മീൻസ് ദ സെറ്റ് ഓഫ് ഓൾ കൺസംഷൻ ബണ്ടിൽസ് that a consumer can purchase given her or his income or and the price of goods. മക്കളെ, ഒരു ഉപഭോക്താവിന്റെ കയ്യിലുള്ള വരുമാനം ഉപയോഗിച്ച് എങ്ങനെയൊക്കെ അവർക്ക് സാധനങ്ങളും സേവനങ്ങളും ഏത് കോമ്പിനേഷനിലൊക്കെ വാങ്ങാൻ പറ്റും അല്ലെ, അങ്ങനെയുള്ള മൊത്തം കൂട്ടത്തിനെയാണ് എന്ത് വിളിക്കുക? ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയാം. ക്ലിയർ ആണ് കഴിച്ച് കാണിച്ച മക്കളെ? വ്യത്യാസം മനസ്സിലായോ? കൺസംഷൻ ബണ്ടിലുകളുടെ ഒരു കൂട്ടമാണ് കേട്ടോ ബഡ്ജറ്റ് സെറ്റ്. കൺസംഷൻ ബണ്ടിൽ പറഞ്ഞാൽ ഏത് രണ്ട് സാധനങ്ങളുടെയും വെറുതെ ഒരു കോമ്പിനേഷൻ. മനസ്സിലായി? ഇപ്പൊ 2, 3, 5, 8 അങ്ങനെ ഇഷ്ടമുള്ള പോലെ ഇടാം. അതാണ് കൺസംഷൻ ബണ്ടിൽ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ വരുമാനത്തിന് അല്ലെ, നമ്മുടെ വരുമാനത്തിന് ഉള്ളിലോ അല്ലെങ്കിൽ വരുമാനത്തിന് തുല്യമായിട്ടോ വരുന്ന എല്ലാ കൺസംഷൻ ബണ്ടിലും എന്താണ്? ബഡ്ജറ്റ് സെറ്റ്. സെറ്റ് അല്ലേ മക്കളെ? സെറ്റാണ് കഴിച്ചു എല്ലാവരും നോക്കട്ടെ. ഇനി ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ, ബഡ്ജറ്റ് കൺസ്ട്രെയിൻ നമുക്ക് നോക്കാം. സാറേ കാണിച്ചോളൂ. ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കണം മക്കളെ. P1x1 plus P2x2 less than or equal to M. എന്താണ് കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ? കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു പരിമിതി എന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്കൊരു പരിമിതി ഉണ്ട്. കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്കൊരു പരിമിതി ഉണ്ട്. എന്താണ് പരിമിതി? നമ്മുടെ വരുമാനത്തിന് തുല്യമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിനേക്കാൾ കുറവോ നമുക്ക് വാങ്ങാൻ പറ്റില്ല. ഒരിക്കലും കൂടുതൽ വാങ്ങാൻ പറ്റില്ല. അതായത് തുല്യമായിട്ടോ അല്ലെങ്കിൽ കുറവോ. ഈ എം എന്ന് പറയുന്ന കൺസ്യൂമർ ബഡ്ജറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ പൈസ നമ്മളിപ്പോ 50 രൂപയെ കൊണ്ട് പോകണമെങ്കിൽ 50 എന്ന് പറയുന്നതാണ് നമ്മുടെ ബഡ്ജറ്റ് അല്ലെ. അപ്പൊ 50 രൂപയ്ക്ക് തുല്യമായിട്ട് വാങ്ങാം, അല്ലെങ്കിലോ അതിനേക്കാൾ കുറവ്. ഒരിക്കലും അതിൽ കൂടുതൽ വാങ്ങാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഒരു പരിമിതി ഉണ്ട്. അതിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ പരിമിതി എന്താ? ആ കടയിൽ പോകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള വരുമാനം, ആ സാധനങ്ങളുടെ വില, ഇതൊക്കെയാണ് പരിമിതി. അപ്പൊ കൺസ്ട്രെയിന്റുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ഏതൊക്കെ നമുക്ക് എഴുതാം? ഇവിടെ നമ്മൾ 2 ഗുഡ്സിന്റെ കേസ് ആയത് കാരണം ഗുഡ് 1ന്റെ പ്രൈസ് P1, അതുപോലെ രണ്ടാമത്തെ ഗുഡിന്റെ പ്രൈസ് P2, പിന്നെ നമ്മളെ കൺസ്യൂമർ ബഡ്ജറ്റ് വരുമാനം M. ക്ലിയർ ആണെങ്കിൽ കാണിച്ച മക്കളെ? സെറ്റ് ആണെങ്കിൽ കാണിച്ചേ. യെസ്. അപ്പൊ P1 എന്ന് പറഞ്ഞ ഒന്നാമത്തെ സാധനത്തിന്റെ വില, X1 എന്ന് പറഞ്ഞ ഒന്നാമത്തെ സാധനത്തിന്റെ ക്വാണ്ടിറ്റി, P2 എന്ന് പറഞ്ഞാലോ പ്രൈസ് ഓഫ് ഗുഡ് 2 രണ്ടാമത്തെ ഗുഡിന്റെ വില, X2 എന്ന് പറഞ്ഞാൽ അതിന്റെ അളവ്, രണ്ടാമത്തെ ഗുഡിന്റെ അളവ്, എന്ന് പറഞ്ഞ കയ്യിലുള്ള വരുമാനം. ക്ലിയർ ആണെങ്കിൽ കാണിച്ച മക്കളെ? സെറ്റ് ആണെങ്കിൽ യെസ്. മക്കളെ, ഇവിടെ കൺസ്ട്രെയിന്റിന്റെ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ലേ, ഇത് അങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ ഈക്വൽ ടു കൊടുത്താൽ എന്തായി? അത് ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആയി. സിമ്പിൾ അല്ലേ? തരം കാണിച്ചു. അപ്പൊ ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ മാറിപ്പോരുത്. അപ്പൊ ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഇവിടെ ഈക്വൽ ടു ആണ്. ഈക്വൽ ടു എന്ന് പറഞ്ഞ എന്താ? എമ്മിന് തുല്യമായിട്ട് അല്ലെ, നമ്മുടെ കയ്യിലുള്ള വരുമാനത്തിന് തുല്യമായിട്ട് വാങ്ങാൻ കഴിയുന്ന ബണ്ടിലുകളെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ബഡ്ജറ്റ് ലൈൻ. സിമ്പിൾ അല്ലേ മക്കളെ? ഇവിടെ ഈക്വൽ ടു വന്നു അല്ലെ. അപ്പൊ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള വരുമാനത്തിൽ നമ്മൾ 50 രൂപ കൊണ്ട് പോണെങ്കിൽ 50 രൂപയ്ക്ക് നമുക്ക് എങ്ങനെയൊക്കെ 2 സാധനങ്ങൾ വാങ്ങാം, അതിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ബഡ്ജറ്റ് ലൈൻ. ക്ലിയർ ആണ് കഴിച്ച് കാണിച്ച എല്ലാവരും? അപ്പൊ വാട്ട് ഈസ് ബഡ്ജറ്റ് ലൈൻ? ഇറ്റ് ഈസ് എ ലൈൻ joining all the consumption bundles in which the consumer spend his entire income is known as budget line അല്ലെ. ഒരു കൺസ്യൂമറിന്റെ കയ്യിലുള്ള വരുമാനം അദ്ദേഹം മുഴുവനായിട്ട് ഉപയോഗിച്ച് വാങ്ങാൻ കഴിയുന്ന കൺസംഷൻ ബണ്ടിലുകളെ മാത്രം ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? ഒന്ന് സ്റ്റാർ ആയിട്ട് കൈ വീശി കാണിച്ച്, 2 കൈ വീശി കാണിച്ച് നോക്കട്ടെ. മക്കളെ, ഈ ഇക്വേഷൻ പഠിക്കുക. ചിലപ്പോൾ SA ക്വസ്റ്റ്യൻ വരാം, 8 മാർക്കിന് SA ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. P1x1 plus P2x2 equal to എന്താണ്? M ആണ്. ഹൊറിസോണ്ടൽ കാണുന്ന ഇക്വേഷന്റെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണാൻ വേണ്ടി കൺസ്യൂമറുടെ ബഡ്ജറ്റിലെ M ഡിവൈഡഡ് ബൈ P1 ചെയ്താൽ മതി. അപ്പൊ P1 ഫോർ ഹൊറിസോണ്ടൽ. അപ്പൊ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കാണാനോ? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കാണാൻ M ഡിവൈഡഡ് ബൈ P2 ആണ് ഉപയോഗിക്കുക. മാറിപ്പോരുത്. P1 ഹൊറിസോണ്ടൽ, P2 വെർട്ടിക്കൽ ആണ് കേട്ടോ. സ്ലോപ്പ് കാണാൻ നെഗറ്റീവ് P1 ബൈ P2. മക്കളെ, ഈ 4 ഇക്വേഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് 8 മാർക്കിന്റെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ ആണെങ്കിൽ വിശദീകരിക്കുന്ന ഇക്വേഷൻസ് ക്ലിയർ ആണെങ്കിൽ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ P1x1 plus P2x2 equal to M, horizontal intercept M by P1, vertical intercept M by P2, slope is equal to negative P1 by P2. അപ്പൊ പ്രൈസ് റേഷ്യോ ചോദിച്ചാലും ഈ സ്ലോപ്പ് തന്നെ പറയാനുള്ളൂ അല്ലെ. പ്രൈസ് റേഷ്യോ എന്ന് ചോദിച്ചാലും ഈ സ്ലോപ്പ് തന്നെയാണ് കേട്ടോ. സ്ലോപ്പ് തന്നെയാണ്.
എന്താണ് ശ്രീജിത്തിന് ഡൗട്ട് ഉണ്ടോ? ശ്രീജിത്ത് എന്താ കമന്റ് ചെയ്താണോ വേറെ ഫോൺ യൂസ് ചെയ്യുന്നതാണോ? ഫോൺ യൂസ് എന്തുവാടാ? ഓക്കേടാ, ഓക്കെ. യെസ് മകളെ ഫിഗർ കണ്ടില്ലേ നിങ്ങള്? ഗുഡ് എക്സ് ഉണ്ട്, ഗുഡ് വൈ ഉണ്ട്. അപ്പൊ ഇവിടെ ഈക്വൽ ടു എമ്മിന് തുല്യമായിട്ട് വരയ്ക്കുന്ന ലൈനുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ബഡ്ജറ്റ് ലൈൻ കേട്ടോ. ഇനി അടുത്തത് ഈ ബഡ്ജറ്റ് ലൈന് മാറ്റങ്ങൾ സംഭവിക്കാം. സാറേ കാണിച്ചോളൂ. നോക്കാം മക്കളെ. when the income of the consumer changes. മക്കളെ നമ്മളൊരു 50 രൂപയാണ് ഒരു കൺസ്യൂമറിന്റെ കയ്യിലുള്ള വരുമാനം എന്ന് കരുതുക. ആ 50 എന്നുള്ളത് എന്തായി? 100 കൂടി അല്ലെ? അപ്പൊ ഇൻകം കൂടുമ്പോൾ ബഡ്ജറ്റ് ലൈൻ എന്ത് സംഭവിക്കാം? അതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് കേസ് എന്താണ്? ഇപ്പൊ ഞാൻ പറഞ്ഞ കേസ് 50 രൂപ എന്നുള്ളത് എത്രയായി? 100 കൂടി. 100 കൂടി. അപ്പൊ ഇൻകം കൂടി. അപ്പൊ ഇൻകം കൂടുമ്പോൾ എങ്ങനെ നിങ്ങൾ പ്രോബ്ലം ചെയ്താലും ബഡ്ജറ്റ് ലൈൻ എങ്ങോട്ടാ പോവാ? ബഡ്ജറ്റ് ലൈൻ മുകളിലേക്ക് അപ്വേർഡ് ആയിട്ട് പാരലൽ ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. മക്കളെ ക്ലിയർ അല്ലേ? അതായത് സമാന്തരമായിട്ട് ബഡ്ജറ്റ് ലൈൻ എന്ത് ചെയ്യും? റൈറ്റിലോട്ട് അപ്വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എപ്പോഴാണ്? ഇൻകം കൂടുമ്പോൾ. അപ്പൊ ഇൻകം കുറയുന്നത് സിമ്പിൾ അല്ലേ? ഇൻകം 50 രൂപയിൽ നിന്ന് 30 രൂപയായിട്ട് കുറഞ്ഞു. അപ്പൊ ഒരു ഉപഭോക്താവിന് കയ്യിലുള്ള വരുമാനം 50 ആയിരുന്നില്ലേ? ഇപ്പൊ 30 ആയിട്ട് ഡിക്രീസ് ചെയ്താൽ ബഡ്ജറ്റ് ലൈൻ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾ വരയ്ക്കുന്ന ബഡ്ജറ്റ് ലൈൻ ഉള്ളിലേക്ക് ഡൗൺവേർഡ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും, പാരലൽ ആയിട്ട്. അപ്പൊ സമാന്തരമായിട്ട് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഇതിലേക്ക് ചിലപ്പോൾ ചോദിക്കും 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടോ കേട്ടോ. അപ്പൊ നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഇൻകം കൂടിയാൽ ബഡ്ജറ്റ് ലൈൻ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇൻകം കുറഞ്ഞാൽ ബഡ്ജറ്റ് ലൈൻ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ക്ലിയർ ആണെങ്കിൽ കാണിച്ചേ. ഇനി വരാൻ ചാൻസ് ഉള്ള ചേഞ്ച് എന്താണ്? ഗുഡിന്റെ പ്രൈസിൽ മാറ്റം സംഭവിക്കും. സാറേ കാണിച്ചു. ഗുഡിന്റെ പ്രൈസിൽ മാറ്റം എങ്ങനെയൊക്കെ സംഭവിക്കാം? ഒന്നില്ലെങ്കിൽ ഒന്നാമത്തെ ഗുഡിന്റെ വില എന്താവാം? ഒന്നാമത്തെ ഗുഡിന്റെ വില കൂടിയാൽ ബഡ്ജറ്റ് ലൈൻ എന്താ സംഭവിക്കുക? ബഡ്ജറ്റ് ലൈൻ ഈ എക്സ് ആക്സിന്റെ ഭാഗമില്ലേ, അവിടെയാണ് ഷിഫ്റ്റ് ഉണ്ടാവട്ടെ, അത് ഉള്ളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോ ഗുഡ് വണ്ണിന്റെ വില കൂടിയാൽ ഉള്ളിലോട്ട് എന്ത് ചെയ്യും? കുറയും. ഷിഫ്റ്റ് എക്സ് ആക്സിൽ മാത്രം അല്ലെ? ഇനി ഗുഡ് വണ്ണ് കൂടിയാലോ? ഗുഡ് വണ്ണ് കൂടിയാൽ നേരെ ഓപ്പോസിറ്റ്, അതായത് പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ താഴെ ഗുഡ് വൺ എന്ന് പറഞ്ഞ എക്സ് അല്ലേ മക്കളെ? അപ്പൊ എക്സിന്റെ അവിടെ മാത്രമേ ചേഞ്ച് വരില്ല. അങ്ങനെ പഠിച്ചിരിക്കുക. മനസ്സിലായില്ലേ? ഗുഡ് വൺ എന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ വരിക? ഒന്നാമത്തെ ഗുഡ് അല്ലേ? അപ്പൊ എക്സിൽ മാത്രം എന്ത് ചെയ്യും? ഗുഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കുറയാൻ പഠിച്ചിരിക്കുക. കൂടാണെങ്കിൽ ഗുഡിന്റെ വില കൂടാണെങ്കിൽ പുറത്തോട്ട്, ഉള്ളിലോട്ട്. ഇനി ഗുഡിന്റെ ഒന്നാമത്തെ ഗുഡിന്റെ വില കുറയാണെങ്കിലോ അത് റൈറ്റിലോട്ട്. സെറ്റ് ആണ് കേസ് കാണിച്ച് നോക്കട്ടെ. ഇനി ഗുഡ് ടു ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലോ ഇവിടെ പറഞ്ഞ ഉള്ളിലോട്ടല്ലേ? അപ്പൊ വൈ ആക്സിസ് എന്തുവരും? ഉള്ളിലോട്ട്. ഇനി ഗുഡ് ടു ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പുറത്തോട്ടല്ലേ വന്നേ? അപ്പൊ മുകളിലോട്ട് പോകും. ക്ലിയർ ആണ് കേസ് കാണിച്ച എല്ലാവരും? അപ്പൊ ഗുഡ് വണ്ണ് എക്സ് ആക്സിൽ മാത്രമേ ചേഞ്ച് വരുള്ളൂ. ഗുഡ് ടു ആണെങ്കിലോ വൈ ആക്സിസിൽ മാത്രമാണ് ചേഞ്ച് വരാം. സെറ്റ് ആണെങ്കിൽ കാണിച്ച എല്ലാവരും നോക്കട്ടെ. നെക്സ്റ്റ് ടോപ്പിക് ആണ് മക്കളെ മോണോടോണിക് പ്രിഫറൻസ്. ഇതൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല ഇപ്പോഴും, എന്നാലും പറയാൻ പറ്റൂല, വരാം. അപ്പൊ എന്താണ് മോണോടോണിക് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ടീച്ചർ പറഞ്ഞു? മോണോടോണിക് പ്രിഫറൻസ് എന്താണെന്ന് നോക്കാം. കൺസ്യൂമേഴ്സ് പ്രിഫറൻസസ് ആർ സെഡ് ടു ബി മോണോടോണിക് if and only if between any two consumption bundle the consumer prefers the bundle which has more of at least one of the goods and no less of the other goods. അതായത് ഒരു കൺസ്യൂമറുടെ മുന്നിൽ 2 കൺസംഷൻ ബണ്ടിൽ ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ ആ 2 കൺസംഷൻ ബണ്ടിൽ വെച്ച് നോക്കുമ്പോൾ ഒരു കൺസംഷൻ ബണ്ടിലിൽ ഒരു ഗുഡിന്റെ ഒരു യൂണിറ്റ് കൂടുതൽ മറ്റേ ഗുഡിന്റെ ഒരു യൂണിറ്റ് കുറവുമല്ലാത്ത കൺസംഷൻ ബണ്ടിലായിരിക്കും ആ കൺസ്യൂമർ ചൂസ് ചെയ്യുക അല്ലെ? സോ അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അങ്ങനെ പ്രിഫർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് വിളിക്കും? മോണോടോണിക് പ്രിഫറൻസ് എന്ന് വിളിക്കും. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, അത് നോക്കി നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. 2 ബണ്ടിൽ കൊടുത്തിട്ടുണ്ട് മക്കളെ. 5, 4 അതായത് ഒന്നാമത്തെ കൂടെ 5 യൂണിറ്റ്, രണ്ടാമത്തെ കൂടെ 4 ഉണ്ട് അല്ലെ? അത് 5 ചിക്കൻ ബിരിയാണി 4 മട്ടൻ ബിരിയാണി കൊണ്ടുവച്ചു അല്ലെ? അതുപോലെ 4 എന്താണ് ചിക്കൻ ബിരിയാണി 4 മട്ടൻ ബിരിയാണി. അപ്പൊ നിങ്ങൾ ഏതാ ചൂസ് ചെയ്യാതെ? നിങ്ങൾ പറഞ്ഞു കൂടുതൽ അളവിലുള്ളതില്ലേ ചൂസ് ചെയ്യാം. 2 ജസ്റ്റ് കൂട്ടി നോക്കിയാൽ മതി അല്ലെ? അപ്പൊ 5 + 4 എത്ര വരണേ? 5 + 4 കൂട്ടുമ്പോൾ നമുക്ക് ഇവിടെ എത്ര വരണേ ടീച്ചറെ? 9 വരുന്നുണ്ട്. പക്ഷെ ഇവിടെയാണെങ്കിൽ 4 + 4 എത്രയാ? 8. മക്കൾ അപ്പൊ ഏറ്റവും കൂടുതൽ അളവിൽ ഏതാ വരണേ? ഇതല്ലേ കൂടുതൽ അളവിൽ വരണേ? അപ്പൊ ഇത് ചൂസ് ചെയ്തിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ചൂസ് ചെയ്യുള്ളൂ അല്ലെ? അപ്പൊ പ്രിഫറൻസ് ഏത് കൂടുതൽ? ഇത് പ്രിഫറൻസ് ചെയ്തിട്ടേ നമ്മൾ ഇത് പ്രിഫർ ചെയ്യും. അപ്പൊ ഇതാണ് മോണോടോണിക് പ്രിഫറൻസ്. ഇനി നമുക്ക് കറക്റ്റ് പ്രിഫർ ചെയ്യാൻ പറ്റില്ല ചില ബണ്ടിലുകൾ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പ്രിഫറൻസ് നമുക്ക് എന്ത് വിളിക്കാം? നോൺ മോണോടോണിക് പ്രിഫറൻസ്. ഇവിടെ നോക്കിയിട്ട് ഇവിടെ കൂട്ടി നോക്കി 5 + 4 എത്ര ടീച്ചറെ? 9 ആണ്. 6 + 3 എത്രയാ? അതും 9 ആണ്. അപ്പൊ 2 സെയിം ആണല്ലേ? അപ്പൊ നമുക്ക് ഇതിൽ ഏതാണ് ആദ്യം ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ആദ്യം പ്രിഫർ ചെയ്യാൻ? അപ്പൊ അങ്ങനെയുള്ള ബണ്ടിലാണ് നോൺ മോണോടോണിക്. ക്ലിയർ ആണ് ഗൈസ്? കാണിച്ചേ. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഇൻഡിഫറൻസ് കർവ്.
ഇൻഡിഫറൻസ് കർവ് എപ്പോഴും കോൺവെക്സ് ഷേപ്പിലാണ് കേട്ടോ മക്കളെ. മറ്റേത് എന്താ കോൺകേവ് ആണ്. ഏത് PPC. ഇത് കോൺവെക്സ് ആണ്. അപ്പൊ ഇറ്റ് ഈസ് എ കർവ് ഇതിന് വേറൊരു പേരില്ലേ, എന്താ പ്രൊഡക്ഷൻ അല്ല, ഇത് കൺസംഷൻ ഇൻഡിഫറൻസ്, അത് മറ്റേതിനാണുള്ളത്. മാറിപ്പോയത് കൺസംഷൻ കർവാണ് കേട്ടോ, കൺസംഷൻ കർവാണ്. അപ്പൊ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഇത് ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആർക്കെങ്കിലും അറിയാമോ? ഇൻഡിഫറൻസ് കർവ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ, ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഇൻഡിഫറൻസ് കർവ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുടെ പേര് അറിയാമോ? എക്കണോമിസ്റ്റ് ആരാണ്? ഇൻഡിഫറൻസ് കർവ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആരാണ്? ആർക്കറിയില്ലേ മക്കളെ? അറിയാമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഇൻഡിഫറൻസ് കർവ് ആർ ഇൻട്രൊഡ്യൂസ് ചെയ്തേ? ആർക്കറിയില്ല? ആർക്കറിയില്ലേ? അപ്പൊ ഒരു ബ്രേക്കിൽ നമുക്കൊരു ടാസ്ക് കൊടുക്കാം, കണ്ടുപിടിക്കാൻ. ആഡം സ്മിത്ത് അല്ല, ആഡം സ്മിത്ത് അല്ല അഭിനന്ദേ, ആഡം സ്മിത്ത് അല്ല. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. വെള്ളം കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയണ്ടല്ലേ മകളെ? കണ്ടുപിടിക്കുക, ബ്രേക്കിൽ കണ്ടുപിടിച്ചിട്ട്. അപ്പൊ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കർവ് joining all the consumption bundle between which the consumers are indifferent and get the same level of satisfaction. അല്ലെ? ഇൻഡിഫറന്റ് ആയ കൺസ്യൂമറിന് ഒരേ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കൺസംഷൻ ബണ്ടിലുകളെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന കർവാണ് ഇൻഡിഫറൻസ് കർവ്. അപ്പൊ കൺസ്യൂമർ ഇൻഡിഫറന്റ് ആയിരിക്കും, പക്ഷെ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മനസ്സിലായ മക്കളെ? അതായത് പല പല കൺസ്യൂമറിനും ഒരേ സംതൃപ്തി കിട്ടുന്ന ബണ്ടിലുകളെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന കർവാണ് ഇൻഡിഫറൻസ് കർവ്. ക്ലിയർ ആണ്? കൈവശി കാണിച്ച എല്ലാവരും അല്ല, എഡ്ജ്വർത്തും അല്ല മക്കളെ. സെറ്റ് അല്ല ഇൻഡിഫറൻസ് കർവ്. ഇനി ഇവിടെ ഒരു 3 പോയിന്റ് ചോദിക്കാം. സാറി കാണിച്ചോളൂ. ഇവിടെ ഒരു 3 പോയിന്റ് ഉണ്ട്. ഇത് മാറിപ്പോവരുത്. ഇൻഡിഫറൻസ് കർവിലുള്ള പോയിന്റ് ആണെങ്കിൽ അതെന്താണ്? ഇൻഡിഫറന്റ് ബണ്ടിലാണ്. ഇൻഡിഫറൻസ് കർവിലെ ബണ്ടിൽ ഏതാണ്? ഇൻഡിഫറന്റ് ബണ്ടിൽ. യെസ്. അതിനുള്ളിൽ വന്നാലോ ഇൻഫീരിയർ, തരം താഴ്ന്ന ഗുഡ്സ്. ഇൻഫീരിയർ തരം താഴ്ന്നല്ലേ? അപ്പൊ ഇൻഫീരിയർ ബണ്ടില്. പുറത്ത് വന്നാലോ നമ്മൾ പ്രിഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് പ്രിഫേർഡ് ബണ്ടിലാണ്. ഓർ സുപ്പീരിയർ ബണ്ടിൽ എന്നും പറയാറുണ്ട്. മനസ്സിലായി കൈസി കാണിച്ച മക്കളെ? അപ്പൊ 3 ബണ്ടിൽ ഉണ്ട്. ഇൻഡിഫറൻസ് കർവിലാണെങ്കിൽ ഇൻഡിഫറന്റ് ബണ്ടില്, ഉള്ളിലുള്ളതാണെങ്കിൽ ഇൻഫീരിയർ ബണ്ടില്, പുറത്തുള്ളതാണെങ്കിലോ പ്രിഫേർഡ് ബണ്ടിൽ ഓർ സുപ്പീരിയർ ബണ്ടിൽ. ക്ലിയർ ആണെങ്കിൽ എനർജറ്റിക് ആയിട്ട് കൈസി കാണിച്ചേ. അടുത്ത ഇൻഡിഫറൻസ് മാപ്പ് ആണ്. ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഇൻഡിഫറൻസ് കർവിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയും. അപ്പൊ ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ്, ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവ് അല്ലേ? ഒരു കൂട്ടം ഇൻഡിഫറൻസ് കർവിനെ ഒരുമിച്ച് ഒരു ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ എന്തായത്? ഇൻഡിഫറൻസ് മാപ്പ് ആയി. അപ്പൊ വെറുതെ ഒരു 3 എണ്ണം അങ്ങനെ വരച്ചാൽ മതി കേട്ടോ. IC1, IC2, IC3 സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ ആണ് കൈവശം കാണിച്ചേ. ഈ ഇൻഡിഫറൻസ് കർവുകളുടെ സവിശേഷതകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോപ്പർട്ടീസ് ചോദിക്കാറുണ്ട്. 8 മാർക്കിലൊക്കെ ചിലപ്പോൾ വരും. അത് മാത്രമായിട്ടല്ല, കൺസ്യൂമർ സീക്വൽ മിക്സ് ആയിട്ട് നമുക്ക് നോക്കാം. പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിന് മാത്രമുള്ള സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് ഒറിജിനിൽ നോക്കി കഴിഞ്ഞാൽ എന്ത് ഷേപ്പിലാണ്? കോൺവെക്സ് ഷേപ്പിലാണ്. ഇറ്റ് ഈസ് കോൺവെക്സ് ടു ദി ഒറിജിൻ. ഫ്രാൻസിസ് അല്ല അഭിനന്ദൻ, ഫ്രാൻസിസ് ഒന്നല്ല. JR ഹിക്സ് എന്ന് പറയുന്നുണ്ട് അല്ലെ? ശ്രീലക്ഷ്മി JR ഹിക്സ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. യെസ്, ഇറ്റ് ഈസ് കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്. ഇത് കോൺവെക്സ് ഷേപ്പിലായിരിക്കും PPC കർവ്. 2, ഇറ്റ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്നല്ലേ നമ്മൾ താഴോട്ട് ഇങ്ങനെ വരയ്ക്കാം. അപ്പൊ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ടാണ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് അല്ലെ? മൂന്നാമത്തെ പോയിന്റോ, പിന്നെ ഒരു ഇൻഡിഫറൻസ് കർവ് തമ്മിൽ എന്താണ്? അത് ഇന്റർസെക്ട് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല, ടച്ച് ചെയ്യില്ല. കൂട്ടിമുട്ട നിങ്ങൾ കണ്ടില്ല, ഇങ്ങനെയല്ലേ പോയത് അല്ലെ? അപ്പൊ ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടില്ല. പിന്നെ നമ്മളൊരു IC കർവ് വരയ്ക്കുമ്പോൾ ഏറ്റവും മുകളിൽ നിൽക്കുന്ന IC കർവിനായിരിക്കും എന്ത് കിട്ടുക? ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി കിട്ടുക. അപ്പൊ ഹയർ ഇൻഡിഫറൻസ് കർവ് ഹാവ് ഹൈ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. സെറ്റ് ആണെങ്കിൽ IC കാണിച്ച മക്കളെ. അപ്പൊ 4 പോയിന്റ് നന്നായി ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും കിട്ടും. ഇത് പഠിച്ചാൽ വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഐസോകോണ്ടും ഏകദേശം സെയിം ആണ് കേട്ടോ. പ്രോപ്പർട്ടീസ് ഓഫ് ഐസോകോണ്ടും ഏകദേശം സെയിം ആണ്. അവിടെ സാറ്റിസ്ഫാക്ഷന് പകരം പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നുള്ള ഒരു മീനിങ് മാത്രമേ ഉള്ളൂ. ബാക്കി ഏകദേശം സെയിം ആണ് അല്ലെ? നമുക്ക് നോക്കാം. ഒരു ടോപ്പിക് കഴിഞ്ഞ് നമ്മുടെ പകുതിയായി ചാപ്റ്ററിന്റെ. അത് കഴിഞ്ഞ് നമുക്ക് ബ്രേക്ക് തരാം. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കേട്ടോ. MRT എന്ന് വരാറുണ്ട്. മാർജിനൽ റേറ്റ് ഓഫ് MRTS ആണ്, മാർജിനൽ ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ വരാറുണ്ട് കേട്ടോ. MRTS കേട്ടോ. അങ്ങനെ കാണുമ്പോൾ തലകറങ്ങി വീഴണ്ട. അത് സെയിം തന്നെയാ. ടെക്നിക്കൽ എന്ന വാക്കും കൂടെ ചേർത്താൽ മതി. അപ്പൊ എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ?
മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ MOC പറഞ്ഞില്ലേ, അതേപോലത്തെ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. നമ്മൾ ഒരു ഗുഡിന്റെ ഒരു എക്സ്ട്രാ ഒരു യൂണിറ്റും കൂടി നമ്മൾ എന്താ ചെയ്യുക, കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ മറ്റേ ഗുഡിന്റെ കുറച്ച് യൂണിറ്റ് വേണ്ടാന്ന് വെക്കുവാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, MRS എന്ന് വിളിക്കുക. ഏകദേശം മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പോലെ അല്ലെ. അപ്പൊ അവിടുത്തെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലെ, അതേപോലെ തന്നെ ഇവിടുത്തെ സ്ലോപ്പ് നമുക്ക് പറഞ്ഞു PPCയുടെ സ്ലോപ്പ് ആണ് MOC എന്ന് പറഞ്ഞു. അതെ. അപ്പൊ നമ്മുടെ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്തായിരിക്കും ഇവിടെ, MRS ആണ്. സെറ്റ് ആണ് കേസ് കാണിച്ച മക്കളെ. ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണോ? സെറ്റ് ആണെങ്കിൽ നേരെ കേസ് കാണിച്ച് നോക്കട്ടെ. കൈവിശിക്കെല്ലാരും ബ്രേക്ക് വേണോ? ബ്രേക്ക് വേണമെങ്കിൽ കേസ് കാണിച്ചേ. അവർക്ക് ബ്രേക്ക് വേണ്ടെന്ന് പറയണം. ഷാർലറ്റ്. ഓക്കെ, ഒരു 10 മിനിറ്റ് ബ്രേക്ക് കൊടുത്തേക്കാം. പറയാം, വെള്ളം കുടിച്ച് ഉഷാറായിട്ട് വരിക കേട്ടോ. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റിലേക്ക് പോകാം. 8 മാർക്കിന് വരാൻ ചാൻസ് ഉള്ളത് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് ചോദിക്കണമെന്നില്ല, ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാം. ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ എന്ന് ചോദിക്കും. Yes, both are same. A consumer's equilibrium is that point at which the budget line is tangent to the indifference curve ആണ് അല്ലെ. അതായത് ബഡ്ജറ്റ് ലൈൻ ഇൻഡിഫറൻസ് കർവിനോട് ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്, നമ്മളുടെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കേട്ടോ മക്കളെ. വളരെ സിമ്പിൾ ആയിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. നമ്മുടെ ഇതുപോലെ അങ്ങനെ വരച്ചാൽ മതി. നിങ്ങൾ അങ്ങനെ വരയ്ക്കുക, ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക, എന്നിട്ട് നമ്മൾ ഒരു ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെ വരയ്ക്കുക. ഒരെണ്ണം അടിക്കോടെ വരയ്ക്കുക, ഒരെണ്ണം ടച്ച് ചെയ്തിട്ട് വരയ്ക്കുക, പിന്നെ മുകളിലായിട്ട്. ഇങ്ങനെയുള്ള സിമ്പിൾ ആണ്. ഇത് IC1, ഇത് IC2, ഇത് IC3. ഇതിലെ നടുക്കത്തെ ഇൻഡിഫറൻസ് കർവിൽ കൂട്ടിമുട്ടില്ലേ, അതാണ് ഈക്വിലിബ്രിയം കേട്ടോ. ഓക്കെ ആണെങ്കിൽ കൈസി കാണിച്ചു കാണിച്ചേ. അപ്പൊ നമുക്ക് ഇതിൽ നോക്കി ഇൻഡിഫറൻസ് കർവ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അപ്പൊ എന്താണ് ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ലൈൻ. ഇതാണ് ബഡ്ജറ്റ് ലൈൻ. AB എന്ന് പറയുന്നതാണ് ബഡ്ജറ്റ് ലൈൻ. ഈ AB എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈൻ എന്ത് ചെയ്യുന്നു, ഇൻഡിഫറൻസ് കർവിനോട് ടച്ച് ചെയ്യാണ് അല്ലെ. അവിടെ 3 പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലെ. സിയിലും ടച്ച് ചെയ്യുന്നുണ്ട്, ഡിയിലും ടച്ച് ചെയ്യുന്നുണ്ട്, ഇയിലും ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതാ ഈക്വിലിബ്രിയം? E ആണ്. എന്തുകൊണ്ട് സിയും ഡിയും ആയില്ല നമുക്ക് നോക്കാം. അപ്പൊ അതൊരു കാര്യം നിങ്ങൾ പഠിച്ചു വെക്കാം. അതായത് ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ വെറുതെ ടച്ച് ചെയ്യുന്ന പോയിന്റ് മാത്രമല്ല, പിന്നെയോ അവിടെ നമുക്ക് എന്ത് കിട്ടണം, മാക്സിമം സാറ്റിസ്ഫാക്ഷനും കിട്ടണം. അങ്ങനെ പഠിച്ചു വെക്കാം. A consumer's equilibrium is that point at which the budget line is tangent to the indifference curve and get a maximum level of satisfaction. അങ്ങനെ കൂടി എഴുതിക്കോട്ടോ. മാക്സിമം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ക്ലിയർ ആണ് കേസ് കാണിച്ച എല്ലാവരും? യെസ്. അപ്പൊ ഈ 3 പോയിന്റുകളിൽ സി എന്ന് പറയുന്ന പോയിന്റ്, ഇ എന്ന് പറയുന്ന പോയിന്റ്, ഡി, ഇതിൽ ഈ 3 പോയിന്റുകൾ ഏറ്റവും മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എവിടെ കിട്ടുക ടീച്ചറെ? ഇ എന്ന് പറഞ്ഞ പോയിന്റിലാണ്. എന്തുകൊണ്ടാണ് ഇ എന്ന് പറയുന്ന പോയിന്റിൽ സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ കിട്ടുന്നത്? അതിന് കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹയർ ഇൻഡിഫറൻസ് കർവ് ആണെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കും അല്ലേ. അപ്പൊ IC1 വെച്ച് നോക്കുമ്പോ IC2 അല്ലേ ഹയർ ഇൻഡിഫറൻസ് കർവ്. സോ അവിടെ ആയിരിക്കും നമുക്ക് കൂടുതൽ സംതൃപ്തി കിട്ടുക. കാരണം സി എന്ന് പറയുന്ന പോയിന്റ്, ഡി എന്ന് പറയുന്ന പോയിന്റ് IC1 മനസ്സിലായോ? ഇ ആണ് IC2 അല്ലേ. അപ്പൊ ടീച്ചർ പറഞ്ഞു മുകളിൽ നിനക്ക് ഇൻഡിഫറൻസ് കർവിനായിരിക്കും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ, IC3ക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കൂടെയെന്ന്. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നില്ല, ബഡ്ജറ്റ് ലൈൻ താഴെയാണ് അതിന്റെ ടച്ച് ചെയ്യുന്നില്ല. നമുക്ക് അതിനുള്ള ബഡ്ജറ്റ് ഇല്ല കയ്യിൽ. ക്ലിയർ ആണെങ്കിൽ കൈസി കാണിച്ച എല്ലാവരും. അപ്പൊ അതിന് എക്സ്പ്ലനേഷൻ കാണിച്ചത് സാറെ കാണിച്ച എക്സ്പ്ലനേഷൻ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താണ്. ഇൻ ദ ഡയഗ്രം AB is the budget line, IC1, IC2, IC3 are the three indifference curve. E is the equilibrium point. The point C യും D യും എന്തല്ല, അത് ഇക്വിലിബ്രിയം പോയിന്റ് അല്ല. കാരണം C യും D എവിടെയാ, IC1 ആണ്. Consumer will get a more satisfaction of indifference curve IC2 than IC1. IC1 കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ എവിടെ കിട്ടും, IC2 കിട്ടും. അതുകൊണ്ട് IC2 ഉള്ള E എന്ന് പറയുന്ന പോയിന്റ് ആണ് ഈക്വിലിബ്രിയം. ഓക്കേ അല്ലേ. ഇനി IC3 അതിനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെങ്കിലും but he or she cannot go to the bundle on IC3 as his budget doesn't allow to do. അല്ലേ, അത്രയും ബഡ്ജറ്റ് കയ്യിലില്ല. ഇത്ര രീതിയാ മതി. നമ്മൾ 8 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ, അപ്പൊ 8 മാർക്കിന് ചോദിക്കുമ്പോൾ ഇത്രയല്ല ചോദിക്കുക, ചിലപ്പോ ബഡ്ജറ്റ് മറ്റേ ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടി കൂടി രണ്ടും കൂടി കമ്പൈൻ ചെയ്തായിരിക്കും 8 മാർക്കിന് ചോദിക്കുക കേട്ടോ. ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസും കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. അപ്പൊ ഈക്വിലിബ്രിയം ഇത് ഫുൾ എഴുതണം കേട്ടോ. ഓക്കെ ആണെങ്കിൽ കാണിച്ചെല്ലാവരും. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഡിമാൻഡ് ആണ്. വാട്ട് ഈസ് ഡിമാൻഡ്? എന്താണ് ഡിമാൻഡ് എന്ന് പറഞ്ഞത്? ഡിമാൻഡ് എന്താണ് വെച്ചിട്ട്, ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു പേ ഫോർ എ കമോഡിറ്റി. ഒരു കമോഡിറ്റി നമ്മൾ വാങ്ങാൻ വേണ്ടി ഒരു വ്യക്തി എത്രത്തോളം വില്ലിംഗ് ആണോ, പൈസ കൊടുക്കാൻ എത്രത്തോളം വില്ലിംഗ് ആണോ അല്ലെങ്കിൽ ഏബിൾ ആണോ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡിമാൻഡ് എന്ന് പറയുക. അപ്പൊ ഒരു കമോഡിറ്റിയുടെ ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സച്ചിനെ കൊള്ളാം. അടുത്ത ക്വസ്റ്റിലേക്ക് പോ.
ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയും ചോദിക്കാം. അഥവാ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്നും ചോദിക്കാം. നമുക്കറിയാം ഏതൊരു വസ്തുവിന്റെയും ഡിമാൻഡ് സ്വാധീനിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് ഇത്, ആ വസ്തുവിന്റെ തന്നെ വില, ഓൺ പ്രൈസ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം എന്ത് സംഭവിക്കും, വില കൂടുമ്പോൾ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യാം. നമുക്കറിയാം അപ്പൊ ഡിമാൻഡ് എഫക്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ ഫാക്ടർ അല്ലേ പ്രൈസ് എന്ന് പറഞ്ഞാൽ. അത് നിങ്ങൾ അത് എഴുതിയിരിക്കുക, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ ഡിമാൻഡ് താഴോട്ട് പോകും, പ്രൈസ് താഴോട്ട് പോകുമ്പോൾ ഡിമാൻഡ് സെറ്റ് ആണെങ്കിൽ വീശിക്കണം. ഒന്നാമത്തെ ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ ആണ് മക്കളെ പ്രൈസ് ഓഫ് അതർ റിലേറ്റഡ് ഗുഡ്സ്. മക്കളെ അതർ റിലേറ്റഡ് ഗുഡ്സിന് നമുക്ക് എത്രയും തരംതിരിക്കാം, രണ്ടായിട്ട് തരംതിരിക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെന്ററി ഗുഡ്സും ആണ്. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പകരം വെക്കുക എന്നർത്ഥം. അവിടെ ഈ പ്രൈസും ഡിമാൻഡും നമ്മുടെ റിലേഷൻഷിപ്പ് പ്രത്യേകം പഠിക്കാം മക്കളെ. അതായത് ഒരു എക്സാമ്പിൾ എന്താണ്, ടീ ആൻഡ് കോഫി പഠിച്ചു വെക്കുക. ചായയും കാപ്പിയും. ചായയുടെ വില കൂടുമ്പോൾ കോഫിയുടെ ഡിമാൻഡ് കൂടും. ഓക്കെ അല്ലെ? അപ്പൊ പ്രൈസും ഡിമാൻഡും തമ്മിൽ പോസിറ്റീവ് റിലേഷൻ ആണെങ്കിൽ അത്തരം സാധനങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് വിളിക്കാം. മനസ്സിലായ മക്കളെ? അപ്പൊ ഒരു സാധനത്തിന്റെ ഒരു വസ്തുവിന്റെ വില കൂടിയപ്പോൾ മറ്റൊരു വസ്തുവിന്റെ ഡിമാൻഡ് കൂടിയാൽ അത്തരം സാധനങ്ങളാണ് പ്രതിസ്ഥാപന വസ്തുക്കൾ അല്ലേ? അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. ക്ലിയർ ആണ് കാണിച്ച മക്കളെ? നേരെ തിരിച്ചു വരാം കേട്ടോ. അതായത് ഒരു സാധനത്തിന്റെ വില കുറഞ്ഞപ്പോൾ മറ്റൊരു സാധനത്തിന്റെ ഡിമാൻഡ് കുറയുകയാണെങ്കിൽ അവിടെയും പോസിറ്റീവ് അല്ലേ? രണ്ടും ഒരേ ഡയറക്ഷനിലാണ് അല്ലെ? അതിനെ പോസിറ്റീവ് എന്ന് പറയും. അപ്പൊ അതും എന്താണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. ചായ കാപ്പിയാണ് എക്സാമ്പിൾ. ചായ കാപ്പി പറയാം, ഡിഫറെന്റ് ടൈപ്സ് വെജിറ്റബിൾ പറയാം, ഫ്രൂട്ട്സ് പറയാം, ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആണ് കേട്ടോ. ഇനി ചിലപ്പോ എക്സാമ്പിൾ ചെയ്താൽ വരില്ലേ? എക്സാമ്പിൾ ചോദിക്കാം. ഇനി കോംപ്ലിമെന്ററി. കോംപ്ലി എന്ന് പറഞ്ഞാൽ ജോയിൻലി ആണ് കേട്ടോ മക്കള്. ജോയിൻലി കണ്ടാല് അല്ലെങ്കിൽ ഒരുമിച്ച് ടുഗെദർ ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ഏതൊരു കുട്ടി ചോദിച്ചിരുന്നു അല്ലെ? മഞ്ച് ആൻഡ് പെർക്ക്. അപ്പൊ ജോയിൻലി യൂസ് ചെയ്യുന്ന ഗുഡ്സ് ഏതാ? ഒരുമിച്ച് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഗുഡ്സ് ആണ് ഏത് ടീച്ചറെ? കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവയുടെ പ്രൈസും ഡിമാൻഡും റിലേഷൻ ഉണ്ടാവല്ലോ. അപ്പൊ ഒന്നിന്റെ പ്രൈസ് കൂടുമ്പോൾ മറ്റേതിന്റെ ഡിമാൻഡ് കുറയാണ് ചെയ്യുക. അല്ലെങ്കിൽ പ്രൈസ് കുറയുമ്പോൾ മറ്റേതിന്റെ ഡിമാൻഡ് കൂടുകയാണെങ്കിൽ അത്തരം സാധനങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് വിളിക്കാം. പെട്രോൾ ആൻഡ് വെഹിക്കിൾസ്, അതുപോലെ തന്നെ ഇങ്ക് ആൻഡ് പെൻ. നമുക്ക് ഇവിടെ ഇങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് പേന തെളിയുള്ളൂ. അപ്പൊ ഇങ്ക് ആൻഡ് പെൻ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഗുഡ്സ് ആണ് കോംപ്ലിമെന്ററി ഗുഡ്സ്. ക്ലിയർ ആണ് ഗൈസ്? കാണിച്ച എല്ലാവരും ഇത് വെച്ചായിരിക്കും ചോദിക്കാം, റിലേഷൻ വെച്ചായിരിക്കും ചോദിക്കാം, പഠിച്ചു വെക്കാം. അപ്പൊ നമ്മുടെ ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന മൂന്നാമത്തെ ഫാക്ടറിലോട്ട് പോകാം. തേർഡ് ഫാക്ടർ ഏതാ? ഇൻകം ഓഫ് ദ കൺസ്യൂമർ ആണ് മക്കളെ. ഓൺ ദ ബേസിസ് ഓഫ് ഇൻകം, ഇൻകത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഗുഡിന് വീണ്ടും എന്ത് ചെയ്യാം? രണ്ടായിട്ട് തിരിക്കാം. നോർമൽ ഗുഡ്സും ഇൻഫീരിയർ ഗുഡ്സും കേട്ടോ മക്കളെ. ഓൺ ദ ബേസ് ഓഫ് ഇൻകം ആണ്, ഇവിടെ പ്രൈസ് അല്ല, ഇൻകം ആണ്. ഇൻകം കൂടുമ്പോൾ, ഇൻകം ആണ് മക്കളെ, പ്രൈസ് അല്ല. ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുകയാണെങ്കിൽ അത്തരം ഗുഡ് ഏതാണ്? ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുകയാണെങ്കിൽ പോസിറ്റീവ് റിലേഷൻ ആണെങ്കിൽ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്ന ഏതാണ്? നോർമൽ ഗുഡ്സിന്റെ കേസ് ആണ് കേട്ടോ. അതുപോലെ ഇൻകം കുറയുമ്പോൾ ഡിമാൻഡ് കുറയുകയാണെങ്കിൽ നോർമലാ. രണ്ടും ഒരേ ഡയറക്ഷൻ ആണ്. ഇൻകവും ഡിമാൻഡും ആണ് കേട്ടോ, പ്രൈസ് അല്ല. ഇൻകം ഡിമാൻഡ് ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ ശ്രീജിത്തെ അത് നോർമൽ ഗുഡ് ആണ്. ഇനി വിപരീത ദിശയിലാണെങ്കിലോ, ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയോ ഇൻകം കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയോ ചെയ്താൽ അത് തരം താഴ്ന്ന ഗുഡ്സ്, ഇൻഫീരിയർ ഗുഡ്സ് ആണ്. ക്ലിയർ ആണ്? കഴിച്ച് കാണിച്ചേ. ഇവാനെ ഫോൺ യൂസ് ചെയ്യലട മോനെ, ഇറങ്ങിപ്പോക്കോ നീ ആണെങ്കിൽ. ചിരിച്ചിരുന്നോ? ഫോണിൽ ഓരോ മെസ്സേജ് ഒക്കെ വായിച്ചിരുന്നു. നോർമൽ ഗുഡിന് എക്സാമ്പിൾ നമുക്ക് എല്ലാ ഗുഡ്സും നോർമൽ ഗുഡ് ആണല്ലേ? പ്രൈസ് പറയാം, എന്ത് വേണമെങ്കിലും നമുക്ക് നോർമൽ ഗുഡിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇൻഫീരിയർ ഗുഡ് എന്ന് പറഞ്ഞാൽ ലോ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളൊക്കെ ഇൻഫീരിയർ ഗുഡ് ആണ്. ഓക്കെ ആണ്? കഴിച്ച് കാണിച്ച എല്ലാവരും. ഇത് നമ്മുടെ ഡിമാൻഡ് എഫക്ട് നാലാമത്തെ ഫാക്ടർ ആണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. നമുക്കറിയാം ഓരോ ഉപഭോക്താവിന് ചില ടേസ്റ്റുകൾ ഉണ്ട് അല്ലേ? അപ്പൊ അവിടെ എത്ര പ്രൈസ് കൂടിയാലും അവിടെ ഡിമാൻഡ് ഉണ്ടാവും. അതെ, പ്രിഫറൻസ് ഉണ്ടെങ്കിൽ ഡിമാൻഡ് ഉണ്ടാവും അല്ലെ? ചില ആളുകളുണ്ട് ചില കമ്പനിയുടെ മാത്രം പ്രൊഡക്റ്റ് യൂസ് ചെയ്യുള്ളൂ അല്ലെ? ഇതുപോലെ നൈക്കിന്റെ കമ്പനി മാത്രം യൂസ് ചെയ്ത് അവരുടെ ടേസ്റ്റ് ആണ്. അപ്പൊ നൈക്കിന് എത്ര പ്രൈസ് കൂടിയാലും അവർ നൈക്കിന് മേടിക്കില്ലേ? ഡിമാൻഡ് ഉണ്ടാവും. നൈക്ക് എന്ന് പറയുന്ന ആ പ്രൊഡക്റ്റിന്, നൈക്കിന്റെ ഏതൊരു പ്രൊഡക്റ്റിന് അവിടെ ഡിമാൻഡ് ഉണ്ടാവും. അതാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. പിന്നെ ക്ലൈമറ്റ് അല്ലെ? ക്ലൈമറ്റ് വരുമ്പോൾ ചില സാധനങ്ങൾക്ക് ഡിമാൻഡ് കൂടും. ഇപ്പൊ റെയിനി സീസണിൽ അംബർലാസിന് ഡിമാൻഡ് കൂടാ. അതുപോലെ ഫാഷൻ മാറുമ്പോൾ ഡിമാൻഡ് കൂടാ. പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയസിൽ വസ്തുക്കൾക്ക് എന്തായിരിക്കും ഡിമാൻഡ് കൂടുതലായിരിക്കും. അപ്പൊ ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന ഒരു 6 ഫാക്ടർ ഉണ്ട്. ഒരു മിനിമം ഒരു 4 ഉണ്ടെങ്കിലും പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ ആണ്? കേസ് കാണിച്ച എല്ലാവരും. അതാണ് ഡിമാൻഡ് ഫംഗ്ഷൻ. വാട്ട് ഈസ് ഡിമാൻഡ് ഫംഗ്ഷൻ?
It is the relationship between demand and factors affecting demand. മക്കളെ ഡിമാൻഡ് ഫംഗ്ഷൻ പഠിക്കുമ്പോൾ നമ്മുടെ സപ്ലൈ ഫംഗ്ഷൻ കൂടി പഠിക്കാം നമുക്ക് അടുത്ത ചാപ്റ്ററിൽ. അപ്പൊ രണ്ടു കൂടി കമ്പയർ ചെയ്ത് പഠിക്കാം. അപ്പൊ ഈസി ആയിട്ട് പഠിക്കാം. അപ്പോ ഒരു വസ്തുവിന്റെ ഡിമാൻഡും അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടറും തമ്മിലുള്ള ബന്ധമാണ് ഡിമാൻഡ് ഫംഗ്ഷൻ. അപ്പൊ ഫാക്ടർ എന്ന് പറയുമ്പോൾ പഠിച്ചില്ലേ? ഇപ്പൊ നമ്മൾ പഠിച്ചതൊക്കെയാണ് ഫാക്ടേഴ്സ് കേട്ടോ. പി എന്ന് പറഞ്ഞ ഓൺ പ്രൈസ്, വൈ ഇൻകം ഓഫ് ദ കൺസ്യൂമർ, പി വൺ എന്ന് പറഞ്ഞ ഒന്നാണ് റിലേറ്റഡ് ഗുഡ്സിന്റെ പ്രൈസ് ആണ്, ടി എന്ന് പറഞ്ഞ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഓക്കെയാണ് ഗൈസ് കാണിച്ച എല്ലാവരും? അടുത്താണ് ഡിമാൻഡ് കർവ്. എങ്ങനെ ഡിമാൻഡ് കർവ് വരയ്ക്കാം? ഇറ്റ് ഇസ് എ ഗ്രാഫിക് റെപ്രസെന്റേഷൻ ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ. ഡിമാൻഡ് ഫംഗ്ഷനെ നമ്മള് ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ? ഡിമാൻഡ് കർവ് എന്ന് പറയാം. ഒരു ഡിമാൻഡ് സ്കെഡ്യൂൾ ഒരു ടേബിൾ തന്നിട്ട് ഇത് വെച്ച് ഡിമാൻഡ് കർവ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് മെഷർമെന്റ് എടുക്കുക. എപ്പോഴും എക്സ് ആക്സിസിലെ ഡിമാൻഡും ക്വാണ്ടിറ്റി ഡിമാൻഡും വൈ ആക്സിസിലെ പ്രൈസ്. എപ്പോഴും വൈയിൽ പ്രൈസ് ആയിരിക്കണം മക്കളെ. അപ്പൊ പ്രൈസ് മാർക്ക് ചെയ്യുക 5, 4. അപ്പൊ 1, 2, 3 അങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ലൈൻ വരച്ചാൽ മതി, നമുക്ക് ഡിമാൻഡ് കർവ് കിട്ടും കേട്ടോ. അതും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഓക്കെ ആണെങ്കിൽ ഗൈസ് കാണിച്ച എല്ലാവരും? യെസ്. അടുത്താണ് മക്കളെ ലോ ഓഫ് ഡിമാൻഡ്. ഡിമാൻഡിന്റെ നിയമം എന്താണ് ടീച്ചറെ? ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ പഠിച്ചു അല്ലേ, പ്രൈസ് ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഫാക്ടർ ആയിട്ട് പഠിച്ചു അല്ലേ. അപ്പൊ ഈ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള എന്താ ഇൻവേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് എന്ന് വിളിക്കുക. അതായത് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ബാക്കി ഫാക്ടേഴ്സിനൊന്നും ഇവിടെ എടുക്കുന്നില്ല കേട്ടോ. അതർ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അതർ തിങ്സ് ബീയിങ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഈക്വൽ, പ്രൈസ് മാത്രം കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നതിനെയാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയാം. ഓക്കെ ആണോ? ഓക്കെ അല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ ആണ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. ഡിമാൻഡിൽ 2 മാറ്റങ്ങൾ സംഭവിക്കാം. എന്തൊക്കെയാണ്? ഒന്ന് മൂവ്മെന്റ് അലോങ് ദ സെയിം ഡിമാൻഡ് കർവ്, ഒരേ ഡിമാൻഡ് കർവിലൂടെയുള്ള മൂവ്മെന്റ്. മറ്റേത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആണ് കേട്ടോ, പുതിയ ഡിമാൻഡ് കർവിലോട്ട്. അത് വേണമെങ്കിൽ ചാർട്ട് ആയിട്ട് പഠിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ചാർട്ട് ആയിട്ട് കിടക്കുന്നുണ്ട്. ജസ്റ്റ് വേണമെങ്കിൽ വരച്ചാൽ പ്ലെയിൻ ആക്കി തരും. ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ജസ്റ്റ് ഒരു ചാർട്ട് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് പഠിച്ചു കഴിയും. ഏതൊക്കെയാണ്? ഒന്ന് മൂവ്മെന്റ്. മാർക്ക് ഉണ്ടോ? ഒന്ന് പറഞ്ഞു എലോങ് സെയിം ഡിമാൻഡ് കർവ്. മൂവ്മെന്റ് അലോങ് ദി സെയിം ഡിമാൻഡ് കർവ്. സെയിം ഡിമാൻഡ് കർവ് മൂവ്മെന്റ്. അതിൽ വരുന്ന 2 എണ്ണമാണ്. ഏതൊക്കെയാണ്? എക്സ്പാൻഷനും കോൺട്രാക്ഷൻ. എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് ഉണ്ട്, കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ഉണ്ട്. ഇവിടെയാണെങ്കിലോ മൂവ്മെന്റ് എലോങ് എ സെയിം ഡിമാൻഡ് കർവ് ആണ് കേട്ടോ. സെയിം ഡിമാൻഡ് കർവ്. ഒരു ഡിമാൻഡ് കർവിൽ ഉണ്ടാകുന്ന മാറ്റമാണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡും കോൺട്രാക്ഷൻ. അപ്പൊ ഒരു ഡിമാൻഡ് കർവിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മാറ്റി വരച്ചാൽ മതി അല്ലെ? എക്സ്പാൻഷൻ ഞാൻ കാണിച്ചു തരാം. ഓൺ ദ ബേസ് ഓഫ് പ്രൈസ് ആണ് ഇവിടെ. ഓൺ ദ ബേസിസ് ഓഫ് എന്താണ്? പ്രൈസ്. ഓൺ ദ ബേസിസ് വില മാറുമ്പോഴാണ് മൂവ്മെന്റ് സംഭവിക്കുന്നത് കേട്ടോ. അപ്പൊ ഒരു സാധനത്തിന്റെ വില അല്ലെ എയിൽ നിന്നും എ ആയപ്പോ പ്രൈസ് P1 ആയപ്പോൾ ഡിമാൻഡ് എത്രയായിരുന്നു? Q1 ആയിരുന്നു. ഇനി P0 ആയിട്ട് കുറഞ്ഞപ്പോ ഇത് സംഭവിച്ച ഡിമാൻഡ് Q2 ആയിട്ട് കൂടി അല്ലെ. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്കുള്ള മാറ്റമാണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. കണ്ടോ? ഇത്രയായിരുന്നു ഡിമാൻഡ്, ഇത്ര കൂടിയല്ലേ? അപ്പൊ കൂടുമ്പോ എന്താ? എക്സ്പാൻഷൻ, വികസനം. ഓക്കെ അല്ലെ? വികാസം. അപ്പൊ കോൺട്രാക്ഷൻ എന്ന സെയിം ഫിഗർ തന്നെ വരച്ചാൽ മതി നിങ്ങള്. പക്ഷെ ആരോ മാർക്ക് എന്ത് ചെയ്യാ? നേരെ തിരിച്ചിടാം. മുകളിലേക്ക് ഡിമാൻഡ് കർവ് വരച്ചിട്ട് വേണമെങ്കിൽ ഇതാണ് എ, ആദ്യത്തെ മാറ്റം ഇതാണ്, പിന്നെ ബിയിലേക്ക് മാറ്റം സംഭവിച്ചു അല്ലെ. അപ്പൊ P0 പ്രൈസ് ആയപ്പോൾ Q2 ആയിരുന്നു. ഇവിടെ പ്രൈസ് കുറഞ്ഞപ്പോഴാണ് എന്താ? ക്വാണ്ടിറ്റി. പ്രൈസ് കൂടിയപ്പോ ക്വാണ്ടിറ്റി കുറഞ്ഞു, അതാണ് കോൺട്രാക്ഷൻ. സിമ്പിൾ അല്ലേ മക്കളെ? ഫിഗർ സിമ്പിൾ അല്ലേ? ആരോ മാർക്ക് താഴോട്ടാണെങ്കിൽ എക്സ്പാൻഷൻ, ആരോ മാർക്ക് മുകളിലാണെങ്കിൽ കോൺട്രാക്ഷൻ. ക്ലിയർ ആണ് ഗൈസ്? കാണിച്ച എല്ലാവരും? ഇനിയാണെങ്കിൽ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് അല്ലേ? ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് അത് ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ് ആണ്. ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്. നമ്മളിപ്പോ പഠിച്ച പ്രൈസ് ഒഴികെയുള്ള ബാക്കി ഫാക്ടേഴ്സ് കാരണമാണ് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ അതിൽ എന്തുണ്ട്? ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഉണ്ട്, ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് നമുക്ക് വേണമെങ്കിൽ അപ്വേർഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് അല്ലെങ്കിൽ റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് വേണമെങ്കിൽ പറയാം അല്ലെ. അപ്വേർഡ് ഷിഫ്റ്റും റൈറ്റ്വേർഡ് ഷിഫ്റ്റും. ഇത് ഡൗൺവേർഡ് ലെഫ്റ്റ്വേർഡ്. ഇത് സിമ്പിൾ ആണ് മക്കളെ ഫിഗർ വരയ്ക്കാൻ. ഇവിടെ പ്രൈസ് ഇല്ലല്ലോ, ജസ്റ്റ് ഒരു ഡിമാൻഡ് കർവ് ഇങ്ങനെ വരച്ചിട്ട് ആരോ മാർക്ക് മുകളിലോട്ട് കൊടുത്താൽ മതി അല്ലെ. അപ്പൊ ഡി എന്നുള്ളത് എന്തായി? പ്രൈസിൽ മാറ്റമില്ല കേട്ടോ. പ്രൈസ് നിങ്ങൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രൈസ് മാത്രം ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി കേട്ടോ. മനസ്സിലായില്ലേ? അതുപോലെ ഇങ്ങോട്ട് നമ്മൾ ഡിമാൻഡ് കർവ് ഇങ്ങനെ വരച്ചിട്ട് ആരോ മാർക്ക് താഴോട്ടാണെങ്കിൽ എന്താണത്? ഡിക്രീസ്. ക്ലിയർ ആണെങ്കിൽ കാണിച്ച എല്ലാവരും? ഓക്കെ ആണോ? ഇത് ഇതുപോലെ പഠിച്ച ഒറ്റടി പഠിച്ചു കഴിയും കേട്ടോ.
അപ്പൊ നമുക്ക് ഇനി ഈ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് നമ്മൾ പറഞ്ഞു പ്രൈസ് ഒഴികെ മറ്റുള്ള ഫാക്ടറിന്റെ മാറ്റം വന്നിട്ടാണ് ഡിമാൻഡ് കൂടുക അല്ലെ. അപ്പൊ ഏതൊക്കെ ഫാക്ടർ എപ്പോഴൊക്കെയാണ് ഡിമാൻഡ് റൈറ്റിലോട്ട് കൂടുക? സാറേ കാണിച്ചോളൂ, സ്ലൈഡ് കാണിച്ചോളൂ. ഒന്ന്, ഇൻ ദ കേസ് ഓഫ് നോർമൽ ഗുഡിന്റെ കേസിൽ എപ്പോഴാ ഡിമാൻഡ് കൂടുക? ഇൻകം കൂടുമ്പോഴാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇൻ ദ കേസ് ഓഫ് നോർമൽ ഗുഡ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടല്ലേ നോർമൽ ഗുഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഡിമാൻഡ് കൂടുന്ന സിറ്റുവേഷൻ ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഡിമാൻഡ് കൂടുന്ന എപ്പോഴേക്കാ? നോർമൽ ഗുഡിന്റെ കേസിൽ ഇൻകം കൂടുമ്പോൾ. ഇൻഫീരിയർ ഗുഡിന്റെ കേസിൽ എപ്പോഴാണ് ഡിമാൻഡ് കൂടുക? ഇൻകം കുറയുമ്പോൾ. അടുത്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ കേസിലാണെങ്കിലോ പ്രൈസ് കൂടുമ്പോൾ, ചായയുടെ വില കൂടുമ്പോൾ കോഫിയുടെ ഡിമാൻഡ് കൂടും. അടുത്തതാണെങ്കിലോ കോംപ്ലിമെന്ററി ആണെങ്കിലോ വില കുറയും. ഇത്ര എഴുതിയാൽ മതി മക്കളെ. ഇത് പഠിച്ചാൽ നമുക്ക് ഡിക്രീസ് ഇൻ ഡിമാൻഡ് നേരെ ഓപ്പോസിറ്റ് സിമ്പിൾ ആയിട്ട് ചെയ്താൽ. സാറേ കാണിച്ചോ ഡിക്രീസ് ഇൻ ഡിമാൻഡ് എപ്പോഴേക്ക് ഡിമാൻഡ് കുറയുക? നേരെ തിരിച്ച് ചെയ്താൽ ഇൻ ദ കേസ് ഓഫ് നോർമൽ ഗുഡ് ആണെങ്കിൽ ഇൻകം അങ്ങനെ എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇൻക്രീസ് ഡിക്രീസ് അങ്ങോട്ട് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നമുക്ക് സെറ്റ് ആണ്. അപ്പൊ അടുത്ത ടോപ്പിക്കിലോട്ട് പോ സാറേ. നെക്സ്റ്റ് ആണ് മക്കളെ മാർക്കറ്റ് ഡിമാൻഡ് ആണ്. ചിലപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് കാണാൻ ഒരു ടേബിളിലെ വാല്യൂ തന്നെ മാർക്കറ്റ് ഡിമാൻഡ് കാണാൻ ചോദിക്കാറുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഡിമാൻഡ് എല്ലാം കൂടി കൂട്ടി വെച്ചാൽ മതി. മാർക്കറ്റ് ഡിമാൻഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ 3 കൺസ്യൂമർ ഉണ്ട് അല്ലെ. കൺസ്യൂമർ അപ്പൊ ഈ 3 പേരുടെ ഡിമാൻഡ് കൂട്ടും. അവിടെ ഒരിക്കലും പ്രൈസ് കൂട്ടരുത് മക്കളെ, ഡിമാൻഡ് കൂട്ടാവൂ. 20 കൂട്ടി വെക്കരുത്. അപ്പൊ 2 + 4 6 6 6 12. ക്ലിയർ അല്ലേ? ക്ലിയർ എല്ലാം കൈ വീശി കാണിച്ച മാർക്കറ്റ് ഡിമാൻഡ് കാണാൻ ഹൊറിസോണ്ടൽ ആയിട്ട് കൂട്ടിയാൽ മതി. ഇനിയിപ്പോ ചിലപ്പോ ടേബിൾ അടിയിലേക്ക് തന്നാലോ? അപ്പൊ അപ്പൊ അത് ശ്രദ്ധിക്കാം. ഡിമാൻഡ് എവിടെ കൂട്ടി വെക്കേട്ടോ. അപ്പൊ നോർമലി ഹൊറിസോണ്ടൽ ആയിട്ട് വരാറുണ്ട്. അപ്പൊ അങ്ങനെ പഠിച്ചു കേട്ടോ. അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദി ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഫോർ എ ഗുഡ് ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. അതായത് വിലയിൽ മാറ്റം ഉണ്ടാവുമ്പോൾ ഡിമാൻഡ് എത്രത്തോളം മാറും, എത്ര ഡിഗ്രി മാറ്റം ഡിമാൻഡിൽ ഉണ്ടാവും എന്നുള്ളതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞത്. ഈ ഡിഗ്രി ഓഫ് റെസ്പോൺസിനെസ് ഉറപ്പായിട്ട് എഴുതണം കേട്ടോ. കാരണം ഡിഗ്രി ഓഫ് റെസ്പോൺസിനെസ് കണ്ടത് ഇലാസ്റ്റിസിറ്റി ആണ്. ചിലപ്പോൾ 1 മാർക്കിൽ അല്ലെങ്കിൽ എക്കണോമിക് ടേം എഴുതാൻ പറയും. ഇത് ഡെഫിനിഷൻ ആയിട്ട് എക്കണോമിക് ടേം എഴുതാൻ പറയും അല്ലെ. അപ്പൊ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ഫോർ എ ഗുഡ് ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ് അല്ലെ. ഒരു വസ്തുവിന്റെ വിലയിൽ മാറ്റം വരുമ്പോൾ ഡിമാൻഡിൽ ഉണ്ടാകുന്ന ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ആണ് പ്രൈസ് ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പൊ 5 ഡിഗ്രീസ് വരുന്നുണ്ട്. സാറെ കാണിച്ചോളൂ 5 ഡിഗ്രീസ് ഏതൊക്കെയാ? പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഉണ്ട്, പെർഫെക്റ്റ് ഇൻഇലാസ്റ്റിക് ഉണ്ട്, പിന്നെ യൂണിറ്റ് ഇലാസ്റ്റിക്, പിന്നെ ഇലാസ്റ്റിക്, പിന്നെ ഇൻഇലാസ്റ്റിക്. ഇതെല്ലാം കൂടെ ഒറ്റ ഫിഗറിൽ വേണമെങ്കിൽ വരയ്ക്കാം നമുക്ക് അല്ലെ. ഈ ജോമെട്രി മെത്തേഡ് പോലെ അല്ലേ? അപ്പൊ ഇതിനകത്ത് കറക്റ്റ് സെന്ററിൽ വരികയാണെങ്കിൽ ED = എന്താ? 1 ആണ് കേട്ടോ. അതിന്റെ മുകളിലാണെങ്കിലോ ഒന്നിനേക്കാൾ കൂടുതൽ കൂടി പിന്നെ എന്ത്? ഇൻഫിനിറ്റി. ED = ഇൻഫിനിറ്റി. താഴോട്ടാണെങ്കിലോ ഒന്നിനേക്കാൾ കുറവ്. അവസാനം എന്താ? ED = 0. ക്ലിയർ ആണ്? കൈസ് കാണിച്ചാൽ ചിലപ്പോൾ ഈ ഫിഗർ എന്നിട്ട് ഫില്ല് ചെയ്യാൻ വരും കേട്ടോ. അപ്പൊ കറക്റ്റ് സെന്ററിലാണെങ്കിൽ 1 ആണ്, മുകളിൽ ഒന്നിനേക്കാൾ കൂടുതൽ, പിന്നെ ഇൻഫിനിറ്റി. താഴോട്ട് ഒന്നിനേക്കാൾ കുറവ്, പിന്നെ 0. സെറ്റ് അല്ലേ? ഇന്ന് കൈസ് കാണിച്ച എല്ലാവരും. ഇതുപോലെ ഡിമാൻഡ് കർവിൽ ഇലാസ്റ്റിസിറ്റി മാർക്ക് ചെയ്യാൻ ചോദിച്ചാൽ ഈ രീതിയിൽ വേണം കേട്ടോ മാർക്ക് ചെയ്യാൻ. ഇനി 5 ഫിഗർ വേറെ ഉണ്ട് വരയ്ക്കണം. 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിലാണ് കേട്ടോ. അത് പറഞ്ഞുതരാം അല്ലേ. സപ്ലൈയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ സപ്ലൈയിൽ ഇങ്ങോട്ട് മിക്സ് ആയി പറഞ്ഞുതരാം കേട്ടോ. അടുത്ത ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണാൻ പല മെത്തേഡ് ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ മെത്തേഡ് പെർസെന്റേജ് മെത്തേഡ്. സാറെ കാണിച്ചോ. എനിക്ക് തോന്നുന്നു മോഡൽ എക്സാമിന് പെർസെന്റേജ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ പെർസെന്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അത് എപ്പോഴും അപ്ലൈ ചെയ്യണ്ടേ? പെർസെന്റേജ് ക്വസ്റ്റിൽ തരുന്നു. ക്വസ്റ്റിൽ പറയും ഇത്ര ശതമാനം ഡിമാൻഡ് കൂടി, 2% ഡിമാൻഡ് കൂടിയപ്പോൾ 1% പ്രൈസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. അത് പെർസെന്റേജിൽ പറയുമ്പോൾ ഈ ഇക്വേഷൻ വേണം അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. ക്ലിയർ ആണ്? കഴിച്ച് കാണിച്ച എല്ലാവരും. അല്ലെങ്കിൽ ΔQ ബൈ ΔP ഇൻറ്റു P/Q എന്നോ, അല്ലെങ്കിൽ P/Q ഇൻറ്റു ΔQ ബൈ ΔP അങ്ങനെയും പഠിക്കാം. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എക്കണോമിക്സിൽ എന്താ? ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് അറിയാലോ. അപ്പൊ ക്വാണ്ടിറ്റിയിൽ ഉണ്ടായ മാറ്റം ഡിവൈഡഡ് ബൈ പ്രൈസിലുണ്ടായ മാറ്റം into original price, initial price divided by initial quantity. അടുത്ത ജോമെട്രിക് മെത്തേഡ് ആണ്. സാറേ കാണിച്ചോളൂ. ജോമെട്രിക് മെത്തേഡിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണാനായിട്ട് നമുക്കൊരു ഡിമാൻഡ് കർവിന്റെ ഒരു ഫിഗർ തരും. ഒരു C എന്ന് പറയുന്ന പോയിന്റിലെ ഇലാസ്റ്റിസിറ്റി കാണാൻ പറഞ്ഞാൽ C താഴോട്ട് എടുക്കണം അല്ലെ. ആദ്യം താഴത്തേക്ക് എടുക്കാം. അപ്പൊ CB. അപ്പൊ C എന്ന് പറയുന്ന പോയിന്റ് ഇലാസ്റ്റിസിറ്റി കാണണമെങ്കിൽ അടിയിലത്തെ ഭാഗം. അപ്പൊ CB ബൈ എന്ത് വരും? CA. ക്ലിയർ ആണ്? കഴിച്ച് കാണിച്ച മക്കളെ. ലോവർ സെഗ്മെന്റ് ഡിവൈഡ് ബൈ മുകളിലത്തെ അപ്പർ സെഗ്മെന്റ്. സെറ്റ് ആണ്? കഴിച്ച് കാണിച്ച എല്ലാവരും. അടുത്ത മൂന്നാമത്തെ മെത്തേഡാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആണ്. എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നിങ്ങൾ ഒരു 3 സ്റ്റേറ്റ്മെന്റുകൾ പഠിച്ചു വെക്കുക. സാറെ കാണിച്ചുള്ള എക്സ്പെൻഡിച്ചർ മെത്തേഡ്.
ഒന്ന് when any change in price does not affect expenditure അല്ലെ, അത് പ്രൈസിൽ മാറ്റം സംഭവിച്ചു, എക്സ്പെൻഡിച്ചർ എന്ത് തന്നെയാണ് സെയിം ആണ്. ചേഞ്ച് ചെയ്യണതാ. അപ്പൊ EDC എന്താ വരിക 1 1 ആണ്. ഇനി എക്സ്പെൻഡിച്ചർ പ്രൈസ് മൂവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതായത് പ്രൈസ് കൂടി എക്സ്പെൻഡിച്ചർ കുറഞ്ഞു, അല്ലെങ്കിൽ പ്രൈസ് കുറഞ്ഞു എക്സ്പെൻഡിച്ചർ കൂടി, അങ്ങനെയാണെങ്കിലോ ഇലാസ്റ്റിറ്റി മോർ ദാൻ 1 ആയിരിക്കും. ഇലാസ്റ്റിക് ആയിരിക്കും അല്ലെ, ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. ഇനി മൂവ് ചെയ്യുന്നത് സെയിം ഡയറക്ഷൻ ആണെങ്കിലോ പ്രൈസ് കൂടി എക്സ്പെൻഡിച്ചർ കൂടി, അല്ലെങ്കിൽ പ്രൈസ് കുറഞ്ഞു എക്സ്പെൻഡിച്ചർ കുറഞ്ഞു, അങ്ങനെയാണെങ്കിലോ ഇറ്റ് ഈസ് ഈക്വൽ ടു ലെസ് ദാൻ 1. മക്കളെ വരാറുണ്ട് 1 മാർക്കിന്റെ എക്സ്പെൻഡിച്ചറിന്റെ ക്വസ്റ്റൻ എവിടെയെങ്കിലും കണ്ട അത് ഈ മെത്തേഡ് ആണ് കേട്ടോ, ഓർത്ത് വെക്കുക. എക്സ്പെൻഡിച്ചറിന്റെ ക്വസ്റ്റൻ എവിടെയെങ്കിലും കണ്ട ഈ മെത്തേഡ് ആണ്. നെക്സ്റ്റ് കാണിച്ചു ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടറുകൾ ഏതൊക്കെയാ? ഒന്ന് അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്, അതുപോലെ തന്നെ നെസസിറ്റി ഓർ ലക്ഷറി ഗുഡ്, ചേഞ്ചസ് ഇൻ ടേസ്റ്റ് ആൻഡ് ഫാഷൻ, പ്രൊഡക്റ്റ് ക്വാളിറ്റി. കേട്ടോ, അത് പഠിച്ചു വെക്കുക എല്ലാവരും അല്ലെ. ഇപ്പൊ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞില്ലേ? നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. കാണിച്ചുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. ഒന്ന് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ആണ്, അത് 4 മാർക്കിനും 3 മാർക്കിനും പിന്നെ എസ്സേയുടെ ഒപ്പം ചോദിക്കാറുണ്ട്. പിന്നെ ബഡ്ജറ്റ് ലൈൻ ആണ്, നിങ്ങൾക്ക് അറിയാലോ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ, ഡയഗ്രാം, പ്രോബ്ലം ഇതെല്ലാം ഉൾപ്പെടുത്തി ഒരു 8 മാർക്സ് ക്വസ്റ്റ്യൻ ഉണ്ടാവാം. പിന്നെ നമ്മൾ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒപ്റ്റിമൽ ചോയ്സ് എന്ന് പറയും, അതും 8 മാർക്കിന് ചോദിക്കാം. പക്ഷെ അത് മാത്രം തനിയെ ചോദിക്കില്ല, ചിലപ്പോൾ ഇൻഡിഫറൻസ് കർവിന്റെ ഫീച്ചേഴ്സും കൂടി ചോദിക്കും. പിന്നെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രോബ്ലം എന്തായാലും ഉണ്ടായിരിക്കും, പെർസെന്റേജ് മെത്തേഡിന്റെ. പറഞ്ഞതാണ്. Diagrammatically explain the optimal consumers equilibrium explain ചെയ്യാ. പിന്നെ ഇവിടെ പ്രോബ്ലം ഉണ്ട്. When the price of orange was ₹20, ഓറഞ്ചിന്റെ വില 20 രൂപയായപ്പോൾ അതിന്റെ ഡിമാൻഡ് എത്രയായിരുന്നു? 15 അല്ലെ. അപ്പൊ ആദ്യത്തെ പ്രൈസ് അതാണ് പി എന്ന് പറഞ്ഞത്. പി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രൈസ് ആണ് എത്രയാണ്? 20. അപ്പൊ ക്വാണ്ടിറ്റി എത്രയാ? എത്ര കിലോയാ വാങ്ങിയത്? 15. അത് ആദ്യം ചെയ്യില്ല കേട്ടോ. അപ്പൊ പി എന്ന് പറഞ്ഞാൽ എത്ര? 20 ആണ്. Q എന്ന് പറഞ്ഞാൽ 15. ഇനി when the price increased to ₹30, പ്രൈസ് കൂടി ഇപ്പൊ എത്ര ടീച്ചറെ? 30 ആയിട്ട് കൂടി. അപ്പൊ എത്ര മാറ്റം? 30 ആയില്ലേ? അപ്പൊ എത്ര കൂടിയിട്ടുണ്ട്? 10 കൂടി അല്ലേ? 10 കൂടിയിട്ടുണ്ട്. അപ്പൊ 30 മൈനസ് 20 10 എന്ന് കൊടുക്കുക. അപ്പൊ ക്വാണ്ടിറ്റിക്ക് എന്ത് സംഭവിച്ചു മക്കളെ? ക്വാണ്ടിറ്റി 10 കിലോഗ്രാം ആയി കുറഞ്ഞു. 15 നിന്ന് 10 ആയി. 10 മൈനസ് 15 മൈനസ് 5 എന്ന് പ്ലസ് 5 എന്ന് കൊടുത്താലും എന്തായാലും കുഴപ്പമില്ല. 5 എന്ന് കിട്ടി. ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി. അപ്പൊ 10 ബൈ ഡെൽറ്റ ക്യൂ അല്ലേ ആദ്യം. മക്കളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഇവിടെ ഡെൽറ്റ ക്യൂ ആണെങ്കിൽ ഇവിടെ പി അങ്ങനെയാണ് വരേണ്ടത് കേട്ടോ. ഇവിടെ ക്യൂറിന് പി ആണ് വരേണ്ടത്, മാറിപ്പോരുത് അല്ലെ. അപ്പൊ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി. അപ്പൊ എന്ത് വരും? 5 ബൈ 10 ഇൻറ്റു 20 ബൈ 10. അപ്പൊ 2 10 100 ബൈ 150 വരും അല്ലെ. അപ്പൊ 100 ബൈ 150 ആണ് വരിക. ആൻസർ 0.66. ക്ലിയർ ആണ്? കാണിച്ച് എനർജറ്റിക് ആയിട്ട് കാണിച്ച എല്ലാവരും. അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചു സാറേ. ഇനി 8 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ റോയ് വാണ്ട്സ് ടു ബൈ 2 ഗുഡ്സ് ആണ്. മിസ്റ്റർ റോയ്ക്ക് 2 സാധനങ്ങൾ വാങ്ങണം. ഏതൊക്കെയാണ്? ആളുടെ കയ്യിൽ 50 രൂപയുണ്ട്. ഒന്ന് 10 രൂപയാണ്, 5 രൂപയാണ് അല്ലെ. 2 സാധനങ്ങളുടെ വില 10 രൂപയാണ്. വന്നിട്ടുള്ള വിവരങ്ങൾ ആദ്യം എടുത്ത് എഴുതാം അല്ലെ. നമുക്ക് എം എന്ന് പറഞ്ഞ എത്ര ടീച്ചറേ? 50 ആണ്. ഇൻകം എന്ന് പറയുന്നത് 50 ആണ്. 50. P1 ഒന്നാമത്തെ സാധനത്തിന്റെ വില 10 രൂപ. രണ്ടാമത്തെ P2 5. Question A. Derive the budget line equation. Budget line equation എല്ലാവർക്കും അറിയാലോ. എന്താണ് budget line equation? P1x1 plus P2x2 equal to M. കഴിഞ്ഞിട്ടില്ല മക്കളെ. ഇവിടെ വാല്യൂ ഇട്ട് കൊടുക്കണ്ടേ നമുക്ക്? P1 എത്രയാണ്? P1 എന്ന് പറയുന്നത് 10 ആണ്. 10x1 plus 5x2 equal to 50. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടിയില്ല. ഒന്നാമത്തെ ആൻസർ ഉണ്ട്. അപ്പൊ ഈ പാർട്ടിന്റെ ആൻസർ കഴിഞ്ഞു കേട്ടോ. ഇനി ഫൈൻഡ് സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ. സ്ലോപ്പ് കാണുന്ന ഇക്വേഷൻ എന്താണ് ടീച്ചറേ? നെഗറ്റീവ് P1 ബൈ P2. അതായത് നെഗറ്റീവ് 10 ബൈ 5 എന്ന് എഴുതി വെച്ചാലും മതി, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് -2 എന്ന് കിട്ടും അല്ലേ. ഇത്രയേ ഉള്ളൂ. ഇനി സി ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണേ. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കാണാൻ. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണുന്ന ഇക്വേഷൻ എന്താ? M ഡിവൈഡഡ് ബൈ P1. അപ്പോ M നമുക്ക് അറിയാൻ എത്രയാണ്? 50 ആണ്. 50 ബൈ 10 ദാറ്റ് ഈസ് 5 എന്ന് കിട്ടും. ഇനി വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കാണുന്ന ഇക്വേഷൻ എന്താ? M ഡിവൈഡഡ് ബൈ P2 ആണ്. അപ്പൊ 50 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. ഓക്കേ അല്ലേ? ഇനി ഡി ക്വസ്റ്റ്യൻ എന്താ വെച്ചേക്കണേ? ഇഫ് ദ ഇൻകം ഇൻക്രീസസ് ടു ₹60 വിത്തൗട്ട് ചേഞ്ച് ഇൻ പ്രൈസ് ഡ്രോ ദ ന്യൂ ബഡ്ജറ്റ് ലൈൻ. അപ്പൊ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യണം? പഴയ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണം കേട്ടോ മക്കളെ. പഴയ ബഡ്ജറ്റ് ലൈൻ വരച്ചിട്ടേ അതില് ബാക്കിയുള്ള ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാവൂ കേട്ടോ. അപ്പൊ പഴയ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്താൽ ഹൊറിസോണ്ടൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ.
നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഉപയോഗിച്ചിട്ട് വേണം പഴയ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ കേട്ടോ. ഹൊറിസോണ്ടൽ 5 അല്ലേ ടീച്ചറെ, വെർട്ടിക്കൽ ഏകദേശം 10 ആണ് കരുതുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, 5 10 ഒരു ലൈൻ വരയ്ക്കാം. വെറുതെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ വെച്ച് വരച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഈ ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷനും കൂടി ഒന്ന് എഴുതണം കേട്ടോ നിങ്ങൾ. അപ്പൊ അത് കഴിഞ്ഞു. അടുത്ത നമ്മുടെ ഇൻകം എത്രയായി, 60. അപ്പൊ ഇൻകം 60 എന്ന് പറയുമ്പോൾ എം എത്രയായി, എം 60 ആയി. അപ്പൊ ഹൊറിസോണ്ടൽ എങ്ങനെ കാണാം, ഹൊറിസോണ്ടൽ 60/6 60/10 6 എന്ന് കിട്ടി. ഇനി വെർട്ടിക്കൽ ഇന്റർസെപ്റ്റോ 60/5 12 എന്ന് കിട്ടി അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് 6 വരും, ഇവിടെ നമുക്ക് 12 എന്നിട്ട് മുകളിലോട്ട് വരയ്ക്കാം. അപ്പൊ ഇൻകം കൂടിയപ്പോ എന്ത് സംഭവിച്ചു, ബഡ്ജറ്റ് ലൈൻ റൈറ്റിലേക്ക് പാരലൽ ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു. അടുത്ത് പ്രൈസ് ഓഫ് ഗുഡ് 1 ഡിക്രീസ് ചെയ്യാം. അപ്പൊ ഗുഡ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കാം, P1 അല്ലെ, P1 5 വെച്ച് ചെയ്യാം. അപ്പൊ ഹൊറിസോണ്ടലിൽ മാത്രമേ മാറ്റം വരുള്ളൂ, ഈ ഹൊറിസോണ്ടൽ മാത്രം ഒന്നും കൂടെ കാണാം. അതിന് ജസ്റ്റ് വരച്ചാൽ. അപ്പൊ ഈ ഫിഗർ വരയ്ക്കണം ആദ്യം കേട്ടോ. ഈ ഫിഗർ ആദ്യം വരച്ചിട്ട് അതിൽ വരയ്ക്കാം. ആദ്യത്തെ ഫിഗർ വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇത് മാർക്ക് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ എഫും ചെയ്യാം കേട്ടോ. അപ്പൊ പഴയ ഫിഗർ, ഒറിജിനൽ ഫിഗർ വരച്ചിട്ട് എന്ത് ചെയ്യാവൂ, ആ ചേഞ്ച് വന്ന് വരയ്ക്കാൻ പാടുള്ളൂ, അങ്ങനെ ഫുൾ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ക്ലിയർ ആണ് ഗൈസ്, കാണിച്ച എല്ലാവരും സെറ്റ് ആണ്. ഡൗട്ട് ഒന്നുമില്ല എല്ലാവർക്കും. ചാപ്റ്റർ കഴിഞ്ഞു, നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു. നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററിലോട്ട് പോകാം. തേർഡ് ചാപ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ആണ്. ഇതിൽ ആദ്യം നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക് ആണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇത് എപ്പോഴും വരാറുള്ള ഒരു ക്വസ്റ്റൻ ആണ് എക്സാമിന്. എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, നമുക്കൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഓർത്ത് വെക്കുക കേട്ടോ. അടുത്തതാണ് നമുക്ക് ഐസോകോണ്ട്. എന്താണ് ഐസോകോണ്ട്? ഐസോകോണ്ട് ഒക്കെ ഇൻഡിഫറൻസ് കർവ് പഠിച്ച കുട്ടിക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഇൻഡിഫറൻസ് കർവ് പോലെ തന്നെയാണ് ഇത്. ഇറ്റ് ഈസ് എ കർവ് ജോയിനിങ് ഓൾ ദ ഇൻപുട്ട്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഇൻപുട്ട് ഇല്ലേ മക്കളെ, അപ്പൊ നമ്മൾ ഏത് കോമ്പിനേഷനിൽ ഇൻപുട്ട് കൊടുത്താലും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, അത് ഈക്വലും ആയിരിക്കും മാക്സിമം ആയിരിക്കും. മനസ്സിലായോ മക്കളെ? അപ്പൊ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് 2 ഇൻപുട്ട് വേണം, ക്യാപിറ്റലും ലേബറും. അപ്പൊ എങ്ങനെ ക്യാപിറ്റൽ ലേബർ ഇട്ട് കൊടുത്താലും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, അത് സെയിമും ആയിരിക്കും, അതിൽ നിന്ന് കിട്ടുന്ന മാക്സിമം ഔട്ട്പുട്ട് ആയിരിക്കും അല്ലെ. അവയെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന കർവാണ് ഐസോകോണ്ട്. അപ്പൊ ഒരു കൂട്ടം ഐസോകോണ്ടിനെ എന്ത് വിളിക്കാം, ഐസോകോണ്ട് മാപ്പ് എന്ന് പറയും. സിമ്പിൾ. അതേപോലെ തന്നെ പ്രോപ്പർട്ടി ചോദിച്ച സിമ്പിൾ ആണ് സാറേ കാണിച്ച പ്രോപ്പർട്ടീസ്. ഈ ഐസോകോണ്ട് കർവിനാണ് കേട്ടോ മറ്റേ പ്രൊഡക്ഷൻ ഇൻഡിഫറൻസ് കർവ് അങ്ങനെ വിളിക്കാറുണ്ട്. പ്രൊഡക്ഷൻ ഇൻഡിഫറൻസ് കർവ് ഓർത്ത് വെക്കുക കേട്ടോ. ഐസോകോണ്ട് ആർ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, കോൺവെക്സ് ആണ്, ഒരിക്കലും കൂട്ടിമുട്ടില്ല. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ ആണ് ഗൈസ്, കാണിച്ച എല്ലാവരും. ഇനി നമുക്ക് എക്കണോമിക്സിൽ ഈ ടൈം സ്പാനിലെ സമയപരിധി, ഈ സമയത്തിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാറേ കാണിച്ചോളൂ. ഏതൊക്കെ 2 എണ്ണം? ഷോർട്ട് റണ്ണും ലോങ് റണ്ണും. എന്താണ് ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ, ഷോർട്ട് റൺ ദ ഫേം cannot vary all the inputs for a change in output. അല്ലെ, ഔട്ട്പുട്ടിനുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ഒരിക്കലും എന്തെങ്കില്ല ഇൻപുട്ടിലെല്ലാം മാറില്ല അല്ലെ. സം ഇൻപുട്സ് ആർ ഫിക്സഡ്, others are variable. കുറച്ച് ഇൻപുട്ട് ഫിക്സഡ് ആയിട്ട് വെക്കുകയും ബാക്കിയുള്ള ഇൻപുട്ടുകളൊക്കെ വേരിയബിൾ ആയിരിക്കും. പക്ഷെ ലോങ് റണ്ണിൽ അങ്ങനെയല്ല, എല്ലാ ഇൻപുട്ടുകളും വേരിയബിൾ ആയിരിക്കും. നോ ഫിക്സഡ് ഇൻപുട്ട്. ക്ലിയർ ആണ് ഗൈസ്? കാണിച്ച മക്കളെ, ഷോർട്ട് റണ്ണിൽ കുറച്ച് ഫിക്സഡും കുറച്ച് വേരിയബിളും, ലോങ് റണ്ണിൽ എല്ലാം വേരിയബിൾ, ഫിക്സഡ് ഇല്ല. സെറ്റ് ആണോ? സെറ്റ് അല്ലേ? യെസ്. അടുത്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷനെ 2 ആയി തരംതിരിക്കാം. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഇൻപുട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഇൻപുട്ടിനെ മാത്രം നമ്മൾ വേരി ചെയ്യുന്നു, ബാക്കിയെല്ലാം അവിടെ ഫിക്സ്ഡ് ആയിട്ട് വെക്കുവാണ്. അപ്പൊ അവ തമ്മിൽ പ്രൊപ്പോർഷൻ ഒരിക്കലും മാറില്ല. പക്ഷെ ലോങ് റൺ അല്ലെങ്കിൽ എല്ലാ ഇൻപുട്ട് എന്താണ്, വേരി ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ പ്രൊപ്പോർഷൻ എപ്പോഴും സെയിം തന്നെ ആയിരിക്കും. ഓക്കെ അല്ലെ? ഈ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലാണ് മക്കളെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ വരുന്നത്. ലോങ് റണ്ണിലാണ് റിട്ടേൺസ് ടു സ്കെയിൽ വരുന്നത്. മറന്നു പോകരുത് കേട്ടോ. ഷോർട്ട് റണ്ണില് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനും, ലോങ് റൺ ആണ് റിട്ടേൺസ് ടു സ്കെയിൽ കേട്ടോ. ഓക്കെ ആണ് ഗൈസ്? കാണിച്ച എല്ലാവരും. ഇനി ഷോർട്ട് റൺ നമുക്ക് പഠിക്കാം, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പഠിക്കാം. അതിന് മുമ്പ് TP, AP, MP നമുക്ക് എന്താണ് പഠിക്കാം. എന്നാൽ TP എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ ടോട്ടൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് എത്രയാണോ അതിന്റെ മുഴുവൻ ടോട്ടൽ ഔട്ട്പുട്ട് വെൻ വൺ ഇൻപുട്ട് ഇസ് വേരിയഡ് കീപ്പിംഗ് ഓൾ ദി അതർ ഇൻപുട്സ് ഫിക്സ്ഡ്. അപ്പോൾ ഒരു ഇൻപുട്ടിനെ മാത്രം വേരി ചെയ്ത് ബാക്കി എല്ലാ ഇൻപുട്ടുകളെയും ഫിക്സ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് എത്രയാണോ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നത് അതിന്റെ ടോട്ടൽ, അതാണ് ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് വിളിക്കുക. ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റിന്റെ ആവറേജ് ആണ് അല്ലെ. അത് TP നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻപുട്ട് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആവറേജ് പ്രൊഡക്റ്റ് കിട്ടുക. മാർജിനൽ മക്കളെ, ഈ മാർജിനൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എംബ് കാണാൻ പറഞ്ഞാൽ, മാർജിനൽ കാണാൻ പറഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പൊ MP ആണെങ്കിൽ M അല്ലേ വന്നേക്കണേ, അപ്പൊ TP ഡിഫറൻസ് എടുക്കുക അല്ലെ, ഡെൽറ്റ TP. അപ്പൊ MC കാണാൻ പറഞ്ഞാലോ, M മാറ്റി എന്നിട്ട് കൊടുക്കുക, T ഡെൽറ്റ TC. ഇനി MR കാണാൻ പറഞ്ഞാലോ, M മാറ്റി T ഇട്ട് കൊടുക്കുക, ഡെൽറ്റ T. M കാണാൻ എളുപ്പവഴി മനസ്സിലായി കഴിച്ച് കാണിച്ച എല്ലാവരും. അപ്പൊ MP കാണണമെങ്കിൽ മാർജിനൽ കാണാൻ എപ്പോഴും
ടോട്ടലിന് ഡിഫറൻസ് എടുത്താൽ മതി കേട്ടോ. ഓർത്തിരിക്കുക. അപ്പൊ മാർജിനൽ പ്രൊഡക്റ്റ് പറഞ്ഞ എന്താണ്? ചേഞ്ച് ഇൻ ടി പി ആണ്. അവിടെ ഇക്വേഷൻ ഡെൽറ്റ ടി പി ബൈ ഡെൽറ്റ ഇൻപുട്ട് ഓർത്ത് വെക്കുക കേട്ടോ. ഡെൽറ്റ എക്സ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അത് എസ്എ ക്വസ്റ്റൻ ആണ് മക്കളെ. ചിലപ്പോ 8 മാർക്കിനൊക്കെ ചോദിക്കാം. 8 മാർക്കിന് ചോദിക്കുമ്പോൾ ഇത്ര എഴുതിയാൽ പോരാ, ആ 3 സ്റ്റേജ് എഴുതി വെക്കണം. 3 സ്റ്റേജും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം, അതിന്റെ പേരും. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് ചോദിക്കുകയോ, ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എന്ന് ചോദിക്കുകയോ, അല്ലെങ്കിൽ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലെ, അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഈ ലോ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണെങ്കിലും അവര് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ഷോർട്ട് റൺ അനാലിസിസ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. when more and more units of variable input അല്ലെ, ഇത് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വേരിയബിൾ ഇൻപുട്ട് ആഡ് ചെയ്യാണ് അല്ലെ. അപ്പൊ ഈ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ത് സംഭവിക്കും ടീച്ചറെ? ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഈ ടോട്ടൽ പ്രൊഡക്റ്റ് കുറയാൻ തുടങ്ങും. അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റ് കുറഞ്ഞ ഓട്ടോമാറ്റിക്കലി മാർജിനൽ പ്രൊഡക്റ്റ്. ഈ ലോയിനെയാണ് എന്ത് വിളിക്കുക? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയും. മനസ്സിലായ മക്കളെ? ചിലപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ചോദിക്കും. എനിക്ക് തോന്നുന്നു രാജീവിന്റെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട്. പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ രാജീവ് ഒരു പ്രൊഡ്യൂസർ ആണ്. അദ്ദേഹം എന്ത് ചെയ്യാണ്? ഒരു ഇൻപുട്ട് മാത്രം വേരി ചെയ്തുകൊണ്ട് ഔട്ട്പുട്ട് കൂട്ടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഒരു ലെവല് കഴിഞ്ഞപ്പോൾ ഔട്ട്പുട്ട് കുറഞ്ഞു. ഇവിടെ പ്രതിപാദിക്കുന്ന ലോ ഏതാണ് ചോദിക്കാറുണ്ട്. അത് ഡയഗ്രാം വരയ്ക്കാൻ പറയും. ഏത് ലോ ആണ്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ ആണെങ്കിൽ കാണിച്ച് ഡ്യൂറബിൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ തോർത്തിരിക്കും. എല്ലാവർക്കും ഓക്കെ അല്ലേ? കൈവശം കാണിച്ചേ. ഈ സ്റ്റേജിന്റെ പേരൊക്കെ അറിയില്ലേ? ഫിഗർ വരയ്ക്കാൻ അറിയാലോ? ഫിഗർ വരയ്ക്കാറില്ല? വരയ്ക്കണ്ടല്ലോ. വരയ്ക്കണമെങ്കിൽ കമന്റ് ചെയ്ത് വരച്ച് കാണിക്കാം. വേണ്ട വരയ്ക്കണ്ട, വേണമെങ്കിൽ കമന്റ് ചെയ്തോളൂ, പറഞ്ഞ് വരച്ച് കാണിക്കാം കേട്ടോ. അപ്പൊ ഇതിൽ 3 സ്റ്റേജ് ഉണ്ട്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. സ്റ്റേജ് 1 ടി പി ഇൻക്രീസ് അറ്റ് ഇൻക്രീസിംഗ് റേറ്റ്, എം പി ഇൻക്രീസസ്. സ്റ്റേജ് 2 ടി പി ഇൻക്രീസസ് അറ്റ് ഡിക്രീസിംഗ് റേറ്റ്, എം പി ഡിക്രീസസ്. സ്റ്റേജ് 3 ടി പി ഡിക്രീസസ്, എം പി ബിക്കംസ് നെഗറ്റീവ്. മക്കൾ ഈ 3 സ്റ്റേജിൽ ഇപ്പോൾ ഇൻക്രീസിംഗ് റേറ്റ് ഡാഷ് ഇട്ട് വരും കേട്ടോ. ഫസ്റ്റ് സ്റ്റേജിൽ ഇൻക്രീസിംഗ് റേറ്റും സെക്കൻഡ് സ്റ്റേജിൽ ഡിക്രീസിംഗ് റേറ്റ് ആണ് കേട്ടോ. ഓക്കെ ആണെങ്കിൽ കാണിച്ച എല്ലാവരും ഓക്കെ ആണോ? ഇനി റിലേഷൻഷിപ്പ് നോക്കാം. ടി പിയും എം പിയും തമ്മിൽ റിലേഷൻ ആണ്. അപ്പൊ ഇത് തന്നെ എഴുതിയാൽ മതി അല്ലേ? നിങ്ങൾ നോക്കി എഴുതിയാൽ മതി. ഇപ്പൊ പറഞ്ഞ തന്നെയാണ്. ഇതിൽ എക്സ്ട്രാ ഒരു പോയിന്റ് എഴുതാം. ടി പി മാക്സിമം ആകുമ്പോൾ എം പി 0 ആയിരിക്കും. അതും കൂടി എഴുതാം കേട്ടോ. അടുത്താണ് നമുക്ക് എ പിയും എം പിയും തമ്മിൽ റിലേഷൻ നോക്കാം. 2 റാ പോലെ വരയ്ക്കാം മക്കളെ. 2 റാ വരയ്ക്കാം. ആദ്യത്തെ റാ എന്ന് പറഞ്ഞാൽ എന്താണ്? എം പി ആണ്. രണ്ടാമത്തെ റാ എ പി ആണ്. അപ്പൊ എ പി എന്ന് പറഞ്ഞാൽ എം പി എന്ന് പറഞ്ഞാൽ എ പിനേക്കാൾ മുമ്പ് മാക്സിമത്തിൽ എത്തും. ഈ ഫിഗർ നോക്കിയാൽ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഈ പച്ച കളറിലാണ് എം പി. അതാണ് ഏറ്റവും ആദ്യം മാക്സിമത്തിൽ എത്താം. പിന്നെ വേണമെങ്കിൽ നമുക്ക് 2 ഇൻവെർട്ടഡ് യു ഷേപ്പ്. രണ്ടിനും ഇൻവെർട്ടഡ് യു ഷേപ്പ് ആണ്. അതുപോലെ തന്നെ പിന്നെ ഈ ലാസ്റ്റത്തെ പോയിന്റ് എളുപ്പമാണ് പഠിക്കാൻ. അതന്നെ. അത് മാത്രമല്ല എ പി മാക്സിമം ആകുമ്പോൾ എം പി സികളുടെ എ പി ആയിരിക്കും. അങ്ങനെ പറയാലോ. എ പി കണ്ട മക്കളെ മാക്സിമം ആയി. ഇപ്പൊ രണ്ടും തുല്യല്ലേ? എ പി മാക്സിമത്തിൽ എത്തി. ഈ ഒരു പി എന്ന് പറഞ്ഞ പോയിന്റ് ഇല്ലേ, അവിടെയാണ് എ പി മാക്സിമത്തിൽ എത്തുക. അപ്പൊ എ പിയും എം പിയും ഈക്വൽ ആണ്. അപ്പൊ 3 പോയിന്റ് സിമ്പിൾ ആയിട്ട് മതി. പിന്നെ ടീച്ചർ പറഞ്ഞ 4ാമത്തെ പോയിന്റ് എം പി എന്താവാം? പോസിറ്റീവ് ആവാം, 0 ആവാം, നെഗറ്റീവ്. പക്ഷെ എ പി എപ്പോഴും എന്തായിരിക്കും? എക്സ് ആക്സിസിൽ വൈയിൽ മാത്രമേ നിൽക്കുള്ളൂ. അറിയാലോ. അപ്പൊ അത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ ആണെങ്കിൽ കാണിച്ച് ഓക്കെ ആണോ? അടുത്താണ് റിട്ടേൺസ് ടു സ്കെയിൽ. റിട്ടേൺ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. അതിലെ 3 റിട്ടേൺസ് ടു സ്കെയിൽ ഉണ്ട്. ഏതൊക്കെയാ? IRS, CRS, DRS. ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ, ഡിക്രീസിംഗ് ആണ്. എന്താണ് ഡിക്രീസിംഗ് ആണ്? നെഗറ്റീവ് അല്ല കേട്ടോ മക്കളെ, ഓർത്ത് വെക്കുക. അത് റിട്ടേൺസ് ടു ഫാക്ടർ ആണ്. ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു ഫാക്ടർ, നെഗറ്റീവ് റിട്ടേൺസ് ടു ഫാക്ടർ, അതുപോലെ ഡിക്രീസിംഗ്. അതാണ് റിട്ടേൺസ് ടു ഫാക്ടർ. ഇവിടെ എന്തില്ല? നെഗറ്റീവ് ഇല്ല കേട്ടോ. അപ്പൊ ഈ IRS, CRS, DRS. IRS പറഞ്ഞാൽ കൊടുക്കുന്ന ഇൻപുട്ടിനേക്കാൾ നമുക്ക് എന്ത് കിട്ടും? കൂടുതലായിട്ട് ഔട്ട്പുട്ട് കിട്ടും. CRS പറഞ്ഞാലോ കൊടുക്കുന്ന ഇൻപുട്ടിന് തുല്യമായിട്ടാണ് ഔട്ട്പുട്ട് കിട്ടുക. കൊടുക്കുന്ന ഇൻപുട്ടിനേക്കാൾ കുറവാണ് ഔട്ട്പുട്ട് കിട്ടുന്നെങ്കിലോ അത് ഡിക്രീസിംഗ് ആണ്. അതിന്റെ ഫിഗർ ഞാൻ നിങ്ങൾക്ക് വരച്ചു തന്നിട്ടുണ്ട്. ഫിഗർ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. ജസ്റ്റ് ഫിഗർ ഒരു എലിപ്പറ്റി പോലത്തെ ഫിഗർ വരച്ചിട്ട് ഇങ്ങനെ അറിയാലോ നിങ്ങൾക്ക്. നിങ്ങൾ IRS, CRS, DRS കേട്ടോ. അപ്പൊ എക്സാമിന് ചോദിച്ചിട്ട് വരച്ചു വെച്ചോ. ടീച്ചർമാരൊക്കെ ഞെട്ടട്ടെ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ആണ് കഴിച്ച് കാണിച്ചെല്ലാവരും സെറ്റാണ്. അത്രയും. അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. നെക്സ്റ്റ് ടോപ്പിക് അടുത്ത കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. മക്കളെ കോബും ഡഗ്ലസും കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാം. 2l⁻²1/2 1k⁻²1/2 എന്നൊക്കെ പറഞ്ഞു തരും അല്ലെ. അപ്പൊ മക്കളെ അടിയിലത്തെ നിങ്ങൾ നോക്കണ്ട, മുകളിലത്തെ സംഭവം നോക്കാം. ഇതാണ് ഫസ്റ്റത്തെ മുകളിലത്തെയാണ് ആൽഫ എന്ന് പറഞ്ഞാല്, രണ്ടാമത്തെ മുകളിലത്തെയാണ് എന്ത്? ബീറ്റ.
ഇത് രണ്ടും കൂടി കൂട്ടുമ്പോ ഈ ആൽഫ പ്ലസ് ബീറ്റ കൂട്ടുമ്പോ നമുക്ക് എന്ത് കിട്ടുകയാണെങ്കിൽ 1 കിട്ടുവാണെങ്കിൽ അതെന്താണ് CRS ആണ് കേട്ടോ. അതിനർത്ഥം അത് കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിലാണ്. ഇനി മുകളിലത്തെ രണ്ടെണ്ണം കൂടി കൂട്ടുമ്പോ ഒന്നിനേക്കാൾ കൂടുതലാണ് കിട്ടുന്നതെങ്കിലോ ഇൻക്രീസിംഗ് ആണ്, ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ ആണ്. ഇനി ഒന്നിനേക്കാൾ കുറവാണെങ്കിലോ ഡിക്രീസിംഗ് സ്കെയിൽ ആണ്. മക്കളെ ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ എന്താ വരിക? അര പ്ലസ് അരയല്ലേ വരിക? അരയും കൂടി കൂട്ടി എത്ര മക്കൾ കാണിച്ച സ്ക്രീനില്? അര പ്ലസ് അര എത്ര കാണിച്ച സ്ക്രീനില്? 1 ആണ്. അപ്പൊ 1 വന്നാൽ എന്താണ്? അത് CRS ആണ്. സെറ്റ് ആണ് ഗൈസ്, കാണിച്ച എല്ലാവരും. അടുത്താണ് കോസ്റ്റ് ആണ് മക്കളെ. പ്രൊഡക്ഷൻ കഴിഞ്ഞ് കോസ്റ്റ് ആണ്. ഇതിന് എന്തായാലും ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വരും. ചിലപ്പോ എസ് പ്രോബ്ലം വരും, അല്ലെങ്കിൽ എന്തായാലും ക്വസ്റ്റ്യൻ വരും. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പല ടൈപ്സ് ഓഫ് കോസ്റ്റ് ഉണ്ട്. ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, ടോട്ടൽ കോസ്റ്റ് ഉണ്ട്, ആവറേജ് കോസ്റ്റ് ഉണ്ട്. ചിലപ്പോ ഫിക്സഡ് കോസ്റ്റിന്റെ എക്സാമ്പിൾ ഒക്കെ ചോദിക്കട്ടോ. ഫിക്സഡ് കോസ്റ്റ് പറഞ്ഞാൽ ഫിക്സഡ് ആയിരിക്കും അല്ലേ? എത്ര ഇൻപുട്ട് ഉണ്ടാക്കിയാലും ഫിക്സഡ് കോസ്റ്റ് എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെ. വേരിയബിൾ അങ്ങനെയല്ല. നമ്മൾ എത്ര ഇൻപുട്ട് കൂടുതൽ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് മാറും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്ഥാപനത്തിലെ പെർമനന്റ് ആയിട്ടുള്ള എംപ്ലോയിയുടെ സാലറി ഏത് കോസ്റ്റാണ്? ആരെങ്കിലും പറയാമോ? ഒരു സ്ഥാപനത്തിലെ പെർമനന്റ് എംപ്ലോയിയുടെ സാലറി ഏത് കോസ്റ്റാണ്? ആർക്കെങ്കിലും പറയാമെന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഫിക്സഡ് ആണോ വേരിയബിൾ ആണോ? പെർമനന്റ് എംപ്ലോയി പറഞ്ഞ ആരെ വിളിച്ചേ? ആശാരണ ട്രൈ ചെയ്തടാ. പെർമനന്റ് എംപ്ലോയിയുടെ സാലറി ഏത് കോസ്റ്റാടാ? കേൾക്കുന്നില്ല. ഫിക്സഡ് കോസ്റ്റ് ആണോ ശ്രീലക്ഷ്മി? ഫിക്സഡ് കോസ്റ്റ് ആണ്. പെർമനന്റ് എംപ്ലോയിക്ക് എപ്പോഴും ഫിക്സഡ് ആയിട്ടുള്ള സാലറി അല്ലേ കൊടുക്കുക. അപ്പൊ ഫിക്സഡ് കോസ്റ്റ് ആണ്. ടെമ്പററി ആയിട്ട് വരുന്ന ആളുകൾക്കുള്ളത് എന്താണ്? വേരിയബിൾ കോസ്റ്റ്. ഓർത്ത് വെക്കുക. ചിലപ്പോൾ കുറച്ച് ഐറ്റംസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറയും കോസ്റ്റ് അടിസ്ഥാനത്തിൽ. അങ്ങനെയൊക്കെ വരാം, പണ്ടൊക്കെ വന്നിരുന്നു. അപ്പൊ മേ ബി അതും പ്രതീക്ഷിക്കാം കേട്ടോ. ടോട്ടൽ കോസ്റ്റ് എങ്ങനെയാണ് കാണുന്നത്? രണ്ടും കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടും. AC കാണാൻ എളുപ്പവഴിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അതുപോലെ തന്നെ പഠിച്ചാൽ ഇക്വേഷൻസ് ഒക്കെ കാണിച്ചു. അടുത്ത ഇക്വേഷൻസ് കാണിച്ചു. അപ്പൊ എല്ലാവരും ഇക്വേഷൻസ് നന്നായി നോക്കി പോവാ. ഉറപ്പായിട്ട് പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫിഗർ കൂടി കാണിച്ചോളൂ. ഡയഗ്രാം നോക്കാം. TCയും TVCയും TFCയും കൂടെ ഒരൊറ്റ ഫിഗറിൽ വരയ്ക്കാൻ പറയും. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം നമുക്ക്. TFCയുടെ അവിടെ നിന്നാണ് TC തുടങ്ങുക കേട്ടോ. കാരണം സീറോ ഔട്ട്പുട്ടില് എന്തൊക്കെ സെയിം ആയിരിക്കും? സീറോ ഔട്ട്പുട്ടില് TCയും TFCയും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് സീറോയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഈ TCയും TFCയും ഒരു പോയിന്റ് തുടങ്ങുക. പക്ഷെ സീറോ ഔട്ട്പുട്ടില് TVC എന്തായിരിക്കും? സീറോ. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ ആണ് ഗൈസ്, കാണിച്ച എല്ലാവരും. പ്രോബ്ലംസ് എല്ലാം അറിയാലോ. അടുത്ത ഫിഗർ കാണിച്ചു പറയും. എല്ലാ കോസ്റ്റ് ഒരൊറ്റ ഫിഗർ വേറെ ഉണ്ട്. MC എങ്ങനെയായിരിക്കും? മക്കളത്തിൽ AFC പഠിക്കാം കേട്ടോ. AFC ഏത് ഷേപ്പിലാണ്? റെക്ടാങ്കുലർ ഹൈപ്പർബോള. റെക്ടാങ്കുലർ ഹൈപ്പർബോളയിലുള്ള ഒരു കർവ് ഏതാന്ന് ചോദിച്ചാൽ അത് AFC ആണ്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ആണ്. എല്ലാവർക്കും സെറ്റ് ആണ് ഗൈസ്, കാണിച്ചേ. ഇതിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ ടീച്ചറെ? ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ്. അതിന്റെ ഒരു കാൽക്കുലേഷൻ ഒരു ചെറിയ 5 മാർക്കോ 4 മാർക്കിനോ ചോദിക്കാം. അതിന്റെ റിലേഷൻഷിപ്പ് ഇങ്ങനെ വരാട്ടോ. ഇപ്പൊ ലേബർ എന്ന് പറഞ്ഞു തരും, എന്നിട്ട് MPL എന്ന് പറയും. മാർജിനൽ പ്രൊഡക്റ്റ് തരും, എന്നിട്ട് TP കാണാൻ പറയും. അതുപോലെ തന്നെ AP കാണാൻ പറയും. അപ്പൊ ലേബർ എന്ന് പറയുന്നത് ഇൻപുട്ട് ആണ് കേട്ടോ മക്കളെ. ഇൻപുട്ട് ആണ് കേട്ടോ, അത് ഓർത്ത് വെക്കണേ. അപ്പൊ ഇൻപുട്ടും MP തന്നാൽ TP കാണുന്നത് അറിയാലോ. അത് ചേഞ്ച് ആണ് തന്നേക്കണേ. അപ്പൊ ആഡ് ചെയ്താൽ നമുക്ക് TP കിട്ടും. ഇനി TP ബൈ ഇൻപുട്ട് ചെയ്താൽ എന്ത് കിട്ടും? AP കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ലേബർ എന്ന് പറഞ്ഞ ഇൻപുട്ട് ആണ് കേട്ടോ അവിടെ. മനസ്സിലായോ? ക്ലിയർ ആണ് കഴിച്ച് കാണിച്ച എല്ലാവരും? അറിയാവുന്ന എല്ലാം അറിഞ്ഞിരിക്കും. എല്ലാ ഇക്വേഷൻസും കാണാണ്ട് പഠിക്കാം കേട്ടോ. അപ്പൊ അടുത്ത പ്രോബ്ലം കാണിച്ചു. അപ്പൊ അടുത്ത ഈ ചാപ്റ്റർ എന്നുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ അത് ലേബറും MP വന്നിട്ടാണ് സാറ് കാണിച്ചത്. ക്ലിയർ അല്ലേ? അപ്പൊ MP വന്നിട്ട് ചെയ്യണമെങ്കിൽ എന്തിനാ കൂട്ടിക്കൊടുത്താലും TP കിട്ടുള്ളൂ കേട്ടോ. MP കൂട്ടിക്കൊണ്ടാലും TP കിട്ടിയാൽ AP കാണാൻ എന്ത് ചെയ്യണം? TP ബൈ ഇൻപുട്ട് കേട്ടോ. ഇത് റിട്ടേൺസ് ടു സ്കെയിൽ എന്താണ്? അതിനെ 3 സ്റ്റേജ് ചെയ്താൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ കോസ്റ്റ് വന്നിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് തരും കേട്ടോ, 100 വന്നിട്ടുണ്ട്. അല്ലെങ്കിലോ സാറെ ടെക്സ്റ്റ് ഇത് കാണിച്ച് ടേബിൾ കാണിച്ചു മക്കളെ. ഈ TFC തന്നിട്ടില്ലെങ്കിൽ, ഈ TFC ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ കാണാം? സീറോ ഔട്ട്പുട്ടിൽ എത്രയാണോ TC അത് തന്നെയായിരിക്കും എന്ത് വരിക? TFC വരെ. ഒരെണ്ണം TFC കിട്ടിയാൽ പിന്നെ എന്തായിരിക്കും? ബാക്കിയെല്ലാം സെയിം തന്നെ. ക്ലിയർ ആണ് കേസ് കാണിച്ച എല്ലാവരും? അപ്പൊ TFC തന്നില്ലെങ്കിൽ ശ്രദ്ധിക്കണം. സീറോ ഔട്ട്പുട്ടിൽ TC തന്നാൽ അത് തന്നെയായിരിക്കും TFC. സെറ്റ് അല്ലേ? പിന്നെ ബാക്കിയെല്ലാം കണ്ടുപിടിക്കാൻ അറിയാലോ. ഇക്വേഷൻസ് എല്ലാവർക്കും അറിയാലോ. സെറ്റ്. നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞല്ലോ. അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്റർ ആണ് തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. മകളെ, പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചർ ഷുവർ ക്വസ്റ്റ്യൻ 100% ഉറപ്പാണ്.
കാണിച്ചോളൂ. ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉറപ്പായിട്ടും ഒരു എക്സാം. ഓക്കെ, ഇപ്പൊ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ സവിശേഷതകൾ എന്തൊക്കെയാണ്? ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഒരുപാട് ഉണ്ടാവും അല്ലെ, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, പിന്നെ ഒരേപോലത്തെ പ്രൊഡക്ട്സ് ആണ്, ഹോമോജീനിയസ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്, ആർക്ക് വേണമെങ്കിലും മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാനും പറ്റും, എക്സിറ്റ് ചെയ്യാനും പറ്റും. പെർഫെക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് മാർക്കറ്റ് കണ്ടീഷനെ കുറിച്ച് നല്ല ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം അല്ലെ. അതുപോലെ പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് പ്രൊട്ടക്ഷൻ, യൂണിഫോം പ്രൈസ്, നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അത് മാത്രമല്ല പ്രൈസ് ടേക്കർ, ഫേംസ് ആർ പ്രൈസ് ടേക്കർ, അത് വരാനുണ്ട് കേട്ടോ. ഇവിടെ സ്ഥാപനങ്ങൾ പ്രൈസ് ടേക്കർ ആണ്, നോട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ സ്ഥാപനം പ്രൈസ് മേക്കർ അല്ല, പ്രൈസ് ടേക്കർ ആണ്. ഓക്കെ ആണ് ഗൈസ്, കാണിച്ച എല്ലാവരും. അപ്പൊ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ് പഠിക്കാതെ ആരും എക്സാമിന് പോകരുത് കേട്ടോ. അടുത്താണ് ഈ മാർക്കറ്റില് ടി ആർ എങ്ങനെ കാണും, എ ആർ എങ്ങനെ കാണും, എം ആർ എങ്ങനെ കാണും. ടി ആർ കാണും പി ഇൻറ്റു ക്യൂ, എ ആർ കാണാനോ ടി ആർ ബൈ ക്യൂ. എം കാണാൻ എപ്പോഴും ഞാൻ പറഞ്ഞാണ് നമ്മളെ ടി ആറിന്റെ ചേഞ്ച് ചെയ്തെടുത്താം. യെസ്, നമുക്ക് അടുത്ത ടോപ്പിക് ഉണ്ട് സാർ. നെക്സ്റ്റ് ടോപ്പിക് അതിന്റെ പ്രോബ്ലം ആണ്. നമുക്ക് കണ്ടോ പ്രൈസ് വന്നിട്ടുണ്ട്. അപ്പൊ ടി ആർ കാണാൻ പി ഇൻറ്റു ക്യൂ ചെയ്താൽ പോരെ. അപ്പൊ 10 ഇൻറ്റു 1 10, 10 ഇൻറ്റു 2 20 അങ്ങനെ കിട്ടിയിട്ടുണ്ട്. എം ആർ കാണാൻ ടി ആർ ബൈ ക്യൂ ആണ്. 10 ബൈ 1 10, 20 ബൈ 2 10 അങ്ങനെ ചെയ്യാം കേട്ടോ. ഫിഗർ വരയ്ക്കാൻ പറയുന്നത് ശ്രദ്ധിക്കുക സാറേ. ഫിഗർ കാണിച്ചോ. ടി ആർ എപ്പോഴും ഒറിജിനിന്ന് ഒരു 45 ഡിഗ്രി ആംഗിൾ ആണ്. എ എസ് പോലെയാണ് അല്ലെ, 45 ഡിഗ്രി ആംഗിൾ ആയിരിക്കും കേട്ടോ. അത് ഒറിജിനിന്ന് ഒരു ഈക്വൽ പ്രൊപ്പോർഷനിൽ പോവാ കേട്ടോ ടി ആർ. പക്ഷെ ബാക്കിയുള്ള എല്ലാ കർവും എങ്ങനെയായിരിക്കും? ഹൊറിസോണ്ടൽ ആയിരിക്കും, എക്സ് ആക്സിന് പാരലൽ ആയിട്ട് പോകും കേട്ടോ. അപ്പൊ ഈ മാർക്കറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ മാർക്കറ്റില് എ ആറും എന്തൊക്കെയാ, എം ആറും പ്രൈസ് ലൈനും ഡിമാൻഡ്, ഇത് 4 ഈക്വൽ ആയിട്ട് എക്സ് ആക്സിന് പാരലൽ. ഏത് മാർക്കറ്റാ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ടി ആർ മാത്രമേ ഒറിജിനിന്ന് പോകുന്നുള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ എക്സ് ആക്സിന് പാരലൽ ആണ്. ക്ലിയർ ആണ് ഗൈസ്? കാണിച്ച എല്ലാവരും മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഈക്വിലിബ്രിയം എന്ന് ചോദിക്കാം കേട്ടോ. പ്രൊഡ്യൂസേഴ്സ് ഈക്വിലിബ്രിയം കേട്ടോ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ പ്രൊഡ്യൂസേഴ്സ് ഈക്വിലിബ്രിയം ചോദിച്ചാൽ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. മക്കളെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള സെന്റൻസ് അതേപോലെ തന്നെ എഴുതി പഠിച്ചാൽ മതി. എവറി പ്രൊഡ്യൂസർ പ്രൊഡ്യൂസസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് സെൽ them in the market. The main objective of every production unit is to maximize its profit. ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കണോമിക്സിൽ ഏത് ലെറ്റർ? പൈ ആണ്. നമ്മള് മാത്സിൽ പഠിക്കുന്ന പൈ. അപ്പൊ പൈ എന്ന് പറഞ്ഞ പ്രോഫിറ്റ് ആണ്. അത് കാണാൻ ടോട്ടൽ റവന്യൂ, മൊത്തം വരുമാനത്തിന് ചെലവ് കുറച്ച്. അപ്പൊ ഏറ്റവും കൂടുതൽ ഡിഫറൻസ് ടി ആറും ടി സി തമ്മിൽ ഏറ്റവും കൂടുതൽ ഡിഫറൻസ് എവിടെയാണ് വരുന്നത്? അവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാവും. അങ്ങനെ മാക്സിമം ലാഭം കിട്ടണമെങ്കിൽ താഴെ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. 3 കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? പ്രൈസ് എംസിയോട്, മാർജിനൽ കോസ്റ്റിനോട് തുല്യമായിരിക്കണം. അപ്പൊ നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കണം കേട്ടോ. കണ്ടോ, ഈ ഫിഗർ വരയ്ക്കാം. അവിടെ ഈ സൈഡിൽ കാണുന്ന ഫിഗർ വരയ്ക്കാം. ഈ എം സി ഷുഡ് നോൺ. അപ്പൊ ഈ 2 പോയിന്റുകൾക്ക് ഈ ഒരൊറ്റ ഫിഗർ. പ്രൈസ് എന്ന് പറഞ്ഞാൽ എം സിക്ക് തുല്യമായിരിക്കണം. എം സി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഡിക്രീസ് പാടില്ല. അത് ബി എന്ന് പറയുന്ന പോയിന്റിലാണ് അത് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് ബി എന്ന് പറയുന്ന പോയിന്റ് ആണ് ശരിക്കും ഈ 2 കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്ന പോയിന്റ്. ക്ലിയർ ആണ് കഴിച്ചു കാണിച്ചാൽ ഇന്ന് കൊടുത്തു ഈക്വിലിബ്രിയം കേട്ടോ. സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? അപ്പൊ ഈ 2 കണ്ടീഷന്റെ ഒരൊറ്റ ഫിഗർ ആണിത്. കഴിഞ്ഞിട്ടില്ല. മൂന്നാമത്തെ ഒരു കണ്ടീഷൻ കൂടി സാറെ കാണിച്ച. മൂന്നാമത്തെ കണ്ടീഷൻ പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എബിസി ഇൻ ഷോർട്ട് റൺ. പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യമായിരിക്കണം? എബിസിനോട് തുല്യമോ അല്ലെങ്കിൽ അതിന് കൂടുതലായിരിക്കണം. എവിടെ? ഷോർട്ട് റണ്ണിലാണ് കേട്ടോ. ലോങ് റണ്ണിലാണെങ്കിൽ എല്ലാ റേസിക്ക് തുല്യമോ അല്ലെങ്കിൽ കുറവായിരിക്കണം. ഇത് മാത്രം പോരാ മക്കളെ. ഇവിടെ നമ്മൾ പൈയുടെ ഇക്വേഷൻ, പ്രോഫിറ്റിന്റെ ഇക്വേഷൻ ചെയ്താ എന്താണ്? ടി ആർ മൈനസ് ടി സി അല്ലെ. അപ്പൊ ടി ആർ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് എന്താണ് വരിക? ഈ വലിയ ബോക്സ്. വലിയ ബോക്സ്. അപ്പൊ P1 Q1 M1 അല്ലെ. അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഏരിയ ഓഫ് ചെറിയ ബോക്സ്. ഏതൊക്കെയാ? OSRM1. അത് കുറയ്ക്കുമ്പോ കിട്ടുന്ന സംഭവം ഏതാ? ബോക്സ് ആണ്. അപ്പൊ SP1 Q1 R അല്ലെ. ഏരിയ ഇത്ര എഴുതി വെക്കാം കേട്ടോ. ഇത്ര കൂടി ഇതും എഴുതി വെക്കാം സ്റ്റെപ്പിൽ കേട്ടോ. ഓക്കെ ആണ് ഗൈസ്? കാണിച്ച എല്ലാവരും ആ കാണുന്ന ഷെയ്ഡ് ചെയ്ത പോർഷൻ ആണ് പ്രോഫിറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൽഫബറ്റ്സ് കൊടുത്തോ. പക്ഷെ വലിയ ബോക്സിൽ നിന്ന് ചെറിയ ബോക്സ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഷെയ്ഡ് റീജിയൻ ആണ് നമ്മുടെ പ്രോഫിറ്റ്. സെറ്റ് ആണ് ഗൈസ്? കാണിച്ച എല്ലാവരും. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ബ്രേക്ക് ഇവൻ പോയിന്റും ഷട്ട് ഡൗൺ പോയിന്റും ആണ്. എന്താണ് ബ്രേക്ക് ഇവൻ പോയിന്റ്? ബ്രേക്ക് ഇവൻ പോയിന്റ് നമുക്ക് എന്ത് കിട്ടും എന്നൊക്കെ നമുക്ക് നോക്കാം. ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ വരുമാനവും കോസ്റ്റും എന്താവുന്ന പോയിന്റ് ആണ്? തുല്യമാവുന്ന, ഈക്വൽ ആകുന്ന പോയിന്റ് ആണ് ബ്രേക്ക് ഇവൻ പോയിന്റ്. അപ്പൊ നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയാം. അവിടെ ലാഭമില്ല നഷ്ടവും, പക്ഷെ എന്ത് കിട്ടും? ഒരു നോർമൽ പ്രോഫിറ്റ്. മകളെ പഠിച്ചിരിക്കുക. ലാഭവും നഷ്ടവും ഇല്ലാത്ത പോയിന്റ് ആണ് ബ്രേക്ക് ഇവൻ പോയിന്റ്. പക്ഷെ അവിടെ എന്ത് കിട്ടും? നോർമൽ പ്രോഫിറ്റ് കിട്ടും. ഓർത്ത് വെക്കുക, നോർമൽ പ്രോഫിറ്റ് കിട്ടും. ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ നഷ്ടമാണ്. അവിടെ ലോസ് ആയിരിക്കും. കമ്പനി അടച്ചു പൂട്ടുന്ന, ഇത്
നമുക്ക് ചെലവാകുന്ന വേരിയബിൾ കോസ്റ്റ് പോലും മീറ്റ് ചെയ്യാനായിട്ടുള്ള പ്രൈസ് കിട്ടില്ല അല്ലെ. അവിടെ മീറ്റ് ചെയ്യാൻ നമുക്ക് വേരിയബിൾ കോസ്റ്റിലെ മെറ്റീരിയൽ, ആ മെറ്റീരിയലിന് വേണ്ടി ചെലവാക്കുന്ന പൈസ പോലും നമുക്ക് പ്രൊഡക്റ്റ് വിറ്റിട്ട് കിട്ടുന്നില്ല. അപ്പൊ പിന്നെ കമ്പനി നടത്തിയിട്ട് വല്ല കാര്യം ഉണ്ടോ? അപ്പൊ അടച്ചു കൂട്ടേണ്ടി വരും. അപ്പൊ ആ ലൈനാണ് ഷട്ട് ഡൗൺ പോയിന്റ്. അതെന്തായിരിക്കും? അവിടെ ലോസ് ആയിരിക്കും മക്കളെ. ഇവിടെ ഫിഗർ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. AC കർവും ABC കർവ്. AC മുകളിലാണ്, AC എവിടെ വെക്കാന്ന് അറിയില്ല. വീട്ടിൽ എവിടെ വെക്കുക? AC മുകളിലല്ലേ വെക്കുക. അപ്പൊ AC മുകളിലാണ്. ഓക്കെ അല്ലേ? അത് കൈസി കാണിച്ച എല്ലാവരും മിനിമം പോയിന്റ് ടിക്ക് ഇടാട്ടോ. അടിയിലത്തെ പോയിന്റ് ഷട്ട് ഡൗൺ പോയിന്റ്, മുകളിലത്തെ പോയിന്റ് ബ്രേക്ക് ഇവൻ പോയിന്റ് കേട്ടോ. സെറ്റ് അല്ലേ മക്കളെ? ക്ലിയർ ആണ് കൈസി കാണിച്ച എല്ലാവരും? ഇനി ഇതിന് മുകളിൽ, അതായത് ഈ ബ്രേക്ക് ഇവന്റെ മുകളിലുള്ള ഏരിയ ആണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അവിടെ നമുക്ക് നോർമൽ പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയാൽ എബവ് നോർമൽ പ്രോഫിറ്റ് ആണെങ്കിൽ എന്താ? സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ടോപ്പിക് ആണ് സപ്ലൈ ആണ്. എന്താണ് സപ്ലൈ എന്ന് പറഞ്ഞാൽ? സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് സപ്ലൈഡ് ബൈ എ ഫേം അറ്റ് ഡിഫറെന്റ് പ്രൈസസ്. പല പ്രൈസുകളിൽ ഒരു പ്രൊഡ്യൂസർ എത്രത്തോളം അളവിലാണ് സാധനങ്ങൾ വിൽക്കുന്നത്, ആ അളവിനാണ് സപ്ലൈ എന്ന് പറയുന്നത്. സപ്ലൈനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടർ പഠിച്ചോളൂ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സപ്ലൈനെ എഫക്ട് ചെയ്യുന്ന ആകെ 4 ഫാക്ടറി ഉള്ളൂ അല്ലെ. ഒന്ന് പ്രൈസ്, നിങ്ങൾ അവിടെ പഠിച്ച അതേ പോയിന്റ്. പ്രൈസ് കൂടുമ്പോൾ ഇവിടെ സപ്ലൈ കൂടുന്ന ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. അവിടെ പ്രൈസ് കൂടുമ്പോഴോ ഡിമാൻഡ് കുറയാണ് ചെയ്യുക. ഇവിടെ പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടും, പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കുറയും. ടെക്നോളജി ഏറ്റവും റീസെന്റ് ടെക്നോളജി, അഡ്വാൻസ് ടെക്നോളജി ആണെങ്കിൽ സപ്ലൈ കൂടും. ഇനി ഇൻപുട്ട് പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കുറയും. യൂണിറ്റ് ടാക്സ് കൂടുമ്പോൾ സപ്ലൈ കുറയും. അപ്പൊ ഈ 2 പോയിന്റ് സപ്ലൈ കുറയാണ് കേട്ടോ മക്കളെ. ഈ 2 പോയിന്റ് സപ്ലൈ കുറയാണ്. ഇത് കൂടുമ്പോൾ സപ്ലൈ കുറയും, ഇത് കുറയുമ്പോൾ സപ്ലൈ കൂടാ ചെയ്യും. ഓക്കെ ആണ് കൈസി കാണിച്ച എല്ലാവരും? ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ലോ ഓഫ് സപ്ലൈ ആണ്. ലോ ഓഫ് ഡിമാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. വെൻ ദ പ്രൈസ് ഇൻക്രീസ് ഡിമാൻഡ് ഡിക്രീസസ് ആണ് അല്ലെ. ലോ ഓഫ് സപ്ലൈ അങ്ങനെയല്ല. അതർ തിങ്സ് ബീങ് ഈക്വൽ, മറ്റുള്ള ഫാക്ടർ സ്ഥിരമായിരിക്കുകയും പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടുകയും പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കുറയുന്നതാണ്. രണ്ടും പോസിറ്റീവ് റിലേഷൻ ആണ്. അത് നെഗറ്റീവ് റിലേഷൻ ആണ്. ഇൻവേഴ്സ് ആണ്. ഇത് പോസിറ്റീവ് ആണ്. സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സപ്ലൈയും സപ്ലൈനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടർ ആണ് അല്ലെ. അപ്പൊ അതും പഠിക്കുക, സിമ്പിൾ ആണ്. അടുത്ത ഇലാസ്റ്റിസിറ്റി സപ്ലൈ ആണ് മക്കളെ. ഇലാസ്റ്റിസിറ്റി പഠിക്കുക, സിമ്പിൾ ആണ്. ഇലാസ്റ്റിക് ഡിമാൻഡ് പഠിച്ച കുട്ടിക്ക് ഇലാസ്റ്റിക് സപ്ലൈ സിമ്പിൾ അല്ലേ. ഡിഗ്രി ഓഫ് റെസ്പോൺസിവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി, ഡിമാൻഡ് വരുന്നത് ചേർത്താൽ മതി. അത്രയുള്ള സിമ്പിൾ ആണ്. അപ്പൊ പ്രൈസിൽ മാറ്റം വരുമ്പോൾ സപ്ലൈയിൽ ഉണ്ടാകുന്ന ഡിഗ്രി ഓഫ് റെസ്പോൺസിവ്നെസ് ആണ് ഇലാസ്റ്റിസിറ്റി സപ്ലൈ കേട്ടോ. ഇനി അത് കാണാനുള്ള മെത്തേഡ് കാണിച്ചു സാറേ. ഇവിടെ 2 മെത്തേഡ്സ് ആണുള്ളത്. സെയിം ഇക്വേഷൻ ആണ് പെർസെന്റേജ് മെത്തേഡില്. പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻടു പി ബൈ ക്യൂ ആണ്. ഇത് ജോമെട്രിക് മെത്തേഡ് ചിലപ്പോൾ വരയ്ക്കാൻ ചോദിക്കാം. അപ്പൊ ഒരു ഇതിൽ തന്നെ വരയ്ക്കുക. അതായത് മുകളിൽ നിന്ന് വരയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പുറത്ത് നീട്ടി വരയ്ക്കുകയാണെങ്കിൽ, നീട്ടി വേണമെങ്കിൽ വരയ്ക്കുക എങ്ങനെ കേട്ടോ. നീട്ടി വരയ്ക്കുകയാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഒറിജിനിൽ നിന്ന് വരച്ചാലോ ഈക്വൽ ടു 1 ആയിരിക്കും. തൊട്ട് ഫ്രണ്ടിൽ നിന്ന് വരയ്ക്കുകയാണെങ്കിൽ ലെസ് ദാൻ. മനസ്സിലായോ മക്കളെ? ഓക്കെ അല്ലേ? ഒറിജിനിൽ നിന്ന് വരയ്ക്കുകയാണെങ്കിൽ ഈക്വൽ ടു 1, ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 1, തൊട്ട് ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ ലെസ് ദാൻ 1. ഓക്കെ ആണ് കൈസി കാണിച്ച എല്ലാവരും? മനസ്സിലായോ? അടുത്ത 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ആണ്. അപ്പോ ഇത് ഡിമാൻഡ് സപ്ലൈ ആണ് പറയുന്നത് അല്ലേ. ഡിമാൻഡ് പഠിക്കാൻ സപ്ലൈ ഇല്ലെന്ന് തോന്നുന്നു. സപ്ലൈ അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ ഡിമാൻഡ് വരയ്ക്കാം. ഡിമാൻഡ് എനിക്ക് തോന്നുന്നു ഈ 2 ഫിഗർ സെയിം തന്നെയാണ് കേട്ടോ. ഇത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, ഇത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡും ഇത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇത് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇത് പ്രൈസിൽ കൂടുതൽ മാറ്റവും ഡിമാൻഡിൽ കൂടുതൽ മാറ്റവും അല്ലെ. ഇങ്ങനെ വന്നാല് ഗ്രേറ്റർ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. അതുപോലെ തന്നെ പ്രൈസിൽ കുറവ് മാറ്റം വരികയാണെങ്കിൽ, പ്രൈസിൽ കൂടുതൽ മാറ്റവും ഡിമാൻഡിൽ ഇങ്ങനെ വരയ്ക്കുക. ഇതെന്താണ്? ലെസ് ദാൻ ഇലാസ്റ്റിക് ഡിമാൻഡ് കേട്ടോ. ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് വേറൊരു ഫിഗർ വരയ്ക്കാം. 2 ഈക്വൽ ചേഞ്ച് കാണിക്കാം കേട്ടോ. പ്രൈസിലുണ്ടായ അതേ മാറ്റം തന്നെ 2 ഈക്വൽ ആയിട്ട്, ഈ ഗ്യാപ്പ് സെയിം ആയിട്ട് വരച്ചാലും കറക്റ്റ് തന്നെയാണ്. അത് ഈക്വൽ ടു 1 ആണ്, ഇത് ഈക്വൽ ടു 0 ആണ്, ഇത് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഓക്കെ ആണ് കഴിച്ച് കാണിച്ച് 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ ഫിഗർ ആണ്. ഇതാണ് മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സപ്ലൈ നോക്കണമെന്നില്ല, സപ്ലൈ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല അല്ലെ. ക്ലിയർ ആണ് കഴിച്ച് കാണിച്ച എല്ലാവരും? 5 ഡിഗ്രീസ്. ഓക്കെ. ഈ ചാപ്റ്റർ കഴിഞ്ഞല്ലോ. നമുക്ക് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നോക്കാം. സാറേ കാണിച്ചോളൂ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്. അപ്പൊ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് ആണ്. അത് 3 മാർക്കിനും 4 മാർക്കിനും പിന്നെ എസ്സേയുടെ ഒപ്പം ചോദിക്കാറുണ്ട്. എസ്സേയുടെ ഒപ്പം ചോദിക്കുമ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇല്ലേ, അതിന്റെ ഒപ്പമാണ് ചോദിക്കുക കേട്ടോ. അപ്പൊ അതിന്റെ ഡയഗ്രാമും എക്സ്പ്ലനേഷനും ഒക്കെ പഠിക്കുക. പിന്നെ TR, AR, MR കണ്ടുപിടിക്കാൻ ചോദിക്കും. ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് സപ്ലൈ കർവ് ചോദിക്കാറുണ്ട്. പിന്നെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രോബ്ലം, പിന്നെ ബ്രേക്ക് ഈവൻ പോയിന്റ്, ഷട്ട് ഡൗൺ പോയിന്റ്, ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കിയിട്ട് പോകാം കേട്ടോ. അതുപോലെ തന്നെ സപ്ലൈ എഫക്ട് ഫാക്ടർ. അടുത്ത ഇതിലേക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിനിപ്പോ എനി 4 ഫീച്ചേഴ്സ് ഓഫ് എ പെർഫെക്റ്റ്ലി കോമഡി ഉറപ്പായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവുക.
പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പഠിക്കുക 8 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. പിന്നെ പ്രോബ്ലം ആണ്. പ്രോബ്ലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, സെയിം ഇക്വേഷൻ തന്നെയാണ്. നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടില്ലേ, അതേപോലെ തന്നെയാണ്. അവിടെ എത്ര വ്യത്യാസം പറഞ്ഞാൽ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. ഇവിടെയാണെങ്കിൽ പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടും കേട്ടോ, അത്രയുള്ളൂ മാറ്റം. ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്, ഇക്വേഷൻ സെയിം തന്നെ കേട്ടോ. അടുത്ത ചാപ്റ്റർ 5 ആണ്, മൈക്രോ ഇക്കണോമിക്സ് ലാസ്റ്റ് ചാപ്റ്റർ ആണ്. മാർക്കറ്റ് ഇക്വിലിബ്രിയം ആണ്. എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈ ഈക്വൽ ആകുന്ന പോയിന്റ് ആണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം അല്ലെ. അപ്പൊ ഈക്വൽ ആകുന്ന പോയിന്റിലെ പ്രൈസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് വിളിക്കാം. ക്വാണ്ടിറ്റിനെയോ? ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. സിമ്പിൾ അല്ലേ മക്കളെ? അതിന് ഫിഗർ വരയ്ക്കാൻ പറയാം, വെറുതെ ഒരു ഇൻഡു ഇടുക, നടുക്കാണ് ഇക്വിലിബ്രിയം കേട്ടോ. കാണിച്ച ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഇവിടെ ഷിഫ്റ്റ് ഉണ്ട് മക്കളെ, റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ഉണ്ട്. അതായത് സപ്ലൈ കോൺസ്റ്റന്റ് ആയിട്ട് ഡിമാൻഡ് കൂടുന്നതും ഡിമാൻഡ് മാത്രം ഇൻക്രീസ് ചെയ്യണതും കുറയുന്നു. അത് പഠിച്ചു വെക്കുക, ഫിഗർ ഒന്ന് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ഡിമാൻഡ് കോൺസ്റ്റന്റ് ആയിട്ട് സപ്ലൈ കുറയുന്നതും സപ്ലൈ കൂടുന്നുണ്ട് കേട്ടോ, അതും പഠിച്ചു വെക്കുക. അടുത്ത ടേബിൾ കാണിച്ചു. ഈ ടേബിൾ പഠിക്കാൻ എളുപ്പമാണ് മക്കളെ. ഡിമാൻഡ് കുറയാണ്, സപ്ലൈ കുറയും. ഇലാസ്റ്റിസിറ്റി ഓഫ് അല്ല ഈക്വിലിബ്രിയം പ്രൈസോ കുറയും. ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി കൂടാം കുറയാം കോൺസ്റ്റന്റ് ആവും. ഇനി ഡിമാൻഡ് കൂടാണ്, സപ്ലൈ കൂടാണ്. അപ്പൊ ഈക്വിലിബ്രിയം പ്രൈസ് കൂടും, ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി കൂടാം കുറയാം കോൺസ്റ്റന്റ് ആവും. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഡിമാൻഡ് കുറയാണെങ്കിൽ ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ത് തന്നെയാണ്? കുറയാണ്. അപ്പൊ ഇത് കുറയാണെങ്കിൽ ലാസ്റ്റും കുറയും. അപ്പൊ ഇത് കൂടാം, ഇവിടെ വരുന്നത് കൂടാണ് കോൺസ്റ്റന്റ് ആവും. ഇനി ഡിമാൻഡ് കൂടുന്നു, ക്വാണ്ടിറ്റിയോ കൂടുന്നു, സപ്ലൈ എന്ത് ചെയ്യുന്നു? കുറയുന്നു. പ്രൈസ് കൂടാം കുറയാം കോൺസ്റ്റന്റ്. ക്ലിയർ ആണ് ഗൈസ്? കാണിച്ച എല്ലാവരും ഇത് വെച്ചിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഇനി പ്രൈസ് സീലിംഗും ഫ്ലോർ പ്രൈസിംഗ് മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉറപ്പായിട്ട് എനിക്ക് മോഡലും ചോദിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഉറപ്പായിട്ട് പബ്ലിക് എക്സാമിന് ഷുവർ ആയിട്ട് വന്നിരിക്കും. 100% ഉറപ്പാണ് പ്രൈസ് സീലിംഗ് ഫ്ലോർ പ്രൈസ് വരും. എന്താണ് പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ? C4 ഇങ്ങനെ പഠിച്ചെങ്കിൽ കൺസ്യൂമറിന് വേണ്ടി. സീലിംഗ് ആർക്ക് വേണ്ടി? കൺസ്യൂമറിന് വേണ്ടിയാണ്. അതായത് ഉപഭോക്താക്കൾക്ക് സാധനങ്ങളുടെ വില വളരെ കൂടുതലാണെങ്കിൽ അത് അഫോർഡബിൾ ആവില്ല, സാധാരണ ജനങ്ങൾക്ക് അത് വാങ്ങാൻ പറ്റില്ല. അപ്പൊ ഗവൺമെന്റ് ഇടപെട്ട് എന്ത് ചെയ്യും? ആ വില കുറയ്ക്കും. ഇത് ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആണ്. ഗവൺമെന്റ് മാർക്കറ്റിലേക്ക് ഇടപെടുന്ന രണ്ട് സാഹചര്യങ്ങളാണ് പ്രൈസ് സീലിംഗും ഫ്ലോർ പ്രൈസ്. സാധാരണ ഇത് ഷുഗർ, റൈസ്, കെറോസിൻ ഒക്കെയാണ്. അപ്പൊ ഗവൺമെന്റ് മാർക്കറ്റിലെ വിലയിനേക്കാൾ കുറച്ച് വില കുറയ്ക്കും. അപ്പൊ ഇങ്ങനെ ഗവൺമെന്റ് തീരുമാനിച്ച വിലയെന്ന് പറയുന്ന പേരാണ് പ്രൈസ് സീലിംഗ്. ഇത് എന്തിനു കാരണമാകും? എക്സസ് ഡിമാൻഡ്. ഗ്യാപ്പ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, ഇത് എന്താണ്? ഈ ഗ്യാപ്പ് എക്സസ് ഡിമാൻഡ്, ഇത് എക്സസ് സപ്ലൈ ആണ്. അപ്പൊ ഇതിനല്ലേ കാരണമാകും? എക്സസ് ഡിമാൻഡ് കാരണമാകും. അതേപോലെ അടുത്ത അതിന്റെ കോസസ് പഠിച്ചു വയ്ക്കുക. ഈ പ്രൈസ് സീലിംഗ് വരാനായിട്ടുള്ള കോസസ്, പ്രൈസ് സീലിംഗ് വരുമ്പോൾ എന്തൊക്കെ കോസസ് സംഭവിക്കാം? റേഷൻ കടകളിലൊക്കെ എന്ത് സംഭവിക്കാം? നീണ്ട വരി ഉണ്ടാവും അല്ലെ, നീണ്ട ക്യൂ കാണാൻ സാധിക്കും. ബ്ലാക്ക് മാർക്കറ്റിംഗ് സംഭവിക്കാം അല്ലെ, വില കൂട്ടി എന്ത് ചെയ്യാം? വിൽക്കാം. റേഷൻ കടകളിൽ ആളുകള് ലോങ് ക്യൂ നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർക്ക് വാങ്ങില്ല. അപ്പൊ അവരുടെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? മാർക്കറ്റില് വില കൂട്ടി. അതാണ് ബ്ലാക്ക് മാർക്കറ്റിംഗ്. പിന്നെ ഡ്യുവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ പ്രൊഡക്റ്റ് തന്നെ എന്ത് ചെയ്യാം? രണ്ട് മാർക്കറ്റിൽ രണ്ട് വിലക്ക് വിൽക്കാം. അതാണ് ഡ്യുവൽ മാർക്കറ്റിംഗ്. ക്ലിയർ ആണ് ഗൈസ്? കാണിച്ച് ഒരേ പ്രൊഡക്റ്റ് തന്നെ രണ്ട് വിലക്ക് വിൽക്കാം കേട്ടോ. അടുത്ത രണ്ടാമത്തെ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആണ് ഫ്ലോർ പ്രൈസ്. തറവില. ഫ്ലോർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആർക്കുള്ളതാ? അത് പ്രൊഡ്യൂസേഴ്സിനെ സംരക്ഷിക്കാൻ. ഫാർമേഴ്സ് കണ്ട ചാടി വീട് അത് ഫ്ലോർ പ്രൈസ് ആണ്. പ്രൊഡ്യൂസറിന് വേണ്ടിയിട്ടാണ്. പ്രൊഡ്യൂസർ കഷ്ടപ്പെട്ട് പ്രൊഡക്റ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ മാർക്കറ്റിൽ വില ഇടിയും. അപ്പൊ അവർ കർഷക ആത്മഹത്യയൊക്കെ സംഭവിക്കില്ല. അവർ ഇത്രയും കഷ്ടപ്പെട്ട് പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കിട്ടാത്തൊരവസ്ഥ വരും അല്ലെ. അപ്പൊ അവരെ താങ്ങി നിർത്താൻ വേണ്ടി, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് താങ്ങുവില പ്രഖ്യാപിക്കും. മാർക്കറ്റിന്റെ വിലയിനേക്കാൾ കുറച്ച് കൂട്ടി അല്ലെ, അത് പ്രൈസ് മുകളിലോട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പൊ അതാണ് ഫ്ലോർ പ്രൈസ്. അത് എന്തിനു കാരണമാകും? എക്സസ് സപ്ലൈക്ക് കാരണമാകും. ഇനി പ്രൈസ് സീലിംഗും ഫ്ലോർ പ്രൈസിന്റെ ഡിഫറൻസ് നോക്കാം. ഓക്കെ, പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? പ്രൈസ് സീലിംഗ് ശരിക്കും നമ്മൾ പ്രൈസ് കുറയ്ക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? അപ്പർ പ്രൈസ് ലിമിറ്റ് ഇമ്പോസ് ചെയ്ത് ഗവൺമെന്റ് അല്ലെ. അതായത് എപ്പോഴാണ് ഗവൺമെന്റ് പ്രൈസ് ഇമ്പോസ് ചെയ്യുക? മാർക്കറ്റിലെ പ്രൈസ് കൂടുമ്പോഴാണ് അല്ലെ. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പർ പ്രൈസ് ലിമിറ്റ് ഇമ്പോസ് ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് പ്രൈസ് ചുമത്തുന്നത് എപ്പോ വരുമ്പോഴാണ്? പ്രൈസ് കൂടുമ്പോഴാണ്. മക്കളെ ക്ലിയർ ആയോ? അത് ഓർത്ത് വെക്കാൻ എളുപ്പമുണ്ട്. സീലിംഗ് നിങ്ങൾ ഓർത്താൽ മതി. സീലിംഗ് എപ്പോഴും എന്താ? മുകളിലല്ലേ. അപ്പൊ അത് അപ്പർ ലിമിറ്റ് അങ്ങനെ ഓർത്താൽ മതി. ഫ്ലോർ എപ്പോഴും എന്താ? താഴെയാണ്. സോ അത് ലോവർ ലിമിറ്റ്. ഓക്കെ, അപ്പൊ ലോവർ പ്രൈസ്. ഇനി സാധാരണ പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സാധനങ്ങൾക്കാണ്? വീറ്റ്, റൈസ്, കെറോസിൻ. ഇനി ഫ്ലോർ പ്രൈസ് ആണെങ്കിലോ? പാഡി, ഷുഗർ കെയിൻ, കോക്കനട്ട് അങ്ങനെയുള്ള. അപ്പൊ പാഡിയുമായി ബന്ധപ്പെട്ടതോ കോക്കനട്ടുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻ ഒക്കെ വന്നാൽ അത് ഫ്ലോർ പ്രൈസ് ആയിരിക്കും, ഫാർമേഴ്സിന് വേണ്ടിയായിരിക്കും. ഇനി ഇവിടെ എന്ന് പറഞ്ഞാൽ ഈക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കുറവായിരിക്കും പ്രൈസ്. ഇവിടെ ആണെങ്കിലോ ഈക്വിലിബ്രിയം പ്രൈസിനേക്കാൾ മുകളിലായിരിക്കും, കൂടുതലായിരിക്കും. ഡിമാൻഡിന് കാരണമാകും. ഇതാണ് എക്സസ് സപ്ലൈക്ക് കാരണം. അപ്പൊ ഇതിലൊരു പ്രോബ്ലം ഉണ്ട്, ഈക്വിലിബ്രിയം വെച്ചിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. ഇട്ടിട്ടുണ്ട്. ഇനി ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് കാണിച്ചു.
പ്രോബ്ലം ഉണ്ട്. ആ ഉണ്ടാവും. ഈക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി യൂസിങ് ഇക്വേഷൻ വരാം. ഷിഫ്റ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, പ്രൈസ് സീലിംഗ്, ഫ്ലോർ പ്രൈസ്. നമുക്ക് അതിന്റെ പ്രോബ്ലത്തിലേക്ക് പോകാം. സാറെ കാണിച്ച പ്രോബ്ലം മക്കളെ ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോഡലിൽ ചോദിച്ചിരുന്നു തോന്നുന്നു അല്ലെ? മോഡൽ ഉണ്ടായിരുന്നില്ലേ? QD QS എന്നിട്ട് Equilibrium price അത് ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ. സാർ ഒന്ന് കാണിക്കൂ, പ്ലെയിൻ ആക്കി തരും. ഈക്വിലിബ്രിയം പ്രൈസ് കാണാൻ പറഞ്ഞു. ഈക്വിലിബ്രിയം എന്ന് പറയുന്നത് QD ഈസ് ഈക്വൽ ടു എന്താണ്? QS ആണ് അല്ലെ? QD എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എത്രയാണ് സാറെ കാണിച്ചു? QD ക്വസ്റ്റ്യൻ കാണിച്ചു. QD എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ് 200 മൈനസ് P ആണ്. QS പറഞ്ഞാൽ 120 പ്ലസ് P. സാർ ആൻസർ കാണിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് എപ്പോഴും ഇതിന്റെ ശ്രദ്ധിക്കുക, ഈ മൈനസിനെ എപ്പോഴും അപ്പുറത്തോട്ട് കൊണ്ടുപോകാം, നമുക്ക് പ്ലസ് ആയിട്ട് കിട്ടും. അപ്പൊ പ്രൈസിനെ എപ്പോഴും റൈറ്റിലോട്ട് കൊണ്ടുപോകാം. അപ്പൊ 200 ഇവിടെ ഓൾറെഡി ഉണ്ട്, ആ 200 ഇവിടെ എഴുതുന്നു. 120 അപ്പൊ മൈനസ് 120. ഓക്കെ അല്ലെ? ഈക്വൽ ടു ഇവിടെയുള്ള P ആദ്യം എഴുതുക. ഈ മൈനസ് P അങ്ങോട്ട് പ്ലസ് P മാറും. അപ്പൊ 200 120 കുറച്ചാൽ 80. P പ്ലസ് P എത്ര? 2P. അതായത് 2P is equal to 80 ആണെങ്കിൽ P is equal to എന്ത് വരും? 80/2 ഇതാണ് നമ്മുടെ ഈക്വിലിബ്രിയം പ്രൈസ്. ഓക്കെ അല്ലെ? അപ്പൊ ഈക്വിലിബ്രിയം പ്രൈസ് എത്ര? 40 ആണ്. ഇനി ഈ ഇക്വേഷനിലോ അല്ലെങ്കിൽ ഈ ഇക്വേഷനിലോ പിയുടെ പ്ലേസിൽ എന്തിട്ട് കൊടുക്കുക? ഇപ്പൊ കിട്ടിയ 40 ഇട്ട് കൊടുക്കുക പ്രൈസ്. അപ്പൊ ഇതിലാണ് കൊടുക്കണമെങ്കിൽ 200 മൈനസ് 40 എത്ര കിട്ടി? 160. ഓർ അല്ലെങ്കിൽ ഇതിലിട്ട് കൊടുക്കാം 120 പ്ലസ് 40 160. കണ്ടോ? രണ്ട് സെയിം ആയിരിക്കും. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുക. ക്വാണ്ടിറ്റി. ഇനി ഒരു ഇമാജിനറി ഫിഗർ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഡിമാൻഡ് വരയ്ക്കുക, ഇങ്ങനെ സപ്ലൈ വരയ്ക്കുക, കൂട്ടിമുട്ടിയ പോയിന്റ് അല്ലേ? അപ്പൊ ഈക്വിലിബ്രിയം പ്രൈസ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 40 അല്ലേ? ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി 160. അപ്പൊ ഡിമാൻഡ് ഫിഗർ വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ വരച്ചാൽ മതി. ഓക്കെ ആണ് കഴിച്ച് കാണിച്ച എല്ലാവരും? ഓക്കെ ആണോ? ഇനി ഒരു പ്രൈസ് നിങ്ങൾക്ക് തരും. അതായത് പ്രൈസ് ഇപ്പോ 60 ആണെങ്കിൽ, പ്രൈസ് 60 ആണെങ്കിൽ ആ സിറ്റുവേഷൻ എന്താ പറയാന്ന് ചോദിക്കും അല്ലെ? നമ്മള് പ്രൈസ് ഇവിടെ P ഇട്ട് കൊടുക്കാം. അപ്പൊ 200 മൈനസ് 60 എത്ര കിട്ടി നമുക്ക്? 120 കിട്ടും. ഇതെന്താണ്? 60 അല്ല, 140. അത് ക്വാണ്ടിറ്റി ഡിമാൻഡ് നമുക്ക് 140 കിട്ടി. ഇനി ക്വാണ്ടിറ്റി സപ്ലൈഡ് അവിടെ നമുക്ക് 60 ഇട്ട് കൊടുക്കാലോ. അപ്പൊ 120 പ്ലസ് 20 180 കിട്ടി അല്ലെ? അപ്പൊ ക്വാണ്ടിറ്റി ഡിമാൻഡ് 140ഉം ക്വാണ്ടിറ്റി സപ്ലൈ 180 ആണ് അല്ലെ? അപ്പൊ ക്വാണ്ടിറ്റി സപ്ലൈ ഗ്രേറ്റർ ദാൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണെങ്കിൽ ആ സിറ്റുവേഷൻ എന്താ വിളിക്കുക? എക്സസ് സപ്ലൈ. ഇറ്റ് ഈസ് എക്സസ് സപ്ലൈ. അങ്ങനെയും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഓർത്ത് വെക്കുക. ക്ലിയർ ആണ് കഴിച്ച് കാണിച്ച എല്ലാവരും? ഓക്കെ ആണോ? അപ്പൊ ഒരുവിധം കഴിഞ്ഞില്ലേ ക്വസ്റ്റ്യൻസ് എല്ലാം? ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് മക്കളെ ഇതിൽ 8 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഈ മൊത്തം നമ്മുടെ മൈക്രോയില് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും 8 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഒന്ന് ബഡ്ജറ്റ് ലൈനിന്റെ പ്രോബ്ലം ആണ്, പിന്നെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ആണ്. അതിന്റെ ഒപ്പം തന്നെ ഇൻഡിഫറൻസ് കർവിന്റെ ഫീച്ചേഴ്സ് ചോദിക്കാം. പിന്നെ TC TVC അങ്ങനെ എല്ലാ കോസ്റ്റുകളും കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം കാൽക്കുലേഷൻ. അത് ചിലപ്പോൾ കാൽക്കുലേഷൻ മാത്രം ചോദിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രാഫും കൂടി വരയ്ക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ ഇക്വേഷൻ എഴുതാനോ ഡെഫിനിഷൻ എഴുതാനോ കൂടി ചോദിക്കും. പിന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, അതിന്റെ ഒപ്പം ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പിനേഷന്റെ ഫീച്ചേഴ്സ് മാത്രമായിട്ട് ചിലപ്പോൾ 8 മാർക്കിന് TR AR അത് കാണാൻ ചിലപ്പോൾ വരാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ വരാം. അപ്പൊ ഈ 4 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് എന്ന് കരുതി ഇത് മാത്രമേ 8 മാർക്കിന്, ഇത് കൂടാതെയും ചിലപ്പോൾ 8 മാർക്കിനൊക്കെ വരാം. പ്രൈസ് ഫ്ലോർ ഒക്കെ വരാം. പ്രൈസ് ഫ്ലോറും പ്രൈസിലും ഡിഫറൻസ് ചോദിക്കാം, അത് 8 മാർക്കിന് ചോദിക്കാം, അങ്ങനെയും വരാം. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണ് കഴിച്ച് കാണിച്ച എല്ലാവരും? 8 മാർക്ക് നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല, പക്ഷെ കൂടുതൽ വന്നേക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ ഈ മൈക്രോ വളരെ സിമ്പിൾ ആണ്. അപ്പൊ നാളെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇത് അടിപൊളിയായിട്ട് പഠിക്കുക. നാളെ ഈവനിങ് മാക്രോയുടെ ക്ലാസ് ഉണ്ട്, ആരും മിസ് ചെയ്യരുത്. കറക്റ്റ് ക്ലാസ് കറക്റ്റ് ടൈമിൽ കയറുക കേട്ടോ. അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? കാണിച്ചേ അന്ന് നമ്മൾ നിർത്തിയാലോ ക്ലാസ്? അപ്പൊ ഓക്കെ, ബൈ മക്കളെ, ഗുഡ് നൈറ്റ്. ബൈ.